ഹായ്, ഗുഡ് ഈവനിങ്. ഹലോ, വീഡിയോ ഓണാക്കിയേ. ഞാനുണ്ട്. ഓക്കെ യെസ് മക്കളെ, അപ്പോ നമ്മൾ ഓൾറെഡി എന്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ചാപ്റ്റേഴ്സ് ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞതാണ്. ഇന്ന് മോർണിംഗ് ക്ലാസ് ഉണ്ടായിരുന്നു. സാറ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു കാര്യം ചോദിക്കട്ടെ, മോർണിംഗിൽ ക്ലാസ്സിൽ കയറി ആ ബ്രേക്ക് കഴിഞ്ഞപ്പോ ബാക്കി എല്ലാം അങ്ങോട്ട് പോയി. പാകം ഒരു 24 വരെ ബാക്കി റിട്ടേൺ ചെയ്തുള്ളൂ. അതെന്ത് പറ്റി? ബാക്കിയുള്ളവർക്കൊക്കെ അത്ര ധൃതി ഉണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയേക്കും സാറേ. അത് കഴിഞ്ഞ് അത് 7:30 വരെയുള്ള ക്ലാസ്സിന് 6 മണിയായപ്പോഴേക്ക് എല്ലാരും ഇറങ്ങി പോയി. അല്ല, 7 മണിയായപ്പോ പോയി. കുഴപ്പമില്ല, ഇനി നിന്നോളൂ അല്ലെ. ഇന്ന് എല്ലാവരും 7 മണി തുടങ്ങി 9 മണി വരെ നിർബന്ധമായിട്ട് ക്ലാസ്സിൽ ഉണ്ടായിരിക്കണം നമ്മൾ. കാരണം ലാസ്റ്റ് എസ് ഒക്കെ പ്രൊഡിഷൻ ചെയ്യും അല്ലെ സാറേ. നമ്മൾ ഏത് എസ് സി ആയിരിക്കും വരുന്നത് പ്രൊഡിഷൻ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് എല്ലാവരും കറക്റ്റ് ടൈമിൽ ക്ലാസ്സിൽ ഉണ്ടായിരിക്കണം കേട്ടോ. 7 മണി മുതൽ 9 മണി ക്ലാസ്സിൽ ഉണ്ടായിരിക്കണം കേട്ടോ. ഇന്ന് രാവിലെ പറഞ്ഞ പോർഷൻസ് ഒക്കെ പഠിച്ചിട്ടില്ലേ? ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൽ ഉണ്ടായിരുന്ന 24 പേര് കണ്ടോ. അവര് ഉണ്ടായിരുന്ന 24 പേർക്ക് ഞാൻ പോർഷനും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരൊക്കെ പഠിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് വെറുതെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ക്ലാസ് എടുക്കാം. നമുക്ക് 8ാമത്തെ ചാപ്റ്റർ കൺട്രോളിംഗിലേക്ക് പോവാം കേട്ടോ. നമ്മൾ ആ ചാപ്റ്റർ കഴിഞ്ഞ ദിവസം എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ 8th ചാപ്റ്റർ കൺട്രോളിംഗ്. ഓക്കെ, കൺട്രോളിംഗ് എന്താണെന്ന് പറയാലോ. കൺട്രോളിംഗ് ആദ്യം മാർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാക്സിമം ഒരു 5 മാർക്കിനാണ് കൺട്രോളിംഗിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. അപ്പൊ കൺട്രോളിംഗ് എപ്പോഴും വൺ വേർഡ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. എന്താണ് കൺട്രോളിംഗിന്റെ മീനിങ്? ഈ കാണുന്ന മീനിങ് വെച്ചിട്ട് എപ്പോഴും വൺ വേർഡ് ചോദിക്കും. നോക്കി മക്കളെ, ആക്ടിവിറ്റീസ് ആർ കൺഫേം ദ പ്ലാൻഡ് ആക്ടിവിറ്റീസ്. നോക്കി, ഏത് ആക്ടിവിറ്റി ആണോ പ്ലാൻഡ് ആക്ടിവിറ്റിയെ കൺഫേം ചെയ്തതായിരിക്കും അത് കൺട്രോളിംഗ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ. അപ്പൊ നിങ്ങളുടെ ഡെഫിനിഷൻ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ആക്ച്വൽ ആയിട്ട് നടക്കുന്ന കാര്യങ്ങള് പ്ലാൻ പ്രകാരമാണോ നടക്കുന്നത് എന്ന് ചെക്ക് ചെയ്യുന്ന പരിപാടിയാണ് എന്ത് കൺട്രോളിംഗ്. അത് എന്താണെന്ന് വൺ വേർഡ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കി. അപ്പൊ അതിന്റെ ഫീച്ചർ ഏതൊക്കെയാ? ഗോൾ ഓറിയന്റഡ് ആയിരിക്കും. ഇത് നമ്മൾ ഓൾറെഡി മാനേജ്മെന്റിന്റെ ഫീച്ചർ നിങ്ങൾ മാനേജ്മെന്റിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ മാനേജ്മെന്റിൽ കുറച്ച് ഫീച്ചർ പഠിക്കൂലേ? ആ ഫീച്ചർ തന്നെ നിങ്ങൾക്ക് എവിടെയൊക്കെ എഴുതാം? പ്ലാനിംഗിൽ എഴുതാം, ഓർഗനൈസിംഗിൽ എഴുതാം, സ്റ്റാഫിംഗിൽ എഴുതാം, കൺട്രോളിംഗിൽ എഴുതാം. ക്ലിയർ ആണോ? നാളെ ഡയറക്റ്റിംഗിൽ എഴുതാം. കണ്ടോ, ഗോൾ ഓറിയന്റഡ് ആണ്, പെർവാസീവ് ആണ്, കണ്ടിന്യൂസ് ആണ്. ഈ 3 ഫീച്ചറും നിങ്ങൾക്ക് മാനേജ്മെന്റിന്റെ എല്ലാ ഫംഗ്ഷനിലും എഴുതാൻ പറ്റും. ക്ലിയർ ആണ്? കൈവശിക്കാൻ 5 ചാപ്റ്ററിലെ ഫീച്ചർ 3 പോയിന്റ് കഴിഞ്ഞു നിങ്ങളുടെ പഠിച്ച്. പിന്നെ നിങ്ങൾ എക്സ്ട്രാ വരുന്ന പോയിന്റ്സ് നോക്കി ഓരോ നോക്കി പോയാൽ മതി. പിന്നെ കൺട്രോളിംഗ് പറയുന്നതിന്റെ മെയിൻ ആയിട്ട് ഒരു പോയിന്റ് കൂടിയാണ് ഫോർവേഡ് ആസ് വെൽ ആസ് ബാക്ക്വേർഡ് ലുക്കിംഗ് ആണ്. അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, കൺട്രോളിംഗിന്റെ ലിമിറ്റേഷനും പ്ലാനിങ്ങിന്റെ ഫീച്ചറും ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ വളരെ കുറവാണ്. അപ്പൊ നിങ്ങൾ അതുകൊണ്ട് കൺട്രോളിംഗിന്റെ ലിമിറ്റേഷൻ നന്നായിട്ട് പഠിക്കണം. ഫീച്ചർ നോക്കി പോവാ. ഫീച്ചർ ഓൾറെഡി കിട്ടും നമുക്ക് അല്ലേ? രാവിലെ ഞാൻ പറഞ്ഞില്ലേ കൺട്രോളിംഗിന്റെ ലിമിറ്റേഷൻ നോക്കണം. യെസ്, ഓക്കെ. അപ്പൊ നോക്കാലോ. കൺട്രോളിംഗിന്റെ ഫീച്ചർ കഴിഞ്ഞു. ഇമ്പോർട്ടൻസ് ലിസ്റ്റ് നോക്കാം. എന്തൊക്കെയാണ്? അക്കംപ്ലിഷിംഗ് ഓർഗനൈസേഷണൽ ഗോൾ. ഗോൾ അക്കംപ്ലിഷ് ചെയ്യുക. ജഡ്ജിങ് ആക്യുറസി ഓഫ് സ്റ്റാൻഡേർഡ് ഉണ്ടോ എന്നുള്ള കാര്യം നോക്കുക. മെഷറിംഗ് എഫിഷ്യന്റ് യൂസ് ഓഫ് റിസോഴ്സസ്. മാക്സിമം യൂട്ടിലൈസേഷൻ നടത്തുക. എംപ്ലോയിയെ മോട്ടിവേറ്റ് ചെയ്യുക, എംപ്ലോയിക്ക് ഡിസിപ്ലിൻ കൊടുക്കുക, അതുപോലെ കോർഡിനേഷൻ ഉണ്ടാക്കിയെടുക്കുക. ഇതാണ് കൺട്രോളിംഗിന്റെ ഉദ്ദേശം. കൺട്രോളിംഗ് കൊണ്ട് എന്തൊക്കെ ഓർഗനൈസേഷനിൽ ഇമ്പോർട്ടൻസ് ഗുണങ്ങൾ ഉണ്ടാവും വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് വെക്കാം. ഇമ്പോർട്ടൻസ്, അഡ്വാൻറ്റേജസ്, ഗുണങ്ങളൊക്കെ ആണെങ്കിൽ സിഗ്നിഫിക്കൻസ് ആണെങ്കിൽ നിങ്ങൾ ഈ ആൻസറിലേക്ക് മക്കളെ എത്തിക്കോളൂ കേട്ടോ. ചിലപ്പോൾ ചോദിക്കും കൺട്രോളിംഗ് അതന്നെ കൺട്രോളിംഗ് വേണോന്ന് ചോദിക്കും. അപ്പൊ എന്ത് വേണം? കൺട്രോളിംഗ് വേണം എന്ന് പറഞ്ഞിട്ട് ഈ പോയിന്റ്സ് എഴുതി വെക്കുക. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ അല്ലേ? അപ്പൊ എന്താ പറയുന്നത്? കൺട്രോളിംഗ് ഇമ്പോർട്ടന്റ് ആണ്, വേണമെന്ന് പറയുന്ന പോയിന്റ്സ് ആണ് ഇമ്പോർട്ടൻസ് പറയുന്നത്. സ്റ്റാൻഡേർഡിന് ഗോൾ അച്ചീവ് ചെയ്യാൻ, റിസോഴ്സസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ, മോട്ടിവേഷന് വേണ്ടി ഡിസിപ്ലിൻ, കോർഡിനേഷൻ. 5 കാര്യം. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, ഷുവറായിട്ട് പഠിക്കേണ്ട ക്വസ്റ്റ്യൻ. എന്തൊക്കെ ലിമിറ്റേഷൻ ഉണ്ട് കൺട്രോളിംഗിന്? ഫസ്റ്റ് എന്താണ് സാറേ? നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് സ്റ്റാൻഡേർഡ് തരാന്ന് പറയുന്നത് എല്ലാ കാര്യത്തിലും നടക്കില്ല. ഇത്രയും സ്റ്റാൻഡേർഡ് ഇപ്പൊ ഒരു എംപ്ലോയി ഇത്രയും പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുള്ളത് ഫിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? അപ്പൊ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നെക്സ്റ്റ് അടുത്തെന്താ പറയുന്നത്? എക്സ്റ്റേണൽ ഫാക്ടേഴ്സിന് കൺട്രോൾ ഉണ്ടാവില്ല. നമ്മൾ തേർഡ് ചാപ്റ്റർ ബിസിനസ് എൻവയോൺമെന്റ് പഠിക്കുന്നുണ്ട്. എല്ലാം പുറമേയുള്ള ഫാക്ടേഴ്സിനൊന്നും നമ്മളെ കൊണ്ടൊന്നും നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യം. എന്തൊക്കെയാണ്? ഗവൺമെന്റിന്റെ പോളിസീസ്, ടെക്നോളജിക്കൽ ചേഞ്ചസ്, കോമ്പറ്റീഷൻ, അങ്ങനെ വരുന്ന എക്സ്റ്റേണൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. റെസിസ്റ്റൻസ് ഫ്രം എംപ്ലോയീസ്. ഒരുപാട് കൺട്രോൾ ചെയ്യാൻ പറഞ്ഞാൽ നീ ആരെന്നെ ഭരിക്കാന്നുള്ള ചോദ്യം എംപ്ലോയീസിന്റെ ഇടയിൽ നിന്ന് വരും. അവരെ എതിർപ്പുണ്ടാവും. ഇനി സ്വാഭാവികമായിട്ടും കൺട്രോൾ എന്താണ്? ഒരു കോസ്റ്റ്ലി അഫെയർ ആണ്. ഒരു മാനേജറും എക്സ്പെൻഡിച്ചറും ടൈമും എഫർട്ട് ഒക്കെ എടുക്കും. എല്ലാവരും അപ്പോയിന്റ് ചെയ്തവർക്കൊക്കെ ശമ്പളം കൊടുത്ത് നിർത്തണ്ട കൺട്രോൾ ചെയ്യാം. യെസ്, അപ്പൊ നോക്കാം കൺട്രോൾ ലിമിറ്റേഷൻ വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. റെസിസ്റ്റൻസ് എംപ്ലോയിയുടെ ഭാഗത്തുനിന്നുണ്ടാവും. കോസ്റ്റ്ലി 4 പോയിന്റ്സ്. ക്ലിയർ അല്ലേ? ഇപ്പൊ തന്നെ ഓർത്ത് വെക്കുക. ഇനി ടൈം കളയാൻ പറ്റില്ല. ഇതും ചോദിക്കാൻ ചാൻസ് ഉള്ള സ്റ്റേറ്റ്മെന്റ് പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. കൺട്രോളിംഗും പ്ലാനിങ്ങും തമ്മിൽ എന്താണ് വല്ല റിലേഷൻഷിപ്പ് ഉണ്ടോ ചോദിച്ച് കമന്റ് ചെയ്യാൻ ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്ത് വെക്കണം? കൺട്രോളിങ്ങും പ്ലാനിങ്ങും തമ്മിൽ ഓഫ്കോഴ്സ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറയണം. രണ്ടും എന്താണ്? ഇന്റർഡിപെൻഡന്റ് ആൻഡ് ഇൻസെപ്പറബിൾ ആണ്. എന്തൊക്കെയാണ് കാര്യങ്ങൾ സാർ? എന്തൊക്കെയാണ് പോയിന്റ്സ്? എന്തായിരിക്കും? നല്ല പ്രോപ്പർ ആയിട്ട് പ്ലാൻ ഇല്ലാണ്ട് നമുക്ക് ആരെങ്കിലും പോയി കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്ന് പറഞ്ഞ പോലെ തന്നെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന് വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ വേണം. അതുപോലെ തന്നെ കൺട്രോളിംഗ് ഉണ്ടെങ്കിൽ എന്താണ്?
നമുക്ക് പ്ലാനിങ് ഉണ്ടെങ്കിൽ എന്താണ് കൺട്രോളിങ് കുറച്ചും കൂടി ഈസി ആകും അല്ലെ. അത് എഫക്റ്റീവ് ആക്കാനായിട്ട് സാധിക്കും നമുക്ക്. അതുപോലെ കൺട്രോളിങ് ഉണ്ടെങ്കിലാണ് പ്ലാനിങ്ങിന് എന്തറിയാൻ പറ്റുള്ളൂ, ഷോർട്ട് കമ്മിങ്സ് ഒക്കെ നമുക്ക് പ്ലാൻ എന്തെങ്കിലും പാളിച്ചിട്ടുണ്ടെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ സ്റ്റാൻഡേർഡ് കറക്റ്റ് ആണോ നോക്കാനും കൺട്രോളിങ് എഫക്റ്റീവ് ആക്കാനും പ്ലാനിങ് എഫക്റ്റീവ് ആക്കാനും അല്ലെങ്കിൽ ഇതൊക്കെ കുറച്ചും കൂടി എന്താണ് മീനിങ് ആവാനും വേണം, ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചേർത്ത് കൊണ്ടുപോകണം. ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ ഒരു കോയിൻ പോലെ തന്നെ കൺട്രോളിങ്ങും പ്ലാനിങ് എന്താണ് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഇന്റർ ഡിപ്പെൻഡന്റ് ആണെന്ന്. ഈ രണ്ട് പോയിന്റ്സ് ഞാൻ ക്ലാസ്സിൽ സ്റ്റാർട്ടിംഗ് കൊണ്ട് പറയുന്ന സാധനം എന്താണ്? പ്ലാനിംഗ് വിത്തൗട്ട് കൺട്രോളിംഗ് ഈസ് മീനിംഗ്ലെസ് ആൻഡ് കൺട്രോളിംഗ് വിത്തൗട്ട് പ്ലാനിംഗ് ഈസ് ബ്ലൈൻഡ്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത നോക്കാലോ. അതേപോലെ തന്നെ കൺട്രോളിംഗ് ഒരു ബാക്ക്വേർഡ് ലുക്കിംഗ് ഫംഗ്ഷൻ ആണെന്ന് പറയുന്നതാണ് എന്ത് അടുത്ത പോയിന്റിൽ പറയുന്നത്. യെസ്, പ്ലാനിംഗ് ഒരു നിങ്ങൾക്കറിയാം പ്ലാനിംഗ് ഒരു മുൻകൂട്ടിക്കുള്ളതാണ്. അപ്പൊ കൺട്രോളിംഗ് എന്താണ്? ബാക്ക് അല്ലെ, അതായത് ഓൾറെഡി ചെയ്ത കാര്യങ്ങൾ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം. അത് കൃത്യമായിട്ട് പരിശോധിക്കാം. അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കൺട്രോളിംഗ് ഒരു ബാക്ക്വേർഡ് ലുക്കിംഗ് ഫംഗ്ഷൻ ആണോ അല്ലെങ്കിൽ പ്ലാനിംഗ് ഒരു ഫോർവേഡ് ലുക്കിംഗ് ഫംഗ്ഷൻ ആണോ? അപ്പൊ എന്ത് ചോദിക്കണം? അഫ്കോഴ്സ് എന്താണ് പ്ലാനിംഗ് എന്ന് പറയുന്നത് ഒരു ഫോർവേഡ് ലുക്കിംഗ് ഫംഗ്ഷൻ ആണ്. കാരണം എന്താണ് അവിടെ നമുക്ക് എന്താണ് ഫ്യൂച്ചറിനെ കുറിച്ച് മാത്രം ചിന്തിക്കത്തുള്ളൂ അല്ലെ. ഇനി മറ്റേതാണെങ്കിലോ കൺട്രോൾസ് അങ്ങനെയല്ല. ഓൾറെഡി നമ്മൾ കുറെ ആക്ച്വൽ ആക്ടിവിറ്റീസ് ചെയ്യും, ഓൾറെഡി നമ്മൾ ഒരു പ്ലാൻ ഉണ്ടാക്കും, ഇത് നമ്മൾ എന്ത് ചെയ്യും അത് വെച്ച് കമ്പയർ ചെയ്യും അല്ലെ. അപ്പൊ കൺട്രോൾ എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? ഫോർവേഡ് നോക്കും ബാക്ക്വേർഡ് നോക്കും. ക്ലിയർ ആണല്ലോ? അപ്പൊ കൺട്രോളിംഗിൽ രണ്ടും കൂടി ഉണ്ട്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. ഓക്കെ, അടുത്ത പ്രോസസ് ഓഫ് കൺട്രോളിംഗ് ആണ് മസ്റ്റ് ആയിട്ട് നോക്കി വെക്കുക. എല്ലാ ചാപ്റ്റേഴ്സിലും തന്നെയാണ് സ്റ്റെപ്സും പ്രോസസ്സും ആയിട്ടുള്ള കാര്യങ്ങൾ. എന്താണ് ഒന്നാമത്തെ കാര്യം വേണ്ടത്? എസ്റ്റാബ്ലിഷിംഗ് സ്റ്റാൻഡേർഡ്സ്. അതല്ലേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു വെൽ ഡിഫൈൻഡ് ആയ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത് വെക്കാം. ഇനി എന്താ ചെയ്യണ്ടേ? ആക്ച്വൽ സ്റ്റാൻഡേർഡ്, അതെ ആക്ച്വൽ പെർഫോമൻസും നമ്മൾ ഫിക്സ് ചെയ്ത സ്റ്റാൻഡേർഡ് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കാം. നമ്മൾ എന്ത് ചെയ്യാം? മെഷറിംഗ് ആക്ച്വൽ പെർഫോമൻസ്. നമ്മൾ പെർഫോമൻസ് നമ്മൾ എത്രത്തോളം പെർഫോം ചെയ്ത് മെഷർ ചെയ്ത് വെക്കാം. അനലൈസിംഗ് ഡീവിയേഷൻസ് അല്ലെ, കമ്പാരിസൺ നടത്താം. കമ്പാരിസിംഗ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്. നമ്മുടെ സ്റ്റാൻഡേർഡ് നമ്മുടെ പെർഫോമൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു കമ്പയർ ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുക. ഡീവിയേഷൻസ് അനലൈസിംഗ് ഡീവിയേഷന് ശേഷമാണ് എന്ത് ചെയ്യണത്? കറക്റ്റീവ് ആക്ഷൻ. മക്കളെ ആ സ്റ്റെപ്പുകൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. കാരണം തെറ്റിച്ച് ചോദിക്കും, എന്നിട്ട് ചിലപ്പോൾ വേറെ കിട്ടുവരും. അപ്പൊ നിങ്ങൾ അത് വ്യക്തമായിട്ട് ആ സ്റ്റെപ്പിന്റെ ഹെഡിങ് comparing actual performance with the standard, analyzing deviations, last taking corrective action. ഇതിനിടയിൽ രണ്ട് കുഞ്ഞു സംഗതികൾ വരുന്നുണ്ട്. ഏതൊക്കെയാണ്? ക്രിട്ടിക്കൽ പോയിന്റ്, അതുപോലെ തന്നെ മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ. അതിൽ മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ ആണ് സാറേ കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ചോദിക്കാറുള്ളത്. അപ്പൊ മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ പറഞ്ഞ വേറെ വരുന്നത് സാറേ കൺട്രോൾ ബൈ എക്സെപ്ഷൻ എന്ന് പറയാൻ ചാൻസ് ഉണ്ട്. മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ എന്ന് മക്കളെ കൺട്രോൾ ബൈ എക്സെപ്ഷൻ എന്ന് പറയാൻ ചാൻസ് ഉണ്ട്. ആദ്യം ക്രിട്ടിക്കൽ പോയിന്റ് കൺട്രോൾ എന്താണെന്ന് നോക്കാം അല്ലെ. യെസ്, എന്താണ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഏരിയയിലെ കീ പോയിന്റ്സ് നമ്മുടെ മാനേജറിയൽ ഫാക്ടേഴ്സിന്റെ കീ പോയിന്റ്സിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അവിടെ ഇഷ്യൂസ് വരുന്ന കൺട്രോൾ ചെയ്യണതാണ് എന്ത്? അതായത് നമ്മുടെ ഡീവിയേഷൻസ് നമ്മുടെ ഓർഗനൈസേഷൻ എഫക്ട് ചെയ്യുന്ന ഏരിയാസിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും മാനേജ്മെന്റ് അറിയിക്കണം. ഇനി മാനേജ്മെന്റ് എക്സെപ്ഷൻ ആണെന്നുണ്ടെങ്കിലോ നമുക്ക് എന്തുണ്ടാകും? നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്ത നമ്മൾ ബിയോണ്ട് കൺട്രോൾ ആവുന്ന സാധനത്തിന് മാത്രം എന്ത് ചെയ്താൽ മതി? നമ്മൾ മാനേജ്മെന്റ് അറിയിച്ചാൽ മതി. അതായത് നമ്മൾ ഡീവിയേഷൻസ് പെർമിസിബിൾ ലിമിറ്റിലാണെങ്കിൽ നമ്മൾ ആരോട് പറയേണ്ട ആവശ്യമില്ല. പെർമിസിബിൾ ലിമിറ്റിന് അപ്പുറമാണെങ്കിലോ നമ്മൾ എന്ത് ചെയ്യണം? മാനേജ്മെന്റ് കൃത്യമായിട്ട് അത് അറിയിക്കണം. എക്സാമ്പിൾ നമ്മൾ പഠിച്ചായിരുന്നു. എന്താണ് ഇപ്പൊ സെയിൽസ് 1,00,000 രൂപയുടെ വരെ സെയിൽസ് കൊണ്ടുവരണം എന്ന് പറയുകയാണെങ്കിൽ 10,000 രൂപ കുറഞ്ഞാലും കുഴപ്പമില്ല, 10,000 രൂപ കൂടിയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു എക്സംഷൻ ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി 10,000 20,000 രൂപയുടെ സെയിൽസ് കുറവേ കൊണ്ടുവന്നിട്ടുള്ളെങ്കിലോ പുറത്ത് വെക്കാട്ടാ. മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ, കൺട്രോൾ ബൈ എക്സെപ്ഷൻ മക്കളെ 2 മാർക്കിന് നിങ്ങൾ സ്പാൻ ഓഫ് മാനേജ്മെന്റ് പഠിക്കണ പോലെ തന്നെ ഇതും പഠിച്ചു വെക്കണം. ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെയാണ്? കൈവിശിക്കാൻ ചെയ്യും. അപ്പൊ ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് പോർഷൻ എന്തൊക്കെയാണ് സാറേ? ഒന്ന് നമ്മുടെ കൺട്രോളിങ്ങിന്റെ ഡെഫിനിഷൻ എന്തായാലും പഠിക്കുക, 1 വേയിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കൺട്രോളിങ്ങിന്റെ ലിമിറ്റേഷൻ, അതുപോലെ കൺട്രോളിങ്ങിന്റെ സ്റ്റെപ്സ്, മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ. ഇത്രയും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ അല്ലേ? ഏറ്റവും സിമ്പിൾ ആയ ചാപ്റ്റർ ആണല്ലേ. പെട്ടെന്ന് കഴിയുന്ന ചാപ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പഠിത്തവും പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടാവണം. ഇനി വീഡിയോ ഓൺ ആക്കാത്ത മഹാന്മാരെല്ലാരും ഒന്ന് വീഡിയോ ഓൺ ആക്കി വെച്ചാൽ നന്നായിരുന്നു. കാരണം നിങ്ങൾ അവിടെ കേട്ടിരിക്കണമെന്ന് എനിക്കറിയണ്ടേ? നെക്സ്റ്റ് പറയാ. അടുത്ത നമ്മളിപ്പോ ഓൾറെഡി 8ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നമ്മള് ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലേക്ക് നമ്മുടെ 5ാമത്തെ ചാപ്റ്ററിലേക്ക് പോകണം. ഓർഗനൈസിംഗ് പറയുമ്പോൾ മക്കളെ മാർക്ക് ഒരുപാട് കൂടുതലുള്ള ചാപ്റ്റർ ആണ്. ഒരു 9 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഓർഗനൈസിംഗ് നന്നായിട്ട് പഠിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റാഫിംഗ് പോലെ തന്നെ ഓർഗനൈസിംഗിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഓർഗനൈസിംഗിൽ ആദ്യം നമ്മൾ നോക്കണം എന്താണ് ഓർഗനൈസിംഗിന്റെ പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്ത് വെക്കുക? ആ ഓർഗനൈസിംഗിന്റെ ആ പ്രോസസ് അങ്ങോട്ട് ചേർത്ത് എഴുതി വെക്കുക. അതിന് ഓർഗനൈസിംഗിന്റെ ആ മീനിങ് ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ ഓക്കെ, ഓർഗനൈസിംഗ് ഫസ്റ്റ് വരാം ഐഡന്റിഫൈ ആൻഡ് ഗ്രൂപ്പിംഗ് ഓഫ് വർക്ക് വരുന്നുണ്ട്. അതുപോലെ നമ്മൾ അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻ പറയുന്നുണ്ട്. അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യുന്നത്. അതാണ് എന്ത് ഓർഗനൈസിംഗ് എന്ന് പറയുന്നത്. ഈ പറയുന്ന ഡെഫിനിഷൻ ഒക്കെ ഞാൻ ക്ലാസ്സിൽ തന്നെ ഇരുത്തി പഠിപ്പിച്ചിട്ടുള്ള അല്ലേ? വായിച്ച് ഇല്ലേ?
തലയാട്ടിലൊക്കെ കുറവാണ് കുറെ പേരുടെ. അല്ലെ ഓക്കെ. അപ്പൊ ഓർഗനൈസിംഗ് എന്താണെന്ന് പഠിച്ചു വെക്കാം. ഓർഗനൈസിംഗിന്റെ സ്റ്റെപ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. നിങ്ങൾക്ക് സ്റ്റെപ്പേ ഉള്ളൂ. ഇതൊക്കെ എന്തായാലും ചോദിക്കും കേട്ടോ, ഉറപ്പായ ക്വസ്റ്റ്യൻസ് ആണ് ഓർഗനൈസിംഗിന്റെ സ്റ്റെപ്സ്. ഒന്നാമത്തെ പരിപാടി ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് വർക്ക്. വർക്ക് എന്താണ് കണ്ടുപിടിച്ചതിനെ ഡിവൈഡ് ചെയ്ത് വെക്കുക. എന്തായിരിക്കും അവിടെ നടക്കുന്നത്? ഫൈനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റ് അല്ലെ, ഡിപ്പാർട്ട്മെന്റിലായിട്ട് തിരിക്കുന്ന പരിപാടിയാണ് എന്ത് ഈ പറയുന്ന ഐഡന്റിഫിക്കേഷൻ. അതാണ് എന്ത് സെക്കൻഡ് സ്റ്റെപ്പ് ആയിട്ട് പറയുന്നത്. എന്താ? ഡിപ്പാർട്ട്മെന്റേഷൻ അല്ലെ. ആദ്യം നമ്മൾ വർക്ക് കണ്ടുപിടിക്കുന്നു, ഡിവിഷൻ ചെയ്യുന്നു, അതിനെ ഓരോ ഡിപ്പാർട്ട്മെന്റ് മാറ്റുന്നു. ദെൻ നമ്മൾ എന്താ ചെയ്യുക? അവർക്ക് ഡ്യൂട്ടി പറഞ്ഞു കൊടുക്കും. ഓരോ എംപ്ലോയീസിന്റെ കഴിവനുസരിച്ച് എംപ്ലോയീസിന് ഡ്യൂട്ടി കൊടുക്കുന്നു. അടുത്ത സ്റ്റെപ്പ് എന്താണ്? അവരുടെ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്, അവരുടെ റിലേഷൻഷിപ്സ്, അതോറിറ്റി ആരാണ്, റെസ്പോൺസിബിലിറ്റി ആരാണെന്ന് കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊടുക്കുന്നു. ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ നോക്കിയേ, ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് വർക്ക് ഫസ്റ്റ് വരുന്നുണ്ട്, പിന്നെ ഡിപ്പാർട്ട്മെന്റ് ഫോം ചെയ്യുന്നുണ്ട്, ഡ്യൂട്ടി അസൈൻ ചെയ്യുന്നുണ്ട്, പിന്നെന്താണ് അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, റിപ്പോർട്ടിംഗ്, റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഓർഗനൈസിംഗിന്റെ സ്റ്റെപ്പ് ആയിട്ട് വരുന്നത്. ഇത് കൃത്യമായിട്ട് പഠിച്ചോ, എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിക്കണം. ക്ലിയർ ആണല്ലോ? അതുപോലെ ഡിപ്പാർട്ട്മെന്റലൈസേഷൻ എന്താണെന്നും ഞാൻ 2 മാർക്കിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതും കൂടി പ്രത്യേകിച്ച് നോക്കി വെച്ചേക്കാം. ഓക്കെ. ജോബിന്റെ നേച്ചർ അനുസരിച്ച് എന്ത് ചെയ്യുന്നു, ഓരോ ഗ്രൂപ്പുകളാക്കുന്ന പരിപാടിയാണ് ഡിപ്പാർട്ട്മെന്റൈസേഷൻ. ഓക്കെ ആണല്ലോ? ഇനി നമ്മുടെ ഈ പറഞ്ഞ ഓർഗനൈസിംഗിന്റെ ഇമ്പോർട്ടൻസ്, ഇതുകൊണ്ട് വല്ല ഗുണമുണ്ട് സാറേ? എന്താ ഗുണങ്ങളുണ്ടോ? ഡിവിഷൻ ഓഫ് വർക്ക് ലീഡ്സ് ടു സ്പെഷ്യലൈസേഷൻ. ഏതൊക്കത്തിലും പറയണോട്ടാ, ഡിവിഷൻ ഓഫ് വർക്ക് ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും? സ്പെഷ്യലൈസേഷൻ ഉണ്ടായിരിക്കും. സ്പെഷ്യലൈസേഷൻ കിട്ടുകയാണ് നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ട്. ഇനി അവിടെ എന്തുണ്ട്? അതോറിറ്റി, മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ്, ഒപ്റ്റിമം കിട്ടിയില്ലെങ്കിൽ ഓൾറെഡി പറഞ്ഞു വർക്ക് നമ്മുടെ എംപ്ലോയീസിന്റെ ടാലന്റ് അനുസരിച്ച് കൊടുക്കുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെറ്റീരിയൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാക്സിമം യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഡൈനാമിക് ആണ് അല്ലെ, അഡാപ്റ്റേഷൻ ടു ചേഞ്ച്, വരുന്ന മാറ്റങ്ങളെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് അടുത്തത് എഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ, നമ്മുടെ പരിപാടികളെല്ലാം കറക്റ്റ് ആയിട്ട് നടത്താൻ പറ്റും. റിപ്പോർട്ടിംഗ് ഒക്കെ പക്കയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. നെക്സ്റ്റ് അടുത്തത് ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണൽ അല്ലെ, ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റിനും ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഡെവലപ്മെന്റിലേക്കും വരുന്നുണ്ട്. ഓക്കെ മക്കളെ, അപ്പൊ നോക്കി 7 പോയിന്റില് ഒരു ഏകദേശം 4 ഇങ്ങനെ പഠിച്ചു വെച്ചിരിക്കുന്നുണ്ടാവും മക്കളെ. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് എഴുതാനുള്ള സാധനമേ ഉള്ളൂ അല്ലെ. ഫസ്റ്റ് സാധനം നിങ്ങൾ എന്തായാലും മറക്കില്ലല്ലോ, സ്പെഷ്യലൈസേഷൻ മറക്കൂല അല്ലെ. ഓരോ സ്റ്റെപ്പ് അനുസരിച്ച് നിങ്ങൾ ഓരോന്ന് കണക്ട് ചെയ്ത് വെക്കുക. സ്പെഷ്യലൈസേഷൻ, വർക്കിംഗ് റിലേഷൻഷിപ്പ്, അതുവഴി എംപ്ലോയീസിനെ യൂട്ടിലൈസ് ചെയ്യുന്നു, ചേഞ്ച് കൊണ്ടുവരുന്നു, അഡ്മിനിസ്ട്രേഷൻ പ്രോപ്പർ ആകുന്നു. അങ്ങനെ നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് പോകാം, നമുക്ക് കിട്ടും കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് അടുത്ത നോക്കാം. സ്പാൻ ഓഫ് മാനേജ്മെന്റ് അഥവാ സ്പാൻ ഓഫ് കൺട്രോൾ. 1 മാർക്കിനോ 2 മാർക്കിനൊക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉള്ള സാധനമാണ്. എന്താണ് ഇതിനകത്ത് പറയുന്നത്? അതായത് ഒരു എഫക്റ്റീവ് ആയിട്ട് ഒരു മാനേജർക്ക് എത്ര സബോർഡിനേറ്റേഴ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ട്. അതിനാണ് എന്ത് പറയാ? സ്പാൻ ഓഫ് മാനേജ്മെന്റ് അഥവാ സ്പാൻ ഓഫ് ഷുവർ ക്വസ്റ്റ്യൻസ് പറയുമോ? ഗൂഗിളിലല്ലേ അവന് പോകാൻ സാധിച്ചിട്ട് ക്വസ്റ്റ്യൻ കിട്ടി മുങ്ങണം. എസോടെ നേരത്തെ വന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ കിട്ടാൻ വേണ്ടിട്ട്. ഞങ്ങൾ ലാസ്റ്റ് പറയുമ്പോട്ടാ അവിടെ തല. നീ അവിടെ ഇരിക്കേ. ബിസിനസ് സ്റ്റഡീസിന്റെ നമ്മുടെ അല്ലെ +2 ലാസ്റ്റ് ക്ലാസ് ആണ്. നാളെ ആയിരിക്കും. ഓക്കെ. അപ്പൊ നോക്കാം മക്കളെ, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. സ്പാൻ ഓഫ് മാനേജ്മെന്റ് എന്താണെന്ന് പഠിച്ചു വെക്കുക. എഫക്റ്റീവ് ആയിട്ട് ഒരു സുപ്പീരിയർക്ക് അറ്റ് എ ടൈം എത്ര എംപ്ലോയീസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് സ്പാൻ ഓഫ് കൺട്രോൾ അഥവാ സ്പാൻ ഓഫ് മാനേജ്മെന്റ്. ഇനി ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ നമുക്ക് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാതെ. ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? 2 ടൈപ്പ് സ്ട്രക്ചർ ഉണ്ട്, ഫംഗ്ഷണൽ സ്ട്രക്ചറും ഡിവിഷണൽ സ്ട്രക്ചറും. ഓക്കെ. അപ്പൊ ഫംഗ്ഷനെ ബേസ് ചെയ്തുകൊണ്ട് മറ്റേത് പ്രൊഡക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെ. അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് 2 ടൈപ്പ് ഉള്ളൂ. ഇതൊക്കെയാണ് ഫോർമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഈ ഫോർമൽ ഓർഗനൈസേഷനിലെ 2 സ്ട്രക്ചർ ആണ് എന്ത്? ഫംഗ്ഷണലും ഡിവിഷണലും. മക്കളത് ക്ലിയർ ആണ്, കൈവശിക്കാൻ ചെയ്യും. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിക്കാട്ടോ. ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ സ്ട്രക്ചർ എഴുതി വെക്കരുത്. ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ 2 ഉള്ളൂ, ഫോർമലും ഇൻഫോർമലും. അതിലെ ഫോർമലിലെ സ്ട്രക്ചർ ആണ് ഈ പറഞ്ഞ 2 സ്ട്രക്ചർ. സെറ്റ് ആണ് മക്കളെ? ഓക്കെ അല്ലേ? അപ്പോൾ 2 സ്ട്രക്ചർ ഉണ്ട്, ഫംഗ്ഷണലും ഡിവിഷണലും. സ്പെസിഫിക് ആയിട്ട് തന്നെ പഠിച്ചേ പറ്റൂ. ഡയഗ്രാം വരയ്ക്കാൻ മസ്റ്റ് ആയിട്ട് പഠിക്കണം അല്ലേ സാറേ? ഓക്കെ. ഫസ്റ്റ് അപ്പൊ എന്താണ് ഫംഗ്ഷണൽ സ്ട്രക്ചർ? ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസ് ഓഫ് എങ്ങനെയാണ്? ഫംഗ്ഷൻസ്. ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് സെയിൽസ്, പർച്ചേസ്, ഫൈനാൻസ്, മാർക്കറ്റിംഗ് തുടങ്ങിയിട്ട് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് തിരിക്കുന്ന ആ 2ാമത്തെ പരിപാടിയാണ് എന്ത്? ഫംഗ്ഷണൽ സ്ട്രക്ചർ ക്ലാസിഫിക്കേഷൻ. എന്തൊക്കെയായിരിക്കും ഗുണങ്ങള്? ഒന്നെന്തുണ്ടായിരിക്കും? ഡിവിഷൻ ഓഫ് വർക്ക് അവിടെ നടക്കും അല്ലെ. പ്രൊമോട്ട്സ് ഡിവിഷൻ ഓഫ് വർക്ക്. അതുപോലെ ഈസി ആയിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ, അതുവഴി എഫിഷ്യൻസി കൂടും. ഏറ്റവും എളുപ്പമാണ് എന്ത്? ഓരോ എംപ്ലോയിക്ക് എഫക്റ്റീവ് ആയിട്ട് ട്രെയിൻ കൊടുക്കാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രൊഡക്ഷനിൽ നടക്കാൻ കൊടുത്താൽ മതി ട്രെയിനിങ്. അതുപോലെ ഫിനാൻസ് ആണെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ ഓരോ ഹെഡുകൾ ഉണ്ടാവും, സൂപ്പർവൈസേഴ്സ് ഉണ്ടാവും. അവർക്ക് ട്രെയിനിങ് കൊടുത്തോളും. അവരുടെ ഡ്യൂട്ടീസും സ്കിൽസും കൂട്ടാൻ പറ്റും. സ്പെസിഫിക് ഫംഗ്ഷൻസിനെ ഇംപ്രൂവ് ചെയ്യാനും നമുക്ക് സാധിക്കും. ക്ലിയർ അല്ലേ? അതിന്റെ ഡിസഡ്വാൻറ്റേജസും കൂടെ നോക്കാം. എന്താണ്? ഡിപ്പാർട്ട്മെന്റൽ ഫോഴ്സസ്
ഓവർറൈഡ്സ് ഓവർ ഓർഗനൈസേഷണൽ ഗോൾസ് ആ, അല്ലെ? organizational കമ്പനിയുടെ ഗോളല്ല, ഡിപ്പാർട്ട്മെന്റിന്റെ ഗോളിന് മുഖ്യം കൊടുക്കുന്നത് ആൾക്കാര്. ശരിയല്ലേ? എന്റെ ഡിപ്പാർട്ട്മെന്റ് ജയിക്കണം എന്നായിരിക്കും എന്റെ ഉദ്ദേശം ഉണ്ടാവുക. അപ്പൊ അതിന് ചിലപ്പോൾ ഫോക്കസ് പോകും. അതൊരു ഡിസഡ്വാൻറ്റേജ്. അടുത്ത എന്താ പറയുക, സ്ലോ ഡിസിഷൻ മേക്കിംഗ് ഇൻ ലാർജ് ഓർഗനൈസേഷൻ. അവിടെ ഫങ്ഷണൽ സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ അഭിപ്രായമൊക്കെ ചോദിച്ചിട്ട് പറയുന്നത് ശരി ഒരു മെനക്കേടായിരിക്കും. പ്രൊഡക്റ്റിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ പോകേണ്ടി വരും. അപ്പൊ ബുദ്ധിമുട്ടായിരിക്കും. അടുത്തെന്താ, ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ കോൺഫ്ലിക്ട്സ്. അടിയും ബഹളമായിരിക്കും. ഇപ്പൊ ഞാൻ ടീച്ചർ തന്നെ അടിയിടാറില്ല, സെയിം ഡിപ്പാർട്ട്മെന്റ് ആയിട്ട്. ഇങ്ങനെ കൊണ്ട് ഭയങ്കര ശല്യം എന്താണ് ഇന്റർ ഡിപ്പാർട്ട്മെന്റ് കോൺഫ്ലിക്ട് ഉണ്ടാവാനുള്ള ചാൻസ്. ക്ലിയർ ആണല്ലോ മക്കളെ? ഓക്കെ അല്ലേ? അപ്പൊ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അഡ്വാൻറ്റേജസ് അറ്റ്ലീസ്റ്റ് 2 പോയിന്റെങ്കിലും പഠിച്ചേ പറ്റത്തുള്ളൂ. ഒപ്പം ഡയഗ്രാം വരയ്ക്കാൻ മസ്റ്റ് ആയിട്ട് പഠിക്കാം. ഡയഗ്രാം വരയ്ക്കാൻ അറിയില്ലേ മക്കളെ? അറിയാവുന്ന കൈവശിക്കാണിച്ചേ. ഓക്കെ ആണല്ലോ? ഈ പറഞ്ഞ ഡയഗ്രത്തിൽ നിങ്ങൾക്ക് ഹെഡ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, ഫങ്ഷണൽ, ഡിവിഷണൽ. ഫങ്ഷന്റെ താഴെ ഡിപ്പാർട്ട്മെന്റ്സ് ഓരോന്ന് എഴുതുക. ഫംഗ്ഷൻ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് മേളിൽ വരുന്ന ആളായിട്ട് ടോപ്പ് ലെവലിൽ വരുന്ന ആരെ വേണമെങ്കിലും കൊടുക്കാം. ജനറൽ മാനേജറിന്റെ പേര് കൊടുക്കാം, അല്ലെങ്കിൽ സിഇഒന്റെ പേര് കൊടുക്കാം, അല്ലെങ്കിൽ MD കൊടുക്കാം. ടോപ്പ് ലെവലിൽ വരുന്ന 6 പേരുകൾക്ക് എന്ത് കൊടുക്കാം? മേളിൽ കൊടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഓരോ സ്ട്രക്ചറായി ഡിവൈഡ് ചെയ്യുക. പേരാണ് കൈവശിക്കാൻ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ മെറ്റീരിയൽ ടെക്സ്റ്റിലൊക്കെ കിടപ്പുണ്ട് ഓരോ ഡിപ്പാർട്ട്മെന്റ് ഡിവൈഡ് ചെയ്യുന്നതിന്റെ ഡയഗ്രാം. അത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോയാൽ മതി. സിമ്പിൾ ആയിട്ട് കാര്യം നടക്കും. ഓക്കെ, അടുത്തത് ഡിവിഷണൽ സ്ട്രക്ചർ നോക്കാം. ഡിവിഷണൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓൺ ദ ബേസിസ് ഓഫ് ഡിഫറെന്റ് പ്രൊഡക്ട്സിന്റെ പേരിൽ ഗ്രൂപ്പ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എന്താ പഠിച്ചത്? ഇന്ദുലേഖയുടെ ഒക്കെ കഥ പഠിച്ചത് ഓർമ്മയില്ലേ? സോപ്പിന്റെ ഇന്ദുലേഖയുടെ ഒക്കെ. ശരി, പിള്ളേർ മനസ്സിലാവേണ്ട. അതെ, അപ്പൊ അതിനകത്ത് ഓരോ പ്രൊഡക്റ്റിനും സ്പെഷ്യൽ ആയിട്ട് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യണം? ഓരോ ഡിപ്പാർട്ട്മെന്റ്സിനെ നമ്മൾ പിന്നെയും ഡിവൈഡ് ചെയ്യണം. അതാണ് എന്ത് പറയുന്നത്? ഡിവിഷണൽ സ്ട്രക്ചർ. അപ്പൊ ഓരോ പ്രൊഡക്റ്റിന്റെ അണ്ടറിലും എന്തൊക്കെ ഉണ്ടാവും? പിന്നെയും ഈ പറയുന്ന മാർക്കറ്റിംഗ്, ഫിനാൻസ്, സെയിൽസ്, പല ഡിവിഷൻസ് ഉണ്ടാകും. അപ്പൊ നോക്കിയേ, പ്രൊഡക്റ്റിന്റെ ബേസിൽ മൊത്തം ഓർഗനൈസേഷനെ ഡിവൈഡ് ചെയ്ത് വീണ്ടും മൾട്ടി ഫംഗ്ഷൻസ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഡിവിഷണൽ സ്ട്രക്ചർ ആണ്. മക്കളെ ക്ലിയർ ആണല്ലോ? അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് കുറച്ചും കൂടി കോംപ്ലക്സ് ആണ്. ഒരു പോയിന്റ് കിട്ടിയില്ലേ? ഡിസഡ്വാൻറ്റേജ് കിട്ടിയത് കുറച്ചും കൂടി കോംപ്ലക്സ് ആണ്. കോസ്റ്റ്ലി ആണ്, ഡ്യൂപ്ലിക്കേഷൻ വർക്ക് ഉണ്ട്, നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലാവും സ്ട്രക്ചർ കാണുമ്പോൾ തന്നെ. അപ്പൊ അത് ഓർത്ത് വെച്ചേക്കാം. ഡിപ്പാർട്ട്മെന്റിൽ പോകേണ്ട ആവശ്യമില്ല. അപ്പൊ ഡിസിഷൻസ് പെട്ടെന്ന് എടുക്കാം. നെക്സ്റ്റ്, ഏത് പ്രൊഡക്റ്റാ ഫെയിൽ ആയതും അടുത്തത് ഡെവലപ്സ് ഡിവിഷണൽ ഹെഡ്സ്. ഇനി ഡിവിഷണൽ ഹെഡിനാണെങ്കിൽ എന്താണ്? സ്കില്ല് കൂടും. നെക്സ്റ്റ്, ഇനി എയ്ഡ്സ് ടു എക്സ്പാൻഷൻ ആൻഡ് ഗ്രോത്ത്. അല്ലെ, ഇത് ബിസിനസ് വളരാനും ഒരുപാട് സഹായിക്കുന്നു. ഒരുപാട് പിന്നെ പ്രൊഡക്റ്റ് ഒക്കെ ആഡ് ചെയ്യേണ്ട ബുദ്ധിമുട്ടൊന്നുമില്ല. എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റും, സച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇന്റർ ഡിവിഷണൽ കോൺഫ്ലിക്ട്സ്. അല്ലെ, ഒരു പ്രൊഡക്റ്റിന്റെ അണ്ടറിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റും അപ്പുറത്തെ പ്രൊഡക്റ്റിനെ തമ്മിൽ ഒരുപാട് അടിമകളാണ്. അതുപോലെ തന്നെ ഇൻക്രീസ് കോസ്റ്റ് ആൻഡ് ഡ്യൂപ്ലിക്കേഷൻ. ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഓരോ പ്രൊഡക്റ്റിന് വേണ്ടി മൾട്ടി ഫംഗ്ഷൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും ആക്ടിവിറ്റീസ് നമ്മൾ ആവർത്തിക്കുകയാണ്. അപ്പൊ നമുക്ക് കോസ്റ്റും കൂടും, ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ആക്ടിവിറ്റീസും കൂടും. നെക്സ്റ്റ്, നോ ഐഡിയൽ ഫോർ സ്മോൾ ഓർഗനൈസേഷൻ. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഡിവിഷൻ സ്ട്രക്ചർ ഏതിനാണ്? വലിയ ഓർഗനൈസേഷനാണ് സ്യൂട്ടബിൾ, സ്മോൾ ഓർഗനൈസേഷൻ സ്യൂട്ടബിൾ അല്ല. അപ്പൊ ഫംഗ്ഷണൽ ആണെങ്കിലോ? യെസ്, ഫംഗ്ഷണൽ ആണെങ്കിൽ സ്മോൾ ഓർഗനൈസേഷൻ ആണ് സ്യൂട്ടബിൾ, വലുതിന് സ്യൂട്ടബിൾ അല്ല. മക്കളെ ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ ആണല്ലോ? പ്രൊഡക്റ്റ് ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ ആണ്, അതുപോലെ ഫംഗ്ഷൻ ആണെങ്കിൽ എന്താണ്? ഫംഗ്ഷണൽ സ്ട്രക്ചർ ആണ്. കൃത്യമായിട്ട് പഠിക്കുക. ഇനി അതിന്റെ ഡിഫറൻസ് നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, ഡിഫറൻസിലേക്ക് മൂവ് ചെയ്യുന്നത് സാറേ എന്തൊക്കെയാണ്? ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷന്റെ ഇതായിട്ട് പഠിക്കാം. അപ്പൊ ഒറ്റയടിക്ക് അങ്ങോട്ട് ആ സംഗതി രണ്ടും കഴിഞ്ഞു. എന്തൊക്കെയാണ്? ഫോർമൽ ഓർഗനൈസേഷനും ഉണ്ട്, ഇൻഫോർമൽ ഓർഗനൈസേഷനും ഉണ്ട്. അപ്പൊ അത് രണ്ട് നമ്മൾ വ്യത്യാസം പഠിക്കുമ്പോൾ കൈയോടെ ഇതും അങ്ങ് പഠിച്ചിട്ടു. ഫോർമൽ എന്ന് വെച്ചാൽ എന്താണ്? ഫോർമൽ എന്ന് പറയുമ്പോൾ ഡെലിബറേറ്റ്ലി ക്രിയേറ്റഡ് ബൈ ടോപ്പ് ലെവൽ മാനേജ്മെന്റ്. ഇതിന് വരുന്ന ചാൻസ് ഉണ്ട് മക്കളെ, കൃത്യമായിട്ട് പഠിച്ചോളൂ. കണ്ടിട്ടുണ്ട് ക്വസ്റ്റ്യൻ. ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണ് ഫോർമൽ ഓർഗനൈസേഷൻ. അല്ലെ, അവർക്ക് എന്തായാലും ഒരു ഓർഡർ ഉണ്ടാവും. ഇന്ന ആളാണ് മാനേജർ, അയാളുടെ ആള് ഇന്നടിയിലെ വർക്കേഴ്സ് വരുന്നുണ്ട്. അങ്ങനെ ഒരു കംപ്ലീറ്റ് ഓർഡർ അത് ഡെലിബറേറ്റ്ലി മനഃപൂർവ്വമായിട്ട് തന്നെ ചെയ്യുന്ന പരിപാടിയാണ് എന്ത് ഈ പറയുന്ന ഫോർമൽ. അവിടെ പിന്നെ എന്തുണ്ടായിരിക്കും? ഒരു പ്രിഡിക്റ്റമെന്റ് പർപ്പസ് ഉണ്ടായിരിക്കും. അതെ, കറക്റ്റ് ആയിട്ട് ഒരു ഗോളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇൻഫോർമൽ ആണെങ്കിലോ? ഇൻഫോർമൽ ആണെങ്കിൽ ഒന്നാമത് സ്പോണ്ടേനിയസ്ലി എറേസ്ഡ്. അതായത് ഫോർമൽ ഓർഗനൈസേഷനിൽ വരുന്ന എംപ്ലോയീസിന്റെ കമ്മ്യൂണിക്കേഷൻ മൂലമാണ് എന്താണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ സ്പോണ്ടേനിയസ്ലി അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി എമർജ് ചെയ്യുന്നത്. ഞാൻ ആദ്യം വന്നപ്പോ തന്നെ മിസ് ഭയങ്കര സാധനം വിചാരിച്ചിട്ടുണ്ട്. ഞാൻ കരുതി ഇങ്ങനെ ഭയങ്കര ജാതി, ഞാൻ മൈൻഡ് വൈപ്പാണെന്നുള്ള കാര്യം. ഓക്കെ, അപ്പൊ അതൊരു സംഭവം മക്കളെ. അപ്പൊ ഇതേപോലെ ഫോർമൽ ഓർഗനൈസേഷനിൽ എന്താണ് ഫ്രണ്ട്ലി ടോക്ക് കൂടി ഉണ്ടാകുക. ഇതേപോലെ ഇൻഫോർമൽ ഗ്രൂപ്പ്സുകൾ ഉണ്ടാവുന്നു. പർപ്പസും കാര്യങ്ങളൊന്നും പക്ഷെ ഇത് കുറച്ചും കൂടി ഫ്ലെക്സിബിൾ. നമുക്ക് അവിടെ നിയമങ്ങളൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഫ്രണ്ട്സ് അല്ല, അപ്പൊ വേറെ ഒന്നുമില്ല, ഫ്ലെക്സിബിൾ ആണ്. അടുത്തത് കമ്മ്യൂണിക്കേഷൻ ഈസ് അലൗഡ് ത്രൂ സ്കാലാർ ചെയിൻ. കേട്ടോ, ഫോർമൽ ഓർഗനൈസേഷൻ സ്കാലാർ ചെയിൻ ആണ്. ഓർത്ത് വെക്കുക, വൺ വേർഡ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇവിടെ എന്താണ്? ഇവിടെ സ്കാലാർ ചെയിനും പട്ട് നെറ്റ്വർക്ക് ഒന്നുമില്ല. എങ്ങനെ വേണമെങ്കിലും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അത് ലാസ്റ്റ് പറയുന്നത് മാനേജേഴ്സ് ആർ ടേക്കൻ ബേസ്ഡ് ഓൺ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഒരു മാനേജറിനെ ഫിക്സ് ചെയ്യണത്
അതിന്റെ അത് ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും മാനേജറിനെ ഫിക്സ് ചെയ്യുന്നത്. ഇപ്പുറത്താണെങ്കിലോ ഇവിടെ എന്താണ് നമ്മുടെ ടീം മെമ്പേഴ്സ് തന്നെ സെലക്ട് ചെയ്ത് മെമ്പേഴ്സ് മതി ഇതിന്റെ ഹെഡ്. അതന്നെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഈ ഒരു കാര്യം ശ്രദ്ധിക്കാം മക്കളെ. നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ കുറച്ചും കൂടി പോയിന്റ്സ് ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയുമ്പോൾ യൂണിറ്റ് ഓഫ് കമാൻഡ് ഉണ്ട്. ഇവിടെ യൂണിറ്റ് ഓഫ് കമാൻഡ് ഇല്ല. കാരണം എന്താണ്, ഇത് ജസ്റ്റ് പ്രിൻസിപ്പിൾ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ആണ്. ഞങ്ങളുടെ എല്ലാ ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഇവിടെ അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് ഉണ്ട്. ഇവിടെ എന്തില്ല, അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് ഇല്ല. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിന്റ്സ് കൂടുതൽ മാർക്ക് ഫാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ആണ്. ക്ലിയർ ആണല്ലോ. ഇവിടെ ഡിസിഷൻ മേക്കിംഗ് ഡിലേ എന്ന് പറയാം, അവിടെ ഫാസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയാം. അതുപോലെ നമുക്ക് ഇവിടെ ആണെങ്കിൽ എന്താണ്, നമുക്ക് റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ സീക്രസി കൂടുതലാണ്, ഇവിടെ സീക്രസി കുറവാണ്. അപ്പൊ അങ്ങനെ കളക്ട് ചെയ്ത് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന്റെ ഫീച്ചർ ആയിട്ടൊക്കെ ഈ പോയിന്റ്സ് എഴുതാൻ പറ്റും. ഡിഫറൻസ് മാത്രമല്ല, ഫീച്ചർ ആയിട്ടും ഈ പോയിന്റ്സ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ക്ലിയർ ആണ്. കൈവശിക്കാൻ ഫീച്ചർ അത് പഠിക്കേണ്ട ആവശ്യം ഇല്ല. അടുത്ത കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഗതിയാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. എന്തായാലും പഠിച്ചേ പറ്റും. മസ്റ്റ് ആയിട്ട് പഠിച്ചിട്ട് പോകാം. എന്താണ് ഡെലിഗേഷൻ? ഡെലിഗേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, വർക്ക് ചെയ്യാനുള്ള അധികാരം കൊടുക്കും, അതുപോലെ ലിമിറ്റും കൊടുക്കും. നമ്മൾ വർക്കും കൊടുക്കും, ആ ചെയ്യാനുള്ള ലിമിറ്റും കൊടുക്കുകയാണെങ്കിൽ എന്താണ്, അത് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയാണ്. അപ്പൊ എന്റെ അധികാരം ഞാൻ സാറിനോട് കൊടുത്ത് പറയാണ്, സാറേ ഇന്നത്തെ ബിസിനസ് സ്റ്റഡീസിന്റെ ക്ലാസ് ഇതേപോലെ തന്നെ എടുക്കണം എന്ന് പറയുന്നത് എന്താണ്, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയാണ്. വേറൊരു ഓപ്ഷൻ സാറിനില്ല, ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പൊ നോക്കാം, ഡെലിഗേഷൻ അതോറിറ്റി എന്ന് പറയുമ്പോൾ ഗ്രാൻഡിങ് അതോറിറ്റി ടു എന്താണ്, ഓപ്പറേറ്റ് വിത്തിൻ എ പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ്. പറഞ്ഞേക്കുന്ന ലിമിറ്റ് പോലെ തന്നെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള എന്താണ് അതോറിറ്റി എന്ന് പറയാ, ഡെലിഗേഷൻ അതോറിറ്റി എന്ന് പറയാ. 3 എലമെന്റ് ഉണ്ട്, മാറ്റി പറയരുത്. അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി. ശ്രദ്ധിക്കാൻ മക്കളെ, 3 എണ്ണവും എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാം. രാവിലെ നോക്കിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടില്ലേ എലമെന്റ്സ് ഓഫ് ഡെലിഗേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞത്. എന്താ അതോറിറ്റി എന്ന് പറയുന്നത്? എന്താ അതോറിറ്റി? അതോറിറ്റി എന്ന് വെച്ചാൽ റൈറ്റ് ടു ഗീവ് ഓർഡർ കൊടുക്കാൻ അധികാരം ഉണ്ടെങ്കിൽ എന്താണ്, അത് അതോറിറ്റിയാണ്. എന്താ റെസ്പോൺസിബിലിറ്റി? ഒബ്ലിഗേഷൻ ടു ഡു ദ ജോബ്. നമ്മൾ ചെയ്യാനുള്ള ഒബ്ലിഗേഷൻ ആണ് എന്ത്, റെസ്പോൺസിബിലിറ്റി പറയാം. എന്താ അക്കൗണ്ടബിലിറ്റി? ആൻസറബിൾ ഫോർ ദ ഫൈനൽ ഔട്ട്പുട്ട്. നമ്മൾ എന്താണോ ഫൈനൽ ആൻസറിന് പറയേണ്ട ആ ഒരു എന്താണ് അക്കൗണ്ടബിലിറ്റി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി, അതാണ് നീ പറഞ്ഞ ഞാൻ ചെയ്താണെന്ന് പറഞ്ഞ് ഏറ്റെടുക്കുക. അത്രേ ഉള്ളൂ. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കാം മക്കളെ, ഡെലിഗേഷൻ അതോറിറ്റി ഒരു കമ്പൽസറി ആക്ടിവിറ്റി ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കും, ഡെലിഗേഷൻ ഇമ്പോർട്ടന്റ് ആണോ, വേണം. അപ്പൊ എന്തെങ്കിലും എന്ന് പറയുന്നത് ഡെലിഗേഷൻ ഷുവർ ആയിട്ടും ഒരു ഓർഗനൈസേഷൻ നിർബന്ധമായിട്ടും വേണം. ക്ലിയർ അല്ലേ? ഇത് കമ്പൽസറി ആക്ടിവിറ്റി ആണ്. ആയിട്ട് എഴുതി വെക്കുക. അതിന് കുറച്ച് എന്താണ് ഈ ഗുണങ്ങളും കൂടി എന്ന് പറഞ്ഞ് പോയിന്റ് ചെയ്ത് വെക്കുക. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അപ്പൊ ഓർത്ത് വെക്കുക, ഡെലിഗേഷൻ എന്ന് പറയുന്നത് കമ്പൽസറി ആക്ടിവിറ്റി ആണ്. അതിന്റെ ഗുണങ്ങൾ പറഞ്ഞു സാർ എന്തൊക്കെയാണ്? യെസ്. അപ്പൊ എന്താണ്, എന്റെ വർക്കും കുറയും, സാറിന് കഴിവും കൂടും. കഴിവ് കൂടല്ലേ, സ്കില്ല് എംപ്ലോയി ഡെവലപ്മെന്റ്. ഞാൻ കാരണം ഒന്ന് ചെയ്ത് മറ്റൊന്ന് പറഞ്ഞ പോലെ സാറേ. ഞാൻ കാരണം വളരെ പറയാം. നെക്സ്റ്റ് അടുത്ത് മോട്ടിവേഷൻ ഓഫ് എംപ്ലോയി. അപ്പൊ എനിക്കൊരു മോട്ടിവേഷൻ ആവും, എനിക്ക് കഴിവുണ്ടല്ലോ, ടീച്ചറിനെ അംഗീകരിച്ചല്ലോ. ഫെസിലിറ്റേഷൻ ഓഫ് ഗ്രോത്ത്, വളർച്ചയ്ക്ക് തന്നെ ഹെൽപ്പ്. അത് കണ്ടില്ലേ, ഇപ്പൊ തന്നെ ഞാൻ ചെറുതായി സാറങ്ങനെ വളർന്നപ്പോ വളർന്നിരിക്കും. അടുത്തത് സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് നല്ല രീതിയിലുണ്ടാവും. ഇപ്പൊ ഞാനും ടീച്ചറും തമ്മില് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. അടുത്ത എന്താ പറയേണ്ടത്, ബെറ്റർ കോർഡിനേഷൻ. നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഡിസ്കസ് ചെയ്തിട്ട് വർക്കും കാര്യങ്ങളും ഡിവൈഡ് ചെയ്തെടുക്കാനും പറ്റും. ക്ലിയർ അല്ലേ? വർക്ക് ലോഡ് കുറയ്ക്കുന്നുണ്ട്, ഡെവലപ്മെന്റ് കൂട്ടുന്നുണ്ട്, മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, എന്റെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നല്ല റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, കോർഡിനേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അടുത്തത് സെൻട്രലൈസേഷൻ, അതേപോലെ തന്നെ ഡീസെൻട്രലൈസേഷൻ. രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അത് തന്നെ എഴുതി വെച്ചാലും ഒരു തെറ്റൂല കേട്ടോ. നിങ്ങൾ ആ പ്രിൻസിപ്പിളിൽ പഠിക്കുന്ന പോയിന്റ് എഴുതി വെച്ചാലും മതി. ഓക്കെ, നോക്കാം എന്താണ് കോൺസെൻട്രേഷൻ ഓഫ് അതോറിറ്റി അറ്റ് ദ ടോപ്പ് ലെവൽ, മറ്റേതാണെങ്കിലോ ഡെലിഗേഷൻ ഓഫ് അല്ലെങ്കിൽ ഡിസ്പോസൽ ഓഫ് അതോറിറ്റി ടു ദ ലോവർ ലെവൽ, ഡീസെൻട്രലൈസേഷൻ. ഓക്കെ, അതിന്റെ ഇമ്പോർട്ടൻസ് വേണം നിങ്ങൾക്ക് എന്ത് ചെയ്ത് വെക്കാം, ഡെലിഗേഷൻ ഇമ്പോർട്ടൻസ് എഴുതി വെക്കാം. ഒന്നാമത് പറയുകയാണെങ്കിൽ എന്താണ്, സബോർഡിനേറ്റേഴ്സിന്റെ കോൺഫിഡൻസ് കുറയും, അതുപോലെ മാനേജ്മെന്റിന്റെ വർക്ക് ലോഡ് കുറയും. എഴുതിക്കൂടെ? ഇനി നമുക്ക് ട്രെയിൻഡ് ആയ എംപ്ലോയിനെ കിട്ടും. കാരണം എംപ്ലോയി വർക്ക് ചെയ്ത് സ്കില്ല് കൂടും. ഇനി ഓൾറെഡി നമ്മൾ പറഞ്ഞു, ടോപ്പ് ലെവൽ മാനേജ്മെന്റിന് ഡിസിഷൻസ് ഒക്കെ എടുക്കുമ്പോൾ അവരുടെ ഓട്ടം കുറയും. ഇനി എന്താണ്, നമ്മുടെ ഓർഗനൈസേഷൻ മൊത്തം പ്രൊഡക്ടിവിറ്റി, എഫിഷ്യൻസി കൂടും. ക്ലിയർ ആണല്ലോ? നിങ്ങൾ അവിടെ പഠിച്ച പോയിന്റ് എവിടെ എഴുതിയാലും ഒരു തെറ്റൂല. ക്ലിയർ അല്ലേ? രണ്ടിന്റെയും ഏകദേശം മീനിങ് ഒന്നായതുകൊണ്ട് അങ്ങനെ തന്നെ എഴുതി വെക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഡെലിഗേഷനെക്കാട്ടും കുറച്ചും കൂടി വൈഡ് ഡീസെൻട്രലൈസേഷൻ ആണ്. ക്ലിയർ ആണോ? കാരണം എന്താണ്, ഇവിടെ ഫ്രീഡം ഉണ്ട്, അവിടെ ഫ്രീഡം ഇല്ല. സെറ്റാണ് കൈവശിക്കാൻ മക്കളെ ഒക്കെ ആണെങ്കിൽ. അപ്പൊ നിങ്ങൾ അതിന്റെ ഡിഫറൻസും കൂടി, ഡെലിഗേഷന്റെയും ഡീസെൻട്രലൈസേഷന്റെയും ഡിഫറൻസും കൂടി ഒന്ന് നോക്കി പോയിക്കോളൂ കേട്ടോ. സെറ്റ് ആണോ? ഓക്കെ അല്ലേ? ഡിഫറൻസ് നമ്മുടെ മെറ്റീരിയൽ ഉണ്ട്, നമ്മൾ നോക്കി പോകാം. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് അടുത്തത് നമ്മുടെ ഈ ചാപ്റ്റർ അങ്ങ് തീർന്നു. ഇനി അടുത്തത് നമുക്ക് നാലാമത്തെ. യെസ്, ഓക്കെ. ഈ ചാപ്റ്ററിൽ എന്ത് പഠിക്കാനുണ്ടെന്ന് ഇംപ്രൂവ്മെന്റ്. ഓക്കെ, അഫ്രീൻ. ഓക്കെ,
യെസ് ഓക്കെ. ലാസ്റ്റ് അഡ്രസ് പഠിക്കാനാണ് അഫ്രീൻ പറയുന്നത്. ഓക്കെ അഫ്രീനെ അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് ഒന്ന് കണ്ടോളൂ കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിന്റെ കാര്യങ്ങളിൽ ലാസ്റ്റ് അഡ്രസ് കൂടുതലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? കഴിയുന്ന സമയത്ത് നമുക്ക് ടൈം ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഓടിച്ച് പറഞ്ഞു തരാം. ഇനി ടൈം ഇല്ലെങ്കിൽ അഫ്രീൻ എന്തായാലും രാത്രി ഉറങ്ങാതൊന്നും ഇരിക്കരുത്. ഒരുവിധമൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും. ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അഫ്രീനൊക്കെ ഞങ്ങൾക്ക് നല്ല 100% വിശ്വാസം. അഫ്രീൻ ടെൻഷനായി വേണ്ടായിരുന്നു. ഓക്കെ അടുത്ത പ്ലാനിംഗ് ആണ്. ഇതും ഒരു ചെറിയ ചാപ്റ്റർ ആണ്. നമ്മുടെ അക്സനെ കൃഷ്ണപ്രിയ ഞാൻ ഇപ്പോഴാണ് കണ്ടത്. അക്സൻ കുഴപ്പമൊന്നുമില്ല, സേഫ് അല്ലേ? കൃഷ്ണപ്രിയ ഉണ്ട് സാറേ? കൃഷ്ണപ്രിയയുടെ അവിടെ കുറച്ച് പ്രശ്നം രാവിലെ ചോദിക്കാൻ പറ്റില്ല, അൺമ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അക്സനെ കൃഷ്ണപ്രിയയുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ വിജി സാറിനോട് ചോദിക്കുന്നുണ്ട്. സാറ് ഞങ്ങളോട് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് പ്രത്യേകിച്ച് ചോദിക്കാത്തത്. ഒക്കെയുള്ള സേഫ് ആണല്ലോ. അപ്പൊ സ്ഥലമൊക്കെ മാറിയെന്ന് കേട്ടു. കൃഷ്ണപ്രിയ ഷിഫ്റ്റ് ആയെന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞു. സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ എന്തായാലും ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്നത് സേഫ് ആയിട്ടിരിക്കാം. ഓക്കെ യെസ് ഓക്കെ. അപ്പൊ നമുക്ക് ഇനി അടുത്ത പോർഷനിലേക്ക് പോകാൻ സാറേ. നെക്സ്റ്റ് ചാപ്റ്റർ 4 പ്ലാനിങ്. പ്ലാനിങ് നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട ചാപ്റ്റർ ആണ്. കാരണം ഇതിൽ ഒരുപാട് ഹിഡൻ ക്വസ്റ്റ്യൻസ് ചോദിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. പ്ലാനിങ്ങിൽ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാൻ പറ്റിയ ടൈപ്പുകളുണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് പ്ലാനിങ്ങിന്റെ ഡെഫിനിഷൻ എന്തായാലും പഠിച്ചു വെക്കുക. ഡെഫിനിഷൻ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ബ്രിഡ്ജ് ഗ്യാപ്പ് ബിറ്റ്വീൻ വെയർ വി ആർ വെയർ വി വാണ്ട് ടു ഗോ. അത് വെച്ച് ഞാൻ 1 വേർഡ് കണ്ടിട്ടുണ്ട്. നമ്മളിപ്പോ എവിടെയാണ് നമുക്ക് എവിടേക്കാണ്ട് പോകുന്നത് അല്ലെ? പ്ലാനിങ് ആണ്. അതുപോലെ തന്നെ വാട്ട് ഈസ് ടു ബി ഡൺ, വെൻ ഇറ്റ് ഈസ് ടു ബി ഡൺ, ആ ഡെഫിനിഷൻ വെച്ചിട്ട് 1 വേർഡ് ഞാൻ കണ്ടിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പൊ പ്ലാനിങ്ങിന്റെ ഡെഫിനിഷൻസ് വൃത്തിയായിട്ട് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഈ ഡെഫിനിഷൻ കാണുമ്പോൾ ഇത് പ്ലാനിങ് ആണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റണം. ഓക്കെ ആണല്ലോ? ഡെഫിനിഷൻ പഠിക്കാൻ പറ്റണില്ല എന്ന് സങ്കടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആര് ചെയ്യണം എന്ത് ചെയ്യണം തീരുമാനിക്കുകയാണെങ്കിൽ അത് പ്ലാനിങ് ആണ്. ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്, അത്രയും മതി. അതാണ് കറക്റ്റ് ആൻസർ. ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് ആണ് എന്ത്? പ്ലാനിങ്. ക്ലിയർ ആണല്ലോ മക്കളെ? ഓക്കെ അല്ലേ? ഓക്കെ നെക്സ്റ്റ് ഇനി പ്ലാനിങ്ങിൽ വരുന്ന ഇമ്പോർട്ടൻസ് എന്തുണ്ടാവും സാറേ? ഫസ്റ്റ് ഡയറക്ഷൻ ഉണ്ടാവും. ഒരു വഴി പറഞ്ഞു കൊടുക്കുന്ന പരിപാടിയാണ്. റിസ്ക് ഓഫ് അൺസർട്ടനിറ്റി കുറയ്ക്കുന്ന പരിപാടിയാണ് എന്ത് പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഭാവിയിൽ എന്താ വേണ്ടതെന്നുള്ളത് നമുക്ക് ഒരു പ്രീ പ്ലാൻ ഉണ്ട്. പിന്നെ എന്താ പറയുക, വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റീസ് അതുകൊണ്ട് തന്നെ കുറയും. അതേപോലെ ഇന്നോവേറ്റീവ് ഐഡിയാസ് വരും. അതേപോലെ ഡിസിഷൻ പെട്ടെന്ന് എടുക്കാൻ പറ്റും. ഇനി ഫീച്ചർ പറയുകയാണെങ്കിൽ പറഞ്ഞ പോയിന്റ് ഗോൾ ഓറിയന്റഡ് ആണ്. പ്രൈമറി ഫംഗ്ഷൻ ആണ് ഫസ്റ്റ് അത് 1 വേർഡ് ചോദിക്കാൻ ചാൻസ് ഉള്ള സാധനമാണ്. പ്ലാനിംഗ് ആണ് ആദ്യം ചെയ്ത പരിപാടി. അത് എന്താ പെർവസീവ് ആണ്, കണ്ടിന്യൂസ് ആണ്. പറയണ്ടല്ലോ, ഫ്യൂച്ചറിസ്റ്റിക് ആണ്, ഭാവിയെ വെച്ചിട്ടുള്ളതാണ് എന്ത് പ്ലാനിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഡിസിഷൻ മേക്കിംഗ്, ഒരു തീരുമാനം എടുക്കലാണ്. മുന്നേ കുട്ടി തീരുമാനം എടുക്കുന്നതിനാണ് എന്ത് പറയുന്നത് പ്ലാനിംഗ്. അതേപോലെ തന്നെ ഒരു മെന്റൽ പ്രോസസ്. അതിന്റെ കാരണം ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഇല്ല. ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കുക. അതുകൊണ്ട് എന്താണ് ഇതൊരു മെന്റൽ പ്രോസസ് ആണെന്ന് കൂടി പഠിച്ചു വെക്കാം. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഫീച്ചർ എന്തായാലും പഠിക്കുന്ന മക്കൾ 4 പോയിന്റ് അറ്റ്ലീസ്റ്റ് ഓൾറെഡി 3 കിട്ടും. ഗോൾ ഓറിയന്റഡ്, പെർവാസീവ്, കണ്ടിന്യൂസ്. അതിന്റെ കൂടെ നിങ്ങൾ പ്രൈമറി ഫംഗ്ഷനും കൂടി ഒന്ന് ആഡ് ചെയ്ത് പഠിക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ചെയ്തു വെക്കാം. ക്ലിയർ ആണോ? അങ്ങനെ ചെയ്തില്ല മക്കളെ? ചെയ്യുന്ന കാണിച്ചേ ചെയ്യും. സോറി ചാപ്റ്ററിൽ എത്ര മാർക്ക്? പ്ലാനിംഗ് ഒക്കെ ഒരു 8 മാർക്കിന് മേലെ ചോദിക്കാറുണ്ട്. 8 മാർക്കിന് മേലെ പ്ലാനിംഗ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. എസ് ചോദിച്ച് കാണാറുണ്ട് മക്കളെ. പ്ലാനിങ്ങിന്റെ സ്റ്റെപ്സ് ഒക്കെ എസ് വന്ന് കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് എസ് പഠിച്ചോളൂ സ്റ്റെപ്സ്. ഓക്കെ നെക്സ്റ്റ് ലിമിറ്റേഷൻസ് നോക്കാം അല്ലെ? അതെന്തായിരിക്കും? പ്ലാനിംഗ് റിജിഡ് ആക്കും. നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത പോലെ ചെയ്യാൻ പറ്റുള്ളൂ. വേറെ പറ്റില്ല. ലോങ് ടേം പ്ലാൻസ് ആർ ഇൻസിഗ്നിഫിക്കന്റ്. കാരണം എന്താ? ബിസിനസ് എൻവയോൺമെന്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊരു ചോദ്യമായിട്ട് വേണമെങ്കിൽ വരാം. എന്തുകൊണ്ടാണ് ലോങ് ടേം പ്ലാൻസ് ഇൻസിഗ്നിഫിക്കന്റ് എന്ന് പറയുന്നത്? ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പൊ നിങ്ങൾ എന്ത് എഴുതണം? ബിക്കോസ് ഓഫ് ദ ചേഞ്ചിങ് ബിസിനസ് എൻവയോൺമെന്റ് പ്ലാൻസ് മേ ബിക്കം ഒബ്സൊലേറ്റ് അഥവാ ഇൻസിഗ്നിഫിക്കന്റ് എന്ന് പറയാം അല്ലെ? അടുത്തെന്താ പറയുക? റെഡ്യൂസസ് ക്രിയേറ്റിവിറ്റി. ക്രിയേറ്റിവിറ്റി കുറയാൻ ചാൻസ് ഉണ്ട്. കോസ്റ്റ് പ്ലാനും ചെലവുണ്ട പരിപാടിയാ അല്ലെ? മുന്നേ കൂട്ടി കാലുകൂടി വിളിക്കണ്ടേ, കാര്യങ്ങൾ അനലൈസ് ചെയ്യണ്ടേ, കുറെ ത്രെഡ്സ് ഒക്കെ നോക്കണ്ടേ. പ്ലാൻ എന്ന് പറയുന്നത് കുറച്ച് കോസ്റ്റ്ലി ആണ്. അതോടൊപ്പം എന്താണ് സാറേ? ടൈം കൺസ്യൂമിംഗ് ആയിരിക്കും. ഇനി പ്ലാൻ ചെയ്തു നമുക്ക് എന്തുണ്ടാകാൻ ചാൻസ് ഇല്ല, നിർബന്ധമൊന്നും. അതിന്റെ റീസൺ എന്താ? ഈ പറഞ്ഞ ചേഞ്ചിങ് എൻവയോൺമെന്റ് ആണ്, ഫ്യൂച്ചർ അൺസർട്ടൈൻ ആണ്. ഓക്കെ, അങ്ങനെയൊക്കെ ചോദ്യം വരികയാണെങ്കിൽ നിങ്ങൾ എഴുതാൻ കേപ്പബിൾ ആയിരിക്കണം. ക്ലിയർ അല്ലേ? ലിമിറ്റേഷൻസ്. അടുത്തത് പ്ലാനിങ്ങിന്റെ പ്രോസസ് ഇച്ചിരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഗതിയാണ്. നന്നായിട്ട് പഠിച്ചു വെക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം, സ്റ്റെപ്പുകൾ എഴുതുമ്പോൾ സ്റ്റെപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ മാർക്ക് കിട്ടില്ല കേട്ടോ മക്കളെ. ഞാൻ നേരത്തെ വന്നേക്കാം. അപ്പുറത്തേക്കും ചെല്ലരുത്. കൃത്യമായിട്ട് സ്റ്റെപ്പ് കയറി ചാടിപ്പോതിക്കരുത് കേട്ടല്ലോ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യാം. സ്പെസിഫിക് ആൻഡ് ക്ലിയർ ആയിട്ട് സെറ്റ് ചെയ്യാം. പ്ലാനിങ്ങിന്റെ ഒബ്ജക്റ്റീവ് എങ്ങനെയായിരിക്കും? സ്പെസിഫിക് ആയിരിക്കും, ക്ലിയർ ആയിരിക്കും. നമുക്കൊരു കൃത്യമായിട്ട് 1-2 ഒബ്ജക്റ്റീവ് മതി. ഒരുപാടൊന്നും വലിച്ചു വരെ വെക്കണ്ട. അപ്പൊ ഒബ്ജക്റ്റീവ് വെച്ചു, അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഡെവലപ്പിംഗ് പ്ലാനിംഗ് പ്രിമൈസസ്.
ടെക്നിക്കൽ ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു മിട്ടാക്കിയതിന് സാറേ. ഓക്കെ, അപ്പൊ സെറ്റിംഗ് ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ സാറേ അതെ, നമുക്ക് കൃത്യമായിട്ടും ക്ലിയർ ആയിട്ടുമുള്ള 2 ഒബ്ജക്റ്റീവ്സ് 2 3 ഒബ്ജക്റ്റീവ്സ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ നമുക്ക് പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യാൻ. അടുത്തതാണ് ഡെവലപ്പിംഗ് പ്രീമിസസ്. ഇത് മാത്രം 2 മാർക്ക് ചോദിക്കും. വാട്ട് ഈസ് പ്ലാനിങ് പ്രീമിസസ് ചോദിക്കാൻ ചാൻസ്. അപ്പൊ എന്താ ഡെവലപ്പിംഗ് പ്രീമിസസ്? നമ്മളോട് പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് പല പല ഊഹങ്ങൾ ഉണ്ടാകും അല്ലെ. അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് വരുന്ന ഫ്യൂച്ചറിലെ അസംഷനെയാണ് എന്ത് പറയാ, പ്ലാനിങ് പ്രീമിസസ് എന്ന് പറയാ. നമ്മൾ മനക്കോട്ട കിട്ടുക. ഞാൻ അതിനെ പറഞ്ഞിട്ടില്ലേ, നമ്മളിങ്ങനെ ആലോചിച്ച് വെക്കാം, എനിക്ക് എങ്ങനെ വന്നു, ഇവിടെ ഈ ഡിപ്പാർട്ട്മെന്റ് വന്നു, അങ്ങനെ ഒന്നും ഇങ്ങനെ സെറ്റ് ആയിട്ട് ആലോചിച്ചു. അതന്നെ, അപ്പൊ അത്രേ ഉള്ളൂ. ഡെവലപ്പിംഗ് അസംഷൻസ് അബൌട്ട് ദ ഫ്യൂച്ചർ ആണെങ്കിൽ അത് പ്ലാനിങ് പ്രീമിസസ് ആണെന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ആണ് എന്ത്, ആ പ്രിമൈസസിനെ സത്യത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് വേണം, ഓൾട്ടർനേറ്റീവ്സ് ഒക്കെ നമ്മൾ കണ്ടുവച്ച് വെക്കണം. അത് നടപ്പിലാക്കാൻ എന്തൊക്കെ നമുക്ക് അവൈലബിൾ ആണ്, എന്തൊക്കെ പ്ലാൻസ് നമുക്ക് ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മള് ഒരു ഗോൾ അച്ചീവ് ചെയ്യാനുള്ള പല പല പ്ലാൻസ് നമ്മൾ കണ്ടുപിടിച്ച് ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്ത് വെക്കാം. അതാണ് ആ ഓൾട്ടർനേറ്റീവ്സിനെ നമുക്ക് ഇവാലുവേറ്റ് നോക്കണം, ഏതാണ് ലാഭകരമെന്ന് നമുക്ക് കണ്ടുപിടിക്കണ്ടേ, ഏതാണ് കൂടുതൽ ബെനിഫിറ്റ് എന്ന് നോക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, കിട്ടിയ ഓൾട്ടർനേറ്റീവ്, കിട്ടിയ പ്ലാൻ നമ്മൾ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണ് കുറച്ചും കൂടി എന്താണ് മിനിമം എഫക്ട്, മിനിമം കോസ്റ്റില് മാക്സിമം എന്താണ് ബെനിഫിറ്റ് വരുന്ന പ്ലാൻ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നല്ലതെന്ന് പറയുമ്പോൾ മിനിമം കോസ്റ്റ് മാക്സിമം ബെനിഫിറ്റ് ഉള്ള പ്ലാൻ സെലക്ട് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യാം, ഇംപ്ലിമെന്റ് ചെയ്യുക. അതായത് പുട്ടിംഗ് പ്ലാനിങ് ടു ആക്ഷൻ ആണ് ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഫോളോ അപ്പ് ആൻഡ് ആക്ഷൻ. നമ്മളെല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് പോകാം. അപ്പൊ നോക്കാം, പ്ലാനിങ്ങിന്റെ സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡീറ്റെയിൽ പറഞ്ഞേക്കുന്നത്. കൃത്യമായിട്ട് പഠിച്ചു പോകാം. സെറ്റ് ആണല്ലോ മക്കളെ? ഒബ്ജക്റ്റീവ് വെച്ചു, നമ്മൾ കണ്ടുപിടിച്ചു, ഇവാലുവേറ്റ് ചെയ്തു, സെലക്ട് ചെയ്തു, ഇംപ്ലിമെന്റ് ചെയ്തു, ഫോളോ അപ്പ് എടുത്തു. ഓക്കെ അല്ലേ? ഇനി ടൈപ്സ് ഓഫ് പ്ലാൻസ് അടുത്ത പോർഷൻ. നന്നായി ശ്രദ്ധിച്ചു പഠിക്കുക. ടൈപ്സ് ഓഫ് പ്ലാൻസ് ഇതിന്റെ മറ്റേ ഡയഗ്രാം ഒക്കെ വരയ്ക്കാൻ പാകത്തിന് ഓർത്ത് വെക്കുകയാണെങ്കിൽ നല്ല കാര്യം. ഒരു ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ പറ്റുമെങ്കിൽ. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് പ്ലാൻസിൽ വരുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ എടുത്ത് പഠിക്കണം. കാരണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന് കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. നോക്കാം, ടൈപ്സ് ഓഫ് പ്ലാൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ആയിട്ട് സിംഗിൾ പ്ലാൻ ഉണ്ട്, സ്റ്റാൻഡിംഗ് പ്ലാൻ. സിംഗിൾ പ്ലാൻ എന്ന് പറയുന്നത് സിംഗിൾ പ്ലാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ തവണ ഉപയോഗിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞാൽ അതിന്റെ കാര്യമൊന്നും റിലവന്റ് ആവില്ല. ഒരു കല്യാണം നടത്തണം അല്ലെ, ഒരു തവണ കെട്ടിച്ചാൽ പോരെ, 2 പ്രാവശ്യം കെട്ടിക്കണം, ഒരു വേള വേണ്ട. അവര് ബർത്ത്ഡേ ഫംഗ്ഷൻ നടത്തണം, ഇന്നും നടത്തി നാളെ നടത്തി മാക്സിമം, ഈ മറ്റന്നാളും നടത്താൻ പറ്റും. അപ്പൊ നോക്കാം, ഒരൊറ്റ പ്രാവശ്യം ചെയ്യുന്ന ആക്ടിവിറ്റി നമുക്ക് എന്ന് പറയാൻ പറ്റും, അത് സിംഗിൾ പ്ലാൻ എന്ന് പറയാൻ പറ്റും. എന്തൊക്കെ സിംഗിൾ പ്ലാൻസ്? ബഡ്ജറ്റ്, സ്ട്രാറ്റജി, അതുപോലെ എന്താണ് പ്രോഗ്രാം, ഇതൊക്കെ എന്താണ് സിംഗിൾ പ്ലാൻ ആണ്. എന്താ ബഡ്ജറ്റ് മക്കളെ? ഈ ഓരോ പ്ലാനും നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് പഠിച്ചു വെക്കുക. കാരണം ഇത് മാച്ച് ഫോളോയിങ്ങും അതുപോലെ തന്നെ വൺ വേഡ് ഒക്കെ ചോദിക്കും. ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, എക്സ്പെക്ടഡ് റിസൾട്ട് ഇൻ ന്യൂമറിക്കൽ ഡാറ്റ അല്ലെ. നമ്മൾ ന്യൂമറിക്കൽ ഡാറ്റയിൽ എക്സ്പ്രസ് ചെയ്യുന്ന എക്സ്പെക്ടഡ് റിസൾട്ടിനെയാണ് എന്ത് പറയാ, ബഡ്ജറ്റ് എന്ന് പറയാം. നമ്മുടെ ഇന്ത്യയുടെ ബഡ്ജറ്റ്, നമ്മുടെ ഫാമിലിയുടെ ഒരു 1 മന്തിന്റെ ബഡ്ജറ്റ്, വീക്കിലി ബഡ്ജറ്റ്സ്, ഒരു ട്രിപ്പിന്റെ ബഡ്ജറ്റ്, ഇതെല്ലാം എന്താ അത് കഴിഞ്ഞാൽ തീർന്നു. ഓക്കെ, നെക്സ്റ്റ് അടുത്ത എന്താണ്, സ്ട്രാറ്റജി. ഒരു പ്രത്യേക തന്ത്രം. അതന്നെ, ഒരു കോംപ്രഹെൻസീവ് ആയ ടെക്നിക്കൽ കോംപ്രഹെൻസീവ് പ്ലാൻ എന്നൊക്കെ പറയും. നമുക്കൊരു കാര്യം അച്ചീവ് ചെയ്യാനുള്ള സമഗ്രമായ പദ്ധതി അല്ലെ. നമുക്ക് അതിലപ്പുറം വേറെ ഒന്നും ചെയ്യാനില്ല. അതാണ് എന്ത് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ആ സ്ട്രാറ്റജി കഴിഞ്ഞു അല്ലെ. നെക്സ്റ്റ് അടുത്ത എന്താണ്, പ്രോഗ്രാംസ്. അവാർഡ് നൈറ്റ് ആയിക്കോട്ടെ, ഒരു ഇവന്റ് ആയിക്കോട്ടെ, അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രോഗ്രാം കഴിഞ്ഞു അല്ലെ. പ്രോഗ്രാം ശ്രദ്ധിക്കുക, ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെന്റിനാണ് എന്ത് പറയാ, പ്രോഗ്രാം. നമ്മൾ പ്രോഗ്രാം എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആണല്ലേ. അപ്പൊ ഡീറ്റെയിൽഡ് ആയ സ്റ്റേറ്റ്മെന്റിന് അല്ലെങ്കിൽ എന്താണ്, all activities which is necessary for achieving given objective. ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനുള്ള എല്ലാ ആക്ടിവിറ്റിനെയോ അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെന്റിനെയോ എന്ത് പറയാ, പ്രോഗ്രാം എന്ന് പറയാ. ഇത് വൺ വേർഡ് ചോദിച്ച് ഞാൻ കണ്ടിട്ട് പറഞ്ഞിട്ട് അപ്പൊ കൃത്യമായിട്ട് പഠിക്കുക. ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് പ്രോഗ്രാം ആണ്. സെറ്റ് ആണെങ്കിൽ കൈവിച്ച് കാണിച്ച് ഓക്കെ ആണെങ്കിൽ ഓക്കെ അല്ലേ. നെക്സ്റ്റ് അടുത്തത് സ്റ്റാൻഡിംഗ് പ്ലാൻ ആണ്. സ്റ്റാൻഡിംഗ് പ്ലാൻ എന്താ സ്റ്റാൻഡിംഗ് പ്ലാൻ? കുറെ കാലത്തേക്ക് നിൽക്കുന്ന പ്ലാൻ ആണ്. അത് പെട്ടെന്ന് നമ്മൾ അങ്ങനെ എടുത്ത് മാറ്റില്ല, റിപ്പീറ്റീവ് ആയിരിക്കും. റിപ്പീറ്റ് ആയിട്ട് വരുന്ന പ്ലാൻസ് ആണ് എന്ത് സ്റ്റാൻഡിംഗ് പ്ലാൻ പറയാം. ബെസ്റ്റ് എക്സാമ്പിൾ ആണ് എന്ത് ഒബ്ജക്റ്റീവ്. ഒരു ബിസിനസ് നിങ്ങൾ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരു ലക്ഷ്യം ഉണ്ടാവും. ആ ലക്ഷ്യം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്നുള്ള ബിസിനസിന്റെ പ്രോഫിറ്റ് കൂട്ടണം, 20% കൂട്ടണം, അല്ലെങ്കിൽ കോസ്റ്റ് കുറക്കണം. ഇതൊക്കെ ഒബ്ജക്റ്റീവ് ആണ്. അങ്ങനെ എക്സാം ചോദിക്കണ്ട. നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്ത് റിസൾട്ടിനെയാണ് എന്ത് പറയാ, ഒബ്ജക്റ്റീവ് എന്ന് പറയാം. ഒബ്ജക്റ്റീവ് കാണുമ്പോൾ നിങ്ങൾക്ക് എക്സാമ്പിൾ കണ്ടാൽ ഇത് ഒബ്ജക്റ്റീവ് ആണ് തിരിച്ചറിയാൻ പറ്റണം. ക്ലിയർ ആണോ മക്കളെ? അപ്പൊ എന്തൊക്കെ ഒബ്ജക്റ്റീവ് ആയിട്ട് വരാം, ഓർഗനൈസേഷന്റെ പ്രോഫിറ്റ് കൂട്ടുക, ഓർഗനൈസേഷന്റെ കോസ്റ്റ് കുറയ്ക്കുക, ഇതൊക്കെ പറയുന്നത് ഒബ്ജക്റ്റീവ് ആണ്. സെറ്റാണ് കൈവിച്ച് കാണിച്ചേ ഓക്കെ ആണെങ്കിൽ. ഇനി അടുത്തതാണ് പോളിസി. എന്തിനാ പോളിസി അഡോപ്റ്റ് ചെയ്യുക സാറേ? എന്തിനായിരിക്കും പോളിസി വെക്കുന്നത്? ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. പോളിസി എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ അതിന്റെ സാധാരണ ഇതിൽ ഞങ്ങൾ ഇങ്ങനെയാ പരിപാടികൾ നടത്താറ്. അപ്പൊ പോളിസി എന്ന് പറയുമ്പോൾ ഡിസിഷൻ എടുക്കാനുള്ള ഒരു ഗൈഡ് ലൈൻസിനെയാണ് എന്ത് പറയാ, പോളിസി എന്ന് പറയാം. അതിന് എക്സാമ്പിൾ ആയിട്ട് ഒരു കോളേജില് ഇത്ര പെർസെന്റേജ് മാർക്കുള്ള സ്റ്റുഡൻസിനെ എടുക്കാറുള്ളൂ അല്ലെ. ആ എക്സാമ്പിൾ തന്നെ ഓർത്ത് വെച്ചാൽ മതി. ബികോമിന് അഡ്മിഷന് 65% കുറവുള്ള ആൾക്കാരെ എടുക്കുന്ന പ്രശ്നമില്ല. അപ്പൊ നിങ്ങളോട് പറയണം, നിങ്ങൾ എന്ത് ചെയ്യും,
അപ്പൊ മര്യാദയ്ക്ക് പഠിച്ചോ കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കുക, പോളിസി എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് ജനറൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാൻ പറ്റും, ബ്രോഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ജനറൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാൻ പറ്റും, ബ്രോഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. മക്കൾ സെറ്റ് ആണോ? ക്ലിയർ ആയില്ലത്? ഓക്കെ അല്ലേ? എന്താ പോളിസി? ബ്രോഡ് സ്റ്റേറ്റ്മെന്റ് ആണ്, ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്, ഡിസിഷൻ മേക്കിങ്ങിന് ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. സെറ്റ് ആണല്ലോ? ഓക്കെ അല്ലേ? അടുത്തതാണ് പ്രൊസീജിയർ. പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, അതിൽ കുറെ പ്രോസസ് ഉണ്ടായിരിക്കും, കുറച്ചധികം സ്റ്റെപ്പ് ഉണ്ടായിരിക്കും, കുറച്ചധികം ഓർഡർ ഉണ്ടായിരിക്കും. ക്ലിയർ ആയില്ലേ? അപ്പൊ ഈ ഒരു മീനിങ് വരുന്ന എല്ലാത്തിനും ഉദ്ദേശിക്കുന്നത് പ്രൊസീജിയർ ആണ്. അപ്പൊ നോക്കാം, സീക്വൻസ് ഓഫ് സ്റ്റെപ്പ്, ക്രോണോളജിക്കൽ ഓർഡർ, അല്ലെങ്കിൽ പ്രോസസ്സ്, അല്ലെങ്കിൽ എന്താണ് സെലക്ഷൻ, നമ്പർ ഓഫ് സീരീസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ എന്താണ്, അത് പ്രൊസീജിയർ ആണ്. ക്ലിയർ ആണ്? കൈവശി കാണിച്ചപ്പോ ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട് എന്ന് മീനിങ് അതെന്താണ്, അത് പ്രൊസീജിയർ ആണ്. ഓർത്ത് വെക്കണം മക്കളെ, ക്രോണോളജിക്കൽ സ്റ്റെപ്സ്, സീക്വൻസ്, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ നമ്മുടെ പ്രൊസീജിയർ ആണ്. പ്രൊസീജിയർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു പോളിസി കറക്റ്റ് ആയിട്ട് എൻഫോഴ്സ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അടുത്ത് എന്താണ്? മെത്തേഡ്. മെത്തേഡ് എന്ന് പറയുമ്പോൾ സെയിം ചെയ്യുന്ന ടെക്നിക്കിനെയാണ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ഓൾവേസ് ദ സെയിം ആയിരിക്കും. ഡേ ടു ഡേ ആക്ഷൻസിനുള്ള നമ്മുടെ ടെക്നിക്ക് അല്ലെങ്കിൽ എന്താണ് ബെസ്റ്റ് വേ ആണ് മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്ത എന്താ? റൂള്. റൂൾ വ്യക്തമായിട്ട് പഠിക്കുക, അതൊരു സ്പെസിഫിക് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. അതിനപ്പുറം വേറെ രാവിലെ നമ്മള് മാച്ച് ദ ഫോളോയിങ് നടത്തിയത് ഓർമ്മയുണ്ടോ? ഉണ്ടായിരുന്ന 24 പേർ കണ്ടുണ്ടാവും ഇല്ലേ? ജനറൽ സ്റ്റേറ്റ്മെന്റ്, സ്പെസിഫിക് സ്റ്റേറ്റ്മെന്റ് എന്നൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. റൂൾ എന്ന് പറയുമ്പോൾ സ്പെസിഫിക് സ്റ്റേറ്റ്മെന്റ് ആണ്, നമുക്ക് അതിനപ്പുറം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലെ? ഡിസ്ക്രിപ്ഷൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ റൂൾസ് കൃത്യമായിട്ട് പഠിക്കുക. ഈ പ്ലാൻസ് നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. ഇനി ഇത് കൂടാതെ കുറെ പ്ലാൻ ഉണ്ട്. അതർ പ്ലാൻസ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഏതൊക്കെയാണ്? കോർപ്പറേറ്റ് ഉണ്ട്, ഫംഗ്ഷണൽ പ്ലാൻ ഉണ്ട്, ഫോർമലും ഇൻഫോർമൽ പ്ലാൻസും നമ്മൾ നടത്താറുണ്ട്. ഷോർട്ട് റേഞ്ച് പെട്ടെന്ന് കാര്യം നടത്താൻ, അതുപോലെ ലോങ് റേഞ്ചിലേക്കുള്ള പ്ലാൻസ് ഉണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ഉണ്ട്, ഓപ്പറേഷണൽ ലെവലിലും പ്ലാൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ക്ലിയർ അല്ലേ? അതോടുകൂടി നമ്മുടെ പ്ലാനിങ്ങിന്റെ ചാപ്റ്റർ തീരും. ഓക്കെ മക്കൾ ശ്രദ്ധിക്കുക, ഈ ഓർഗനൈസിംഗിന് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് പോർഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ സാറേ? ഓർഗനൈസിംഗും പ്ലാനിങ്ങും കൂടി ഒരുമിച്ച് പറഞ്ഞു പോകാം. ശ്രദ്ധിക്കുക മക്കളെ, ഓർഗനൈസിംഗിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് പോർഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഓർഗനൈസിംഗിന്റെ സ്റ്റെപ്പാണ്. അതുപോലെ സ്പാൻ ഓഫ് മാനേജ്മെന്റ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. പിന്നെ ഓർഗനൈസിംഗിൽ വരുന്ന സ്ട്രക്ചർ, ഡിവിഷണലിന്റെ ഫംഗ്ഷനിന്റെ ഡിഫറൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ആ സ്ട്രക്ചർ വരയ്ക്കാനും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതിന്റെ വരയ്ക്കുമ്പോൾ 2 മെറിറ്റ് വെച്ചും കൂടി പഠിച്ചു വെക്കാം കേട്ടോ. അതുപോലെ തന്നെ ഫോർമലും ഇൻഫോർമൽ ഡിഫറൻസ് പഠിക്കുക. ദെൻ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. ഇത്രയുമാണ് ആ ചാപ്റ്റർ നമ്മൾ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ. അതുപോലെ തന്നെ 4th ചാപ്റ്ററിലാണെങ്കിൽ ഓൾമോസ്റ്റ് കണ്ടേക്കുന്ന ക്വസ്റ്റ്യൻസ് പറയുന്നത് പ്ലാനിങ് വെച്ചിട്ട് ഒരു 1 വേർഡ് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലാനിങ്ങിന്റെ ഫീച്ചർ വെച്ച് ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. പിന്നെ പ്ലാനിങ്ങിന്റെ പ്രോസസ് സ്റ്റെപ്സ് കണ്ടിട്ടുണ്ട്. ഈ ടൈപ്സ് ഓഫ് പ്ലാൻസ് വെച്ചിട്ടും ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ഇതാണ് മോസ്റ്റ്ലി കുറച്ചുകൂടി ട്രിക്കി ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഈ ഒരു സെക്ഷനിൽ നിന്നാണ് ചോദിക്കുക. അപ്പൊ നിങ്ങൾ അതൊന്നും ജസ്റ്റ് നന്നായിട്ട് അത് കെയർഫുൾ ആയിട്ട് വായിച്ച് പോയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആൻസർ കൺഫ്യൂസിംഗ് ആകും. ക്ലിയർ ആണല്ലോ? അപ്പൊ നിങ്ങൾ ആ പോർഷൻസ് ഒന്ന് ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിരുത്തി വായിച്ചു പോകണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാൻ സാറേ. ഇനി കുറച്ച് സമാധാനമുള്ള ചാപ്റ്റർ ആണ് ബിസിനസ് എൻവയോൺമെന്റ് അല്ലെ? കാണാൻ അത്ര ഭംഗിയില്ലെങ്കിലും അല്ലെ സാറേ? നല്ല ചാപ്റ്ററിനെ ഉദ്ദേശിക്കാൻ. ഓക്കെ, അപ്പോഴൊക്കെ എന്ത് കുറ്റം. ഓക്കെ, അപ്പൊ നോക്കാം. ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് മക്കളെ ആകെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുള്ളൂ. ഒരു 6 അത്യാവശ്യം നല്ലൊരു ചാപ്റ്ററാണ്. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി. അതെ, എന്തായാലും വരും അതിന്ന്. അതിന് എന്തായാലും ഡയമെൻഷൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ചോദിച്ചിട്ടുണ്ടാകും. അതാണ് ചാപ്റ്റർ പ്രത്യേകത. ഇമ്പോർട്ടൻസ് അഥവാ ഡയമെൻഷൻസ് അതാ ചോദിക്കുക. അതെന്തായാലും 5 or 6 മാർക്കിന് കണ്ടിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക. ബിസിനസ് എൻവയോൺമെന്റ് എന്താണ് ആദ്യം പറയാം സാർ? എന്താ എൻവയോൺമെന്റ്? എല്ലാ എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ബിസിനസിനെ അഫക്ട് ചെയ്യുന്നതായിരിക്കും, പക്ഷെ നമ്മുടെ കൺട്രോളിൽ അധികം ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ പെർഫോമൻസിനെ എഫക്ട് ചെയ്യുന്ന നമ്മുടെ കൺട്രോളിന് പുറത്തുള്ള എല്ലാ എക്സ്റ്റേണൽ ഫോഴ്സസിനെയും വേണം എന്താ പറയാ? ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയാം അല്ലെ? എന്റെ ഫീച്ചർ നോക്കി ഒന്നാമതായിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കോ. നിങ്ങൾ അത് മറക്കണ്ട. കാരണം എന്താ, മിക്കവാറും നിങ്ങൾക്ക് എവിടെയെങ്കിലും ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 1 വേർഡ് ചോദിച്ചാൽ കണ്ടിട്ടുണ്ട്. Business environment means the sum total of all individuals, institutions and other forces that are outside the control of a business enterprise, but it may affect its performance. Okay അല്ലേ? മറക്കരുത്. എല്ലാരും പഠിച്ചിട്ടുള്ള സാധനമാണ്. കുറച്ച് കട്ടുകൾ തോന്നും, പക്ഷേ തന്നെ തൊട്ടനോട്ടം. നെക്സ്റ്റ് അടുത്തത് ഫീച്ചറിലേക്ക് പോകാലോ. അപ്പൊ പുറമേയുള്ള സാധനത്തിന്റെ അതിനെ ടോട്ടൽ സമ്മിനെയാണ് പറഞ്ഞത്. അപ്പൊ ടോട്ടാലിറ്റി ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സസ്. അടുത്തത് സ്പെസിഫിക് ഫോഴ്സസ് ഉണ്ട്, ജനറൽ ഫോഴ്സസ്. അത് വ്യക്തമായിട്ട് ഏതൊക്കെയാണെന്നുള്ളത് നോക്കിക്കാം. സ്പെസിഫിക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതിനകത്ത് ഇൻഡിവിജ്വൽസ് എടുത്തു പറയാൻ പറ്റും. ജനറലോ അതെന്താണ്? ഈ എക്കണോമിക്, സോഷ്യൽ, ടെക്നോളജിക്കൽ. നിങ്ങൾ പഠിക്കുന്ന എല്ലാ എൻവയോൺമെന്റും ജനറൽ ആണ് അല്ലെ? നിങ്ങളുടെ ബിസിനസ് എഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ സ്പെസിഫിക് ആണ്. അപ്പൊ അങ്ങനെ പഠിച്ചു വെക്കാം കേട്ടോ. ഇനി ഇന്റർ റിലേറ്റഡ് ആയിരിക്കും അല്ലെ? ഈ പറഞ്ഞ ഓരോ ഫാക്ടേഴ്സും ഒന്നിനോടൊന്ന് ആയിരിക്കും. അതുപോലെ നമുക്കറിയാം ബിസിനസ് എൻവയോൺമെന്റ് എങ്ങനെയായിരിക്കും? കുറച്ചും കൂടി ഡൈനാമിക് ആയിരിക്കും, ചേഞ്ചിങ് ആയിരിക്കും. അതിന്റെ കാരണം എന്താണ്? അവിടെ അൺസർട്ടനിറ്റീസ് ഒരുപാടുണ്ട്. അൺസർട്ടനിറ്റി സംഭവിക്കും. ബിസിനസ് കുറച്ചും കൂടി കോംപ്ലക്സിലേക്ക് പോകും. ക്ലിയർ ആയില്ലേ?
അപ്പൊ നമുക്ക് എന്തെങ്കിലും കുറച്ചും കൂടി റിലേറ്റിവിറ്റി ഈ റിലേറ്റിവിറ്റിയിൽ പറയുന്ന ഒരു കാര്യം കൊണ്ട് എന്താണ് റീജിയൻ ടു റീജിയൻ വന്നുകൊണ്ടേയിരിക്കുന്നതാണ് റിലേറ്റിവിറ്റിയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ ഫീച്ചറിൽ 2-3 പോയിന്റ്സ് നോക്കി പോകാം. ഇനി ഇമ്പോർട്ടൻസ് വ്യക്തമായിട്ട് പഠിച്ചോളൂ. എന്തിനാണ് ഈ ബിസിനസ് എൻവയോൺമെന്റ് നമ്മൾ നോക്കുന്നത്? ഇതിന്റെ ക്വസ്റ്റ്യൻ മിക്കവാറും വന്ന് കാണാറുണ്ട്. ഇന്ന് രാവിലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ശരിയല്ലേ? യെസ്, ഓക്കെ, ശരിയാണ്. അപ്പോ എന്താണ് ബിസിനസ് എൻവയോൺമെന്റിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ്? ഫസ്റ്റ് നമുക്ക് നമ്മുടെ ബിസിനസിന്റെ അവസരങ്ങൾ അറിയാൻ പറ്റും. എന്തൊക്കെ അവസരം നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ എന്തൊക്കെ ബിസിനസ് ചെയ്യാൻ അറിയാൻ പറ്റും. നെക്സ്റ്റ് എന്താണ് എന്തൊക്കെ കാര്യങ്ങൾ വരുന്നത് നമുക്ക് നോക്കാം. അതാണ് ഐഡന്റിഫിക്കേഷൻ ഓപ്പർച്യൂണിറ്റി. ഐഡന്റിഫിക്കേഷൻ ത്രെഡ്സ്. എന്തൊക്കെ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്, അല്ലെ? കൊറോണ വരും, യുദ്ധം വരുന്നതൊക്കെ നമുക്ക് അറിയാൻ പറ്റും, അല്ലെ? അത് നമുക്ക് ത്രെഡ്സുകളെ കുറിച്ച് ഒരു നല്ല വ്യക്തമായ ഐഡിയ കിട്ടും. ഇന്ന് തന്നെ വീട്ടിൽ പറയണ്ടായിരുന്നു, ഇനി അവിടെ യുദ്ധം നടക്കുന്ന കാരണം ഗ്യാസ് LPG-യുടെ സപ്ലൈ കുറയും, പെട്രോൾ 3 ലക്ഷം പറഞ്ഞു കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ ഇതേപോലെ നമുക്ക് പ്രശ്നങ്ങൾ അറിയാൻ പറ്റും. നെക്സ്റ്റ് എന്താണ് ടാപ്പിംഗ് യൂസ്ഫുൾ റിസോഴ്സസ് അവൈലബിൾ ആയ നമുക്കിപ്പോ എന്തൊക്കെ റിസോഴ്സസ് ഉണ്ട് നമ്മുടെ ചുറ്റുപാടും, അതൊക്കെ നമുക്ക് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് എൻവയോൺമെന്റ് അനലൈസ് നമുക്ക് എന്തറിയാൻ പറ്റും? പുതിയ പുതിയ ചേഞ്ചസ് അറിയാൻ പറ്റും. ആ ചേഞ്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ബിസിനസ്സിലേക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് അസിസ്റ്റൻസ് ഇൻ പ്ലാനിംഗ് ആൻഡ് പോളിസി ഫോർമുലേഷൻ. നമുക്ക് പുതിയ പുതിയ പ്ലാൻസും പുതിയ പുതിയ പോളിസീസും ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതുവഴി നമ്മുടെ ബിസിനസിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? അപ്പൊ ക്ലിയർ ആയിട്ട് പഠിക്കുക. ആദ്യം ഓപ്പർച്യൂണിറ്റി അറിയാൻ പറ്റും, ത്രെറ്റുകൾ അറിയാൻ പറ്റും, റിസോഴ്സസിനെ ടാപ്പ് ചെയ്യാൻ പറ്റും, ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും, പുതിയ പോളിസി കൊണ്ടുവരാൻ പറ്റും, ഓർഗനൈസേഷന്റെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇതാണ് ബിസിനസ് എൻവയോൺമെന്റ് അനലൈസ് ചെയ്യുന്ന വഴി നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ അഥവാ ഇമ്പോർട്ടൻസ് അഥവാ സിഗ്നിഫിക്കൻസ്. സെറ്റാണ്? ഓക്കെ ആണല്ലോ മക്കളെ? അതൊന്നും തന്നെ ഡൗട്ട് വരാൻ യാതൊരു ചാൻസും ഇല്ല. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഭാവിയെ കുറിച്ച് നമുക്ക് നേരത്തെ കൂട്ടി അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരുവിധം നമുക്ക് ഈ കാര്യങ്ങൾക്കൊക്കെ അത് ഉപകാരമായിരിക്കും. ഇനി നമുക്ക് മെയിൻ ആയിട്ട് നോക്കാനുള്ള എന്താ ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് ആണ്. ഈ ഓരോ ഡയമെൻഷന്റെ അണ്ടറിലും എന്തൊക്കെയാ വരുന്നുള്ള എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക. അതോടുകൂടി നിങ്ങളുടെ ഡയമെൻഷൻ അങ്ങ് തീർക്കും. 5 ഡയമെൻഷൻസ് അല്ലെ? വ്യക്തമായിട്ട് പഠിക്കുക. അതിന്റെ ഫാക്ടേഴ്സ് നന്നായിട്ട് പഠിച്ചോളൂ കേട്ടോ. 5 ഡയമെൻഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഡയമെൻഷൻ ആണ് എന്താണ്? എക്കണോമിക് എൻവയോൺമെന്റ്. നെക്സ്റ്റ് അടുത്തത് സോഷ്യൽ എൻവയോൺമെന്റ്. നെക്സ്റ്റ് എന്താണ്? ടെക്നോളജിക്കൽ എൻവയോൺമെന്റ്, പൊളിറ്റിക്കൽ എൻവയോൺമെന്റ്, അതേപോലെ തന്നെ മോഡലിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചില്ലേ മക്കളെ? ചോദിച്ചില്ലേ? IRTC ആപ്പിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായല്ലോ. ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ എക്സാമിൽ വെച്ച് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ക്ലിയർ ആണല്ലോ? മെയിൻ എക്സാമിന് കൂടുതലും കണ്ടേക്കുന്നത് സോഷ്യൽ എൻവയോൺമെന്റ് വെച്ചിട്ടുള്ള 1 വേർഡാ കണ്ടേക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ സൊസൈറ്റിയുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ട് പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എൻവയോൺമെന്റ് അനലൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഫാക്ടേഴ്സ് വ്യക്തമായിട്ട് പഠിച്ചു വെക്കാം. അപ്പൊ എക്കണോമിക് എൻവയോൺമെന്റിലെ കാര്യങ്ങൾ എന്തായിരിക്കും? റിലേറ്റിംഗ് ടു മോണിറ്ററി ടേംസ് അല്ലേ? യെസ്, ഇൻഫ്ലേഷൻ വരാം, ഇൻട്രസ്റ്റ് റേറ്റ് വരാം, ഇൻട്രസ്റ്റ്, ആ റേറ്റ്, ഈ റേറ്റ്, എന്തൊക്കെ പറയുകയാണെങ്കിൽ ഇവർ എക്കണോമിക്സ് പഠിക്കണില്ലേ? എക്കണോമിക്സിൽ കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതൊക്കെ ഡിമാൻഡ്, സപ്ലൈ, പ്രൈസ്, അല്ലെങ്കിൽ എന്താണ് ഡിസ്പോസിബിൾ ഇൻകം, സ്റ്റോക്ക് മാർക്കറ്റ് കണ്ടീഷൻസ്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അല്ലെ? അതിനെയാണ് എന്ത് പറയാ? ഈ പറഞ്ഞ എക്കണോമിക് എൻവയോൺമെന്റ്. അപ്പൊ നമ്മുടെ എക്കണോമിക്സ് നിങ്ങൾ എന്തെല്ലാം ടേംസ് പഠിക്കുന്നുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് അവിടെ എഴുതാം. എക്കണോമിക് എൻവയോൺമെന്റ് എഴുതി വെക്കാം. ക്ലിയർ ആണ്? കൈവിശിക്കാൻ നിങ്ങൾ അങ്ങനെ ജസ്റ്റ് മനസ്സിലാക്കി പഠിക്കാം. ഇനി സോഷ്യൽ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ സൊസൈറ്റിയുടെ ഫീച്ചർ, ട്രഡീഷൻ, കൾച്ചർ, പാഷൻ, കസ്റ്റംസ്, ഫാഷൻസ്, അതെ, ഈ വക ബിലീഫ്സ്, കാര്യങ്ങള് അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാ പരിപാടിയും ഇതിന്റെ അകത്താണ് നമ്മള് മറ്റേ ഡെമോക്രാറ്റിക്കൽ എഴുതേണ്ട പോപ്പുലേഷൻ റേറ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ സോഷ്യലിൽ തന്നെയാണ് കൊടുക്കാറ് അല്ലെ? ലിറ്ററസി റേറ്റ് അത് മാറിപ്പോരുത് കേട്ടോ. ലിറ്ററസി റേറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം സോഷ്യൽ എൻവയോൺമെന്റ് ഹ്യൂമൻ ബീങ്ങിനെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ അത് സോഷ്യൽ എൻവയോൺമെന്റിലായിരിക്കും. അപ്പൊ നിങ്ങൾ അങ്ങനെ ജസ്റ്റ് ഒരു കൺസെഷൻ വെച്ച് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. നെക്സ്റ്റ് അടുത്ത ടെക്നോളജി. അതിന്റെ അകത്ത് എല്ലാം ടെക്നോളജിക്കൽ അപ്ഗ്രേഡേഷൻസും ഇംപ്രൂവ്മെന്റ്സും മാത്രമായിരിക്കും. പുതിയ ടെക്നിക്ക് ഇന്നോവേഷൻസ് പറയുന്നു, പുതിയ മെത്തേഡ്, പുതിയ സ്ട്രാറ്റജി, ഇതൊക്കെ പറയുകയാണെങ്കിൽ എന്താണ്? അത് ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് ആണ്. നെക്സ്റ്റ് അടുത്തെന്താ? പൊളിറ്റിക്കൽ എൻവയോൺമെന്റ്. ഇതിനകത്ത് എന്താ പറയുക? പൊളിറ്റിക്കൽ പാർട്ടിക്കാരുടെ ഐഡിയോളജി. ആ സംഗതി മാത്രമേ ഇതിനകത്ത് മെയിൻ ആയിട്ട് പറയാറുള്ളൂ. ഇനി ലീഗൽ പറയുന്നത് പലപ്പോഴും ലീഗൽ ചില കുട്ടികൾക്ക് എക്കണോമിക് മാർക്കും. ലീഗൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിയമത്തിൻ്റെതായ എന്തെങ്കിലും പറയുന്നത്. ഇപ്പൊ ഹ്യൂമൻ റൈറ്റ് അല്ലെങ്കിൽ എന്താണ് ലേബൽ ലോസ്, ട്രേഡ് മാർക്ക് ആക്ട്, അങ്ങനെ നിയമത്തിന്റെ കാര്യങ്ങളിലേക്ക് ആൻസർ വരുന്നുണ്ടെങ്കിൽ അതെന്താണ്? അത് ലീഗൽ എൻവയോൺമെന്റ്. സെൻട്രൽ, സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ അതോറിറ്റീസ്. അതാണ് എന്താ ലീഗൽ എൻവയോൺമെന്റിൽ പറയുന്നത്. അപ്പൊ നിങ്ങൾ അത് വ്യക്തമായിട്ട് പഠിക്കണോ മക്കളെ? ക്ലിയർ ആണ്? കൈവിശി കാണിച്ചേ. ഫാക്ടേഴ്സ് ഓക്കെ ആണെങ്കിൽ കിട്ടൂലേ? സെറ്റ് ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് അടുത്തേക്ക് പോലെ സാറേ. ഓക്കെ, അടുത്തത് അടുത്തെന്താ? എക്കണോമിക് എൻവയോൺമെന്റ് ഇൻ ഇന്ത്യ എങ്ങനെയായിരുന്നു? ജസ്റ്റ് ഒന്ന് പഠിച്ചു നോക്കിയാൽ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവരുണ്ടായിരുന്നത്. അത് റൂറൽ ഏരിയ ആയിരുന്നു. അതിനുശേഷമാണ് പ്രൈവറ്റൈസേഷനും പബ്ലിക്കൈസേഷനും ഒക്കെ വന്നു. സാറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് കിട്ടും. സാറ് ഒരുപാട് പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും അല്ലെ മക്കളെ? അത് കൈവിശിക്കാൻ ആണല്ലോ.
അപ്പൊ അതിനുശേഷം ഇന്ത്യ ഒന്ന് വളർന്നങ്ങ് പന്തലിച്ചു. ഇതാണ് പറയുന്നത് എക്കണോമിക് ഡെവലപ്മെന്റ് ഇന്ത്യ. അപ്പൊ അതിന്റെ മെയിൻ ആയിട്ട് ഇന്ത്യസിന്റെ ഡെവലപ്മെന്റ് പ്ലാൻ ഒക്കെയാണ് അതിനുശേഷം വന്നത്. അപ്പൊ ഈ ഡെവലപ്മെന്റ് പ്ലാന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കി വെക്കാം കേട്ടോ. അടുത്തത് അത് മാത്രം ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം അല്ലെ. എന്താണ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് കൂട്ടണം എന്നുള്ളതായിരുന്നു ഫസ്റ്റ് ഉദ്ദേശം. അൺഎംപ്ലോയ്മെന്റും പോവർട്ടിയും കുറയ്ക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. പിന്നെന്താ ഇൻഇക്വാലിറ്റി ഓഫ് വെൽത്ത് മാറ്റി കിട്ടണം. അതേപോലെ തന്നെ സെൽഫ് റിലയന്റ് നിങ്ങൾ ഏകദേശം ഇത് പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ 5 ഇയർ പ്ലാൻസ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ഫസ്റ്റ് പഠിച്ചത് 5 ഇയർ പ്ലാൻസ് പഠിച്ചിട്ടില്ലേ, അതുമായി റിലേറ്റ് ചെയ്തിട്ടും ജസ്റ്റ് എഴുതി വെച്ചാൽ മതി. അതിൽ പഠിക്കുന്ന കുറെ കാര്യങ്ങൾ ഇക്വാലിറ്റി അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. 2-3 പോയിന്റ്സ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അടുത്തത് എക്കണോമിക് ഇൻഡസ്ട്രിയൽ പോളിസി. ഇത് പഠിക്കണോ മക്കളെ? എക്കണോമിക് റിഫോംസ് എന്തായാലും പഠിക്കണേ. അപ്പൊ നോക്കാം, എക്കണോമിക് റിഫോംസ് പറയുമ്പോൾ നമുക്ക് 1991 ഇൻഡസ്ട്രിയൽ പോളിസി വന്നിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ പോളിസിയുടെ ഭാഗമായിട്ട് കുറച്ച് റിഫോംസ് വന്നത്. എവിടേക്കാണ് വന്നത്? മെയിൻ ആയിട്ട് നമ്മുടെ ലിബറലൈസേഷൻ ആയിട്ടും പ്രൈവറ്റൈസേഷൻ ആയിട്ടും ഗ്ലോബലൈസേഷൻ ആയിട്ടാണ് നമുക്ക് എന്ത് വന്നേക്കുന്നത്? കുറച്ച് റിഫോംസ് വന്നേക്കുന്നത്. അപ്പൊ റെഡ്യൂസിംഗ് കമ്പൽസറി ലൈസൻസിംഗ് എന്ന് പറയുന്നത് എന്താ? ലിബറലൈസേഷൻ ആണ്. ഡീ റിസർവേഷൻ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എവിടെ വന്നു? പ്രൈവറ്റൈസേഷൻ വന്നു. 100% FDI ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ്. LPG ഇന്ന് രാവിലെ ഒരു എക്സ്പാൻഷൻ കണ്ടാണ്. LPG എന്ന് വെച്ചാൽ എന്താന്ന് എഴുതാം. ലിബറലൈസേഷൻ. ഗ്യാസിന്റെ പേര് എഴുതുന്നത് ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് ഗ്ലോബലൈസേഷൻ. ശ്രദ്ധിക്കാൻ മക്കളെ, ലിബറലൈസേഷൻ എന്ന് പറയുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, നമ്മുടെ എക്കോണമിയുടെ എന്താണ് ആവശ്യമില്ലാത്ത നിയന്ത്രണങ്ങൾ എടുത്തു മാറ്റുക. എന്താ പ്രൈവറ്റൈസേഷൻ? പ്രൈവറ്റിന്റെ റോള് കൂട്ടുക, പബ്ലിക്കിന്റെ റോള് കുറയ്ക്കുക. ശ്രദ്ധിക്കുക, പ്രൈവറ്റൈസേഷന്റെ 2 പ്രൊഡക്റ്റ് ആണ് ഡി റിസർവേഷനും ഡിസ്ഇൻവെസ്റ്റ്മെന്റും. ക്ലിയർ ആണല്ലോ? എന്താണ് റിസർവേഷൻ? റിസർവേഷൻ എന്ന് പറയുമ്പോൾ പബ്ലിക്കിന് വേണ്ടി കൊടുത്തേക്കുന്നത് പ്രൈവറ്റിന് കൊടുക്കാം. ഈ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്താണ്? പബ്ലിക്കിന് ഷെയർ എടുത്തിട്ട് പബ്ലിക് പ്രൈവറ്റിന് വിൽക്കാം. അല്ലേ? അതുപോലെ തന്നെ ഗ്ലോബലൈസേഷൻ പഠിക്കുക. ഗ്ലോബലൈസേഷൻ മീൻസ് എന്താണ്? നമ്മുടെ എക്കോണമിയുടെ എന്താണ്? എക്കോണമി തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റഗ്രേറ്റ് ചെയ്യുക. അതാണ് എന്താണ് നമ്മുടെ ഗ്ലോബലൈസേഷൻ. അപ്പൊ നിങ്ങൾ അതിന്റെ അതുവഴി നമുക്ക് ക്യാപിറ്റലും അതുപോലെ റോ മെറ്റീരിയൽസും പ്രൊഡക്റ്റും ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാം. അതും കൂടി ഓർത്ത് വെച്ചേക്കാം. ഓക്കെ ആണല്ലോ? അപ്പൊ റിഫോംസ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചോളണം. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ഇത്തരം കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുക. ക്ലിയർ ആണെന്ന് കൈവശിക്കാൻ ഓക്കെ ആണെങ്കിൽ ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒരു ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കും സാറേ? ഫസ്റ്റ്, ബിസിനസ് എൻവയോൺമെന്റ് എന്തായാലും പഠിക്കണം. ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ എൻവയോൺമെന്റിന്റെ ഇമ്പോർട്ടൻസ് പഠിക്കണം. അതുപോലെ തന്നെ ബിസിനസ് എൻവയോൺമെന്റിൽ വരുന്ന ഡയമെൻഷൻസ് വൃത്തിയായിട്ട് പഠിച്ചോളാം. ഓരോ ഡയമെൻഷന്റെ എക്സാമ്പിൾസ് പഠിക്കാം. നിങ്ങളുടെ ടെക്സ്റ്റിലും ഒരുപാട് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ടാവും. അതൊക്കെ നോക്കി വെച്ചിട്ട് പോകാം. ചിലപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ 5 മാർക്കിനുള്ളത് പഠിച്ചു വെച്ചോ. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആകെ ഒരു 5 പോയിന്റ് അല്ലേ? നിങ്ങൾ ഓൾറെഡി പഠിച്ചതല്ലേ? എല്ലാവർക്കും അറിയാന്നുള്ളത് എനിക്കും അറിയാം. പക്ഷെ അത് ഓർത്ത് വെക്കാൻ നിങ്ങൾ വായിച്ചില്ല എന്നുണ്ടെങ്കിൽ നാളെ ചിലപ്പോൾ എക്സാമിന് കിട്ടിയില്ല എന്ന് വരും. അതായത് വായിച്ച് ഒന്ന് നോക്കിയിട്ട് മാത്രം കിടന്നുറങ്ങാം. യെസ്. അതുപോലെ തന്നെ ഇനി അടുത്ത ഇമ്പോർട്ടന്റ് പോർഷൻ ആണ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഇതാണ് എന്താ ഇമ്പാക്ട് ഓഫ് ഇൻഡസ്ട്രിയൽ പോളിസി അഥവാ എക്കണോമിക് പോളിസിയുടെ ഇമ്പാക്ട് ആണ്. 1991 വന്ന പോളിസിയാണ്. അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അതൊന്നും എഴുതാൻ കിട്ടിയില്ലെങ്കിലും ഈ സാധനം മറക്കാതിരുന്നത്. ലിബറലൈസേഷൻ എന്താ? കമ്പൽസറി ലൈസൻസിംഗ് ഒഴിവാക്കി, മറ്റേ ഡ്യൂട്ടീസ് അല്ലെ, കസ്റ്റം ഡ്യൂട്ടി, ആ ഡ്യൂട്ടി എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ എടുത്ത് ഒഴിവാക്കി കളഞ്ഞു. അതുകൊണ്ട് തന്നെ ഫ്രീ ഫ്ലോ നമുക്ക് കിട്ടാൻ ചാൻസ് വന്നു. പ്രൈവറ്റൈസേഷനിൽ പറഞ്ഞാണ് എന്താ? ഡിസ്ഇൻവെസ്റ്റ്മെന്റും ഡീ റിസർവേഷനും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്നത്. വേൾഡ് വൈഡ് എക്കണോമിയുടെ ഇന്റഗ്രേഷൻ. അപ്പൊ ഇവിടെ എന്തൊക്കെയായിരിക്കും എന്താ? ട്രാൻസ്ഫർ ഓഫ് കൾച്ചർ, ട്രഡീഷൻ, പാഷൻ, അതേപോലെ തന്നെ വേൾഡ് വൈഡ് മാർക്കറ്റിന്റെ ട്രാൻസ്ഫർ വരുന്നുണ്ട്, ലാംഗ്വേജിന്റെ എക്സ്ചേഞ്ച് വരുന്നുണ്ട്, പുതിയ ടെക്നോളജീസിന്റെ എക്സ്ചേഞ്ച് വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും അല്ലെ? ഇന്റഗ്രേഷൻ ഓഫ് വേൾഡ് വൈഡ് മാർക്കറ്റ്സ് ആണ്. അപ്പൊ ഈ വക കാര്യങ്ങളുടെ എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഇതിന്റെ അകത്ത് പ്രൈവറ്റൈസേഷനിൽ മറക്കരുത് എന്താണ്? ഡിസ്ഇൻവെസ്റ്റ്മെന്റും ഡീ റിസർവേഷനും. ഡീ റിസർവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി റിസർവ്ഡ് ആയി വെച്ച സാധനത്തിനെ പ്രൈവറ്റിലേക്ക് കൂടെ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ എടുത്ത് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഓൾറെഡി PSU ഗവൺമെന്റ് ഇതിലൊക്കെ നമ്മൾ ഷെയർ ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. അങ്ങനെ ചെയ്തു വെച്ചോളൂട്ടാ. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പ്രൈവറ്റ് സെക്ടറിന് കൊടുക്കാം. അപ്പൊ ഈ ഇതിന്റെ എല്ലാം കൊണ്ടുവന്നാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? നമ്മുടെ എക്കണോമി ഡെവലപ്മെന്റ് പോസിബിൾ ആവുള്ളൂ. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സിലേക്ക് എല്ലാത്തിലേക്കും കൊണ്ട് എത്തിക്കുള്ളൂ. അതിനാണ് നമ്മൾ ഈ സാധനം നോക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ 3 ചാപ്റ്ററുകൾ നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി 2 ചാപ്റ്റർ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. പക്ഷെ ആരും പോകരുത്. എന്താ 10 മിനിറ്റിന്റെ ബ്രേക്ക് കഴിഞ്ഞിട്ട് എല്ലാവരും തിരിച്ചൊന്ന് വന്നേക്കണം. നാളെ എക്സാം ആണെന്നുള്ള ബോധം വേണം. മെയിൻ ചാപ്റ്റർ നമ്പർ 2 അതെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2 for victory. ശ്രദ്ധിക്കുക മക്കളെ, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇതിന്റെ അകത്ത് മോസ്റ്റ്ലി ക്വസ്റ്റ്യൻ ആയിട്ട് മറ്റേ ഫയോളിന്റെ 10 വന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ വരാറുണ്ട്. ശ്രദ്ധിക്കുക, നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആദ്യം പഠിക്കേണ്ടത് എന്താണ്? നമ്മുടെ
മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് പഠിക്കാം അല്ലെ. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താണ് മാനേജ്മെന്റ് ഡിസിഷൻ എടുക്കാനുള്ള ഗൈഡ് ലൈൻസിനെയാണ് ഇത് പറയാ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയാം. ഫണ്ടമെന്റൽ ട്രൂത്ത് ഓഫ് ജനറൽ വാലിഡിറ്റി. യെസ്, മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിന്റെ നേച്ചർ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കണം. ചിലപ്പോ എന്താണ് ഓർഡറിലോട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അല്ലെ. എന്താണ് യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി ആണ് ഫസ്റ്റ് പോയിന്റ്. എല്ലാ പ്രിൻസിപ്പിളും യൂണിവേഴ്സിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ജനറൽ ഗൈഡ് ലൈൻസ് ആയിരിക്കും, സെയിം ടു സെയിം ആയിരിക്കും എല്ലായിടത്തും. യൂഷ്വലി നമുക്ക് എല്ലായിടത്തും വെക്കാൻ പറ്റുന്ന പോലത്തെ സാധനമായിരിക്കും പറയാം. പിന്നെ ഫോർമഡ് ബൈ പ്രാക്ടീസ് ആൻഡ് എക്സ്പെരിമെന്റേഷൻ. അതുകൊണ്ടാണ് നമ്മൾ മാനേജ്മെന്റ് സയൻസ് ആണെന്നൊക്കെ പഠിച്ചത് അല്ലെ, ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കുന്നത്. അതുപോലെ ഫ്ലെക്സിബിൾ ആണ്, എങ്ങനെ വേണമെങ്കിലും ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും, നമ്മുടെ സിറ്റുവേഷൻ നമുക്ക് മാറ്റാൻ പറ്റും. അഡാപ്റ്റബിലിറ്റി എല്ലാം മാനേജ്മെന്റ് ഒക്കെ ഡൈനാമിക് ഇൻ നേച്ചർ ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അടുത്തെന്താ ഇൻഫ്ലുവൻസിങ് ഹ്യൂമൻ ബിഹേവിയർ. ഈ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നതും നമ്മുടെ ഹ്യൂമൻ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. ഈ ചാപ്റ്റർ എത്ര മാർക്കിന് ചോദിക്കുന്നുണ്ട്? കറന്റ് ഈ ചാപ്റ്റർ 7 മാർക്കിന് ചോദിച്ചു കണ്ടേക്കുന്നത്. ഈ 3 വർഷമായിട്ട് 7 മാർക്കിനായിരുന്നു. അതിന് മുൻപ് വരെ 12 മാർക്ക് 10 മാർക്ക് ചോദിച്ചു. അപ്പൊ കറന്റ് ഇപ്പൊ 3 വർഷമായിട്ട് 7 മാർക്കിനാണ് ഈ ചാപ്റ്റർ ഞാൻ കണ്ടേക്കുന്നത്. അപ്പൊ നിങ്ങൾ അങ്ങനെ ഒന്ന് പോവാം. ഓക്കെ, അപ്പൊ നോക്കാം എന്താണ് നേച്ചർ ഓൾറെഡി സാർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫ്ലെക്സിബിൾ ഹ്യൂമൻ ബിഹേവിയർ ഉണ്ട്. അതേപോലെ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് ഉണ്ട് അല്ലെ. ഓരോ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എടുത്ത് നോക്കുക, അതിനകത്ത് കാര്യവും പറഞ്ഞിട്ടുണ്ടാവും കാരണവും പറഞ്ഞിട്ടുണ്ടാവും. രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടായിരിക്കും പ്രിൻസിപ്പിൾ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് ഉണ്ട്. അതേപോലെ തന്നെ ഈ പറഞ്ഞ എല്ലാ പ്രിൻസിപ്പിൾസും എന്താണ് ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ നേച്ചർ അഥവാ അതിന്റെ ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ക്യാരക്ടറിസ്റ്റിക്സ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് പറയാനുള്ളത്. എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റും. ജനറൽ ഗൈഡ് ലൈൻ ആണ്. പ്രാക്ടീസ് എക്സ്പെരിമെന്റും വേണം. ഫ്ലെക്സിബിൾ ആയിരിക്കും. ഹ്യൂമൻ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. കോസ് ആൻഡ് എഫക്ട് പറയുന്നത് ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് എല്ലാ സംഗതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിഗ്നിഫിക്കൻസ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഒന്നും കൂടെ നോക്കിയാലോ? മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഉണ്ടെങ്കിൽ എന്തെല്ലാം ഗുണങ്ങളുണ്ട്? എഫിഷ്യൻസി കൂട്ടും. ഓഫ് കോഴ്സ് എഫിഷ്യൻസി അല്ലേ. എഫിഷ്യൻസി കൂട്ടുമ്പോൾ എന്താ പറയാ, ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ഉണ്ടായിരിക്കും, മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ എന്താ, ഇതൊരു സയന്റിഫിക് ഡിസിഷൻ ആണ് അല്ലേ. നമ്മൾ ആലോചിച്ച് ചിന്തിച്ച് പ്രാക്ടീസ് എക്സ്പെരിമെന്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എന്താ പ്രിൻസിപ്പിൾസ് ഒക്കെ ഡിറൈവ് ചെയ്തേക്കുന്നത്. അപ്പൊ അതൊരു സയന്റിഫിക് ഡിസിഷൻ ആണ്. അടുത്തെന്താ പറയുന്നത്, മീറ്റിംഗ് ദ ചേഞ്ചിങ് എൻവയോൺമെന്റൽ റിക്വയർമെന്റ്സ് അല്ലെ. ഡൈനാമിക് ആണ്, അഡാപ്റ്റബിലിറ്റി ടു ചേഞ്ച് ആണ്. അതേ സാധനമാണ് ഇവിടെയും പറയുന്നത്. പിന്നെന്താ, ഫുൾഫില്ലിംഗ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. സൊസൈറ്റിക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റി കൊടുക്കണം അല്ലെ. എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കൊടുക്കണം, നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സും ഗുഡ്സും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പൊ ഈ വക സാധനങ്ങളൊക്കെ ഈ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുമ്പോൾ കിട്ടിയേക്കും എന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇപ്പൊ 5 ഇമ്പോർട്ടൻസ്. അപ്പൊ എന്താണ്, ഇതാണ് മെയിൻ ആയിട്ട് നമുക്ക് നോക്കാനുള്ളത്. ഇനി അടുത്ത് നമുക്ക് സയന്റിഫിക് മാനേജ്മെന്റിലേക്കാണ് പഠിക്കാനുള്ളത്. അപ്പൊ ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ആരാന്നുള്ളത് നോക്കിയൊക്കെ, ആരാണ്? ഫെഡറിക് വിൻസ്ലോ ടൈലർ. പഠിച്ചു വെക്കാൻ മക്കളെ എവിടെയെങ്കിലും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ക്ലിയർ ആണല്ലോ? സയന്റിഫിക് മാനേജ്മെന്റും ഉണ്ട്, മോഡേൺ മാനേജ്മെന്റും ഉണ്ട്. രണ്ടും തിരിഞ്ഞു പോകരുത്. സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി എന്താണ് സയന്റിഫിക് ആയിട്ട് ഒബ്സർവേഷൻ, കുറച്ചും കൂടി എന്താണ് എക്സ്പെരിമെന്റേഷൻ ഒക്കെ വഴി നമ്മൾ കുറച്ചും കൂടി എഫിഷ്യന്റ് ആയിട്ട് ഡിസിഷൻ എടുക്കുന്നത് സയന്റിഫിക് മാനേജ്മെന്റിലാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ സയന്റിഫിക് മാനേജ്മെന്റ് എത്ര പ്രിൻസിപ്പിൾ ഉണ്ട് സാറേ? 4 പ്രിൻസിപ്പിൾസ് അധികം അയാൾ ദ്രോഹിച്ചിട്ടില്ല, ഒരുപാട് ദ്രോഹിച്ചിട്ടില്ല. ആകെ 4 പ്രിൻസിപ്പിൾ കൊണ്ട് ആൾ കാര്യങ്ങളൊക്കെ. അപ്പൊ സയന്റിഫിക് മാനേജ്മെന്റ് refers to knowing exactly what to want men to do and seeing that they do it in the best and cheapest way. എന്താണ് കണ്ടുപിടിക്കുക, അത് കുറച്ചും കൂടി എളുപ്പത്തിൽ അങ്ങോട്ട് ചെയ്യുക. അതാണ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് സയന്റിഫിക് മാനേജ്മെന്റ് നോക്കുന്നത്. അപ്പൊ ഇയാൾ ഫോക്കസ് ചെയ്ത് എവിടേക്കാണ്? ലോവർ ലെവൽ മാനേജ്മെന്റിലേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എന്ത് ഫംഗ്ഷണൽ ഫോർമാൻഷിപ്പ് ടെക്നിക്കൊക്കെ ഇയാൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ നമുക്ക് ഏതൊക്കെയാണെന്നുള്ള പ്രിൻസിപ്പിൾസ് ആയി നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? സയൻസ് ബട്ട് നോട്ട് ദ റൂൾ ഓഫ് തമ്പ് അല്ലെ. സയൻസ് ആണ് പക്ഷെ തമ്പിന്റെ റൂൾ ദൂരത്തിന്റെ പുറത്ത് നമ്മൾ ഡിസിഷൻ എടുക്കാൻ പാടില്ല. എല്ലാം നമ്മൾ സയന്റിഫിക്കലി ഒബ്സർവ്ഡ് ആയിട്ട് ഡിസിഷൻസ് എടുക്കുക. ഒരിക്കലും നമ്മൾ എന്താണ് ഇന്ന പോലെ ചെയ്യാന്ന് വെച്ചിട്ട് അസംപ്ഷൻ ഉപയോഗിച്ച് ഡിസിഷൻ എടുക്കാൻ പാടില്ലെന്നാണ് ഈ പ്രിൻസിപ്പിൾ പറയുന്നത്. നെക്സ്റ്റ്, ഹാർമണി നോട്ട് ഡിസ്കോർഡ്. നമുക്ക് എപ്പോഴും എന്താ വേണ്ടത്? ഓരോ ഓർഗനൈസേഷനിൽ എപ്പോഴും ഒരു കൂട്ടായ പ്രവർത്തനം വേണ്ടത് അല്ലെ. അവരുടെ സംഘർഷമോ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റോ പാടില്ല. ഹാർമണിയാണ് വേണ്ടത്. നെക്സ്റ്റ് എന്താണ്? കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം. അതായത് എല്ലാ എംപ്ലോയീസും എനിക്കും ചിന്തിക്കാതെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുക. കുറച്ചും കൂടി കോപ്പറേറ്റീവ് മൈൻഡ് ആകാം, അല്ലെങ്കിൽ കോർഡിനേഷൻ കൊണ്ടുവരിക. അതാണ് എന്ത്? കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിറ്റി പറയുന്നത്. ലാസ്റ്റ്, development of each and every person to his or her greatest efficiency and prosperity. ഓർഗനൈസേഷന്റെ ഗോളിലേക്ക് മാത്രം നോക്കാതെ ഓരോ എംപ്ലോയീസിന്റെയും ഡെവലപ്മെന്റ്, അവരുടെ എഫിഷ്യൻസി കൂട്ടുക, ഓരോ എംപ്ലോയീസിന്റെ പ്രോസ്പെരിറ്റി അല്ലെങ്കിൽ അവരെ കുറച്ചും കൂടി എഫക്റ്റീവ് ആക്കുക. അതുവഴി ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ സയന്റിഫിക് മാനേജ്മെന്റ്. വലിയ സാധനമാണ് ഇത്. നിങ്ങളെ കൊണ്ട് പഠിക്കാൻ പറ്റുന്നത് മാക്സിമം ആ പ്രിൻസിപ്പൾ അതേ രീതിയിൽ തന്നെ പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് പഠിക്കാം? ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണൽ എന്തെങ്കിലും പഠിച്ചു വെച്ചേക്കാം. ആണല്ലോ? അതുപോലെ നിങ്ങൾ ഫാദറിന്റെ പേര് മറന്നു പോകരുത്. ആരാണ് പിന്നെ? ടൈലർ. ഓക്കെ, അപ്പൊ ഇതാണ് സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിളും പഠിച്ചു വെക്കുക. ഇനി സയന്റിഫിക് മാനേജ്മെന്റിൽ ഒരു
അടിപൊളി കൺസെപ്റ്റ് പറയുന്നത് എന്താണ് മെന്റൽ റെവല്യൂഷൻ ചോദിച്ചു കാണാറുണ്ട്, 2 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. എന്താണ് മെന്റൽ റെവല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ? മെന്റൽ റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ എംപ്ലോയീസിന്റെയും വർക്ക് മാനേജ്മെന്റിന്റെയും ആറ്റിറ്റ്യൂഡ് മാറ്റാം, കുറച്ചും കൂടി ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് രണ്ടുപേരും നമ്മൾ സഹകരണം കൊണ്ടുവരാം, എല്ലാമായിട്ടും ഹാർമണി കൊണ്ടുവരിക എന്നുള്ളതാണ് എന്താ സയന്റിഫിക് മാനേജ്മെന്റ് മുന്നോട്ടേക്ക് വെക്കുന്ന ലക്ഷ്യം. അതാണ് എന്താ മെന്റൽ റെവല്യൂഷൻ ആണ് ആള് ഫോക്കസ് ചെയ്തതെന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ടെക്നിക്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് നോക്കണം. ഫസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ, ഫങ്ഷണൽ ഫോമാൻഷിപ്പ്. അതിൽ തന്നെ ഫങ്ഷണൽ ഫോമാൻഷിപ്പ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇത് മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായില്ല, അപ്പൊ അതുകൊണ്ട് മെയിൻ എക്സാമിന് ചോദിക്കാൻ വളരെ 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 ചാൻസ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഫങ്ഷണൽ ഫോമാൻഷിപ്പ് വൃത്തിയായിട്ട് ഡയഗ്രാം അടക്കം പഠിക്കാം. യെസ്, അതിന്റെ ഡയഗ്രത്തിലേക്ക് പോകാം അല്ലെ. ഫങ്ഷണൽ ഫോമാൻഷിപ്പ് നോക്കാം മക്കളെ. ഫസ്റ്റ് ഫങ്ഷണൽ ഫോമാൻഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ FW ടൈലർ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ മൊത്തം ഓർഗനൈസേഷനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് 2 ഡിവിഷൻ പറയുന്നത് സാറേ? പ്ലാനിംഗും ഉണ്ട്, പ്രൊഡക്ഷനും ഉണ്ട്. 2 ഡിപ്പാർട്ട്മെന്റ് ആക്കി തന്നെ വിചാരിച്ചു. അപ്പൊ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റ് അകത്ത് പ്ലാനിംഗ് ഓഫീസർ അഥവാ പ്ലാനിംഗ് ഹെഡ് ഉണ്ടാവും, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് അകത്ത് പ്രൊഡക്ഷൻ ഹെഡ് അഥവാ പ്രൊഡക്ഷൻ ഓഫീസർ. പ്ലാനിംഗിൽ ആരൊക്കെ വരുന്നത്? പ്ലാനിംഗ് വരുമ്പോൾ അവിടെ ഒരു 4 എന്താ പറയുക ഇൻസ്ട്രക്ട് കൊടുക്കാനുള്ള ആരൊക്കെയാണ്? റൂട്ട് ക്ലർക്ക് വരുന്നുണ്ട്, ഇൻസ്ട്രക്ടർ ക്ലർക്ക് ഉണ്ട്, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക് ഉണ്ട്, ഡിസിപ്ലിനറി. റൂട്ട് ക്ലർക്ക് എന്താ കൊടുക്കുക? റൂട്ട് രീതിയിൽ പോകണം അല്ലെ, ഏതാണ് വഴി, സീക്വൻസ് ഓഫ് കംപ്ലീറ്റിംഗ് ടാസ്കിന്റെ സ്റ്റെപ്പുകളൊക്കെ പറഞ്ഞു കൊടുക്കും. നെക്സ്റ്റ് അടുത്തത് ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്. അയാൾ എന്താ കൊടുക്കുക? ഇൻസ്ട്രക്ഷൻ കൊടുക്കും അല്ലെ, കറക്റ്റ് ആയിട്ട് ഏതൊക്കെ വഴി കൂടെ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം കറക്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്. അടുത്ത ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക് എന്താ പറയാ? ആള് കറക്റ്റ് ആയിട്ട് എത്ര ടൈമിനുള്ളിൽ എത്ര കോസ്റ്റിനകത്ത് വർക്ക് അക്കംപ്ലിഷ് എത്ര വരെ ചെലവ് വരാൻ പറ്റും ഇതൊക്കെ പറഞ്ഞു കൊടുക്കും. അതാണ് കാൽക്കുലേറ്റ് ചെയ്ത് പറയുന്നത്. അടുത്ത ഡിസിപ്ലിനറി എന്താ പറയാ, എങ്ങനെ കുറച്ചുകൂടി ഡിസിപ്ലിൻ ആയിട്ട് ഡീസന്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യേണ്ട കാര്യം പറഞ്ഞു. അടുത്തതാണ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. അവിടെ എല്ലാം ബോസുകളാണ്, സിമ്പിൾ ആയിട്ട് പഠിക്കുക. ഇതൊക്കെ ബോസ് ഉണ്ട്, സ്പീഡ് ബോസ്, ഗ്യാങ് ബോസ് ഉണ്ട്, റിപ്പയർ ബോസ് ഉണ്ട്, ഇൻസ്പെക്ടർ ഉണ്ട്. സ്പീഡ് ബോസ് എന്ന് പറയുമ്പോൾ എന്താ പറയാ, എത്ര സമയത്തിനുള്ളിൽ എങ്ങനെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞു. തീർക്കുന്നുണ്ട് എന്നുള്ളത് നോക്കണം. സ്പീഡ് ബോസ് ഗ്യാങ് ബോസ് എന്താ കൊണ്ടുവരാൻ രാവിലെ വന്ന് എല്ലാ സാധനങ്ങളും അടുക്കി പറക്കി വെച്ചിട്ടുണ്ടോ, ഓൺ പ്ലേസിൽ തന്നെ ഇരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഗ്യാങ്ങിന്റെ ബോസ് എന്ന് പറയുന്നത്. റിപ്പയർ എന്ന് വെച്ചാൽ പേര് തന്നെ ഉണ്ട്, ഈ മെഷീൻസും ടൂൾസും ഒക്കെ വീക്ക്ലി മെയിൻ്റനൻസോ മന്ത്ലി മെയിൻ്റനൻസോ ഒക്കെ ചെയ്യുന്ന ആളാണ് റിപ്പയർ ബോസ്. ഇനി ഇൻസ്പെക്ടർ ആണ് നമ്മൾ ഉണ്ടാക്കിയ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ആളാണ് ഇൻസ്പെക്ടർ. ഇനി ശ്രദ്ധിക്കുക, ഈ പറഞ്ഞ 2 ഡിപ്പാർട്ട്മെന്റിലെയും 4 പേര് വെച്ചിട്ട് മൊത്തം 8 പേര് ചേർന്നിട്ടാണ് ഇവർ എന്ത് ചെയ്യുക, ഒരു വർക്കറിനെ പ്രാന്ത് പിടിപ്പിക്കുക. ക്ലിയർ ആണല്ലോ? അപ്പൊ ഒരൊറ്റ വർക്കറെ കൊണ്ട് എന്നാൽ ഒരൊറ്റ വർക്കർക്ക് എന്ത് കിട്ടും? 4 സൂപ്പർവൈസറുടെ കയ്യിൽ നിന്ന് ഇവിടെ എന്ത് കിട്ടുന്നുണ്ട്? ഇൻസ്ട്രക്ഷൻ കിട്ടുന്നുണ്ട്. ക്ലിയർ ആണ്? 8 സൂപ്പർവൈസർ കിട്ടുന്നുണ്ട്, ഇൻസ്ട്രക്ഷൻ കിട്ടുന്നുണ്ട്. അപ്പൊ നോക്കാം, ശ്രദ്ധിക്കുക, 1 വേഡ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു വർക്കർക്ക് 8 സൂപ്പർവൈസറുടെ കയ്യിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന ടെക്നിക്ക് ഏതാണ് ചോദിച്ചോളൂ സാറേ. ഏതാണത്? ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ആണ്. ക്ലിയർ ആണ് മക്കളെ? അപ്പൊ ഒരു വർക്കറും 8 സൂപ്പർവൈസറും ആണെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കേണ്ട, അത് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ആയിരിക്കും. സെറ്റാണ് കൈവശം. ഓക്കെ മക്കളെ? ഒരു വർക്കറും ഒരു സൂപ്പർവീരിയർ ആണെങ്കിലോ അത് യൂണിറ്റി ഓഫ് കമാൻഡ് ആയിരിക്കും. മാറിപ്പോകരുത് കേട്ടോ. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ ടൈലർ പറയുന്നത് ഒരു വർക്കർക്ക് അറ്റ് എ ടൈമിൽ 8 സൂപ്പർവൈസർക്ക് ഓർഡർ കൊടുക്കണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. സെറ്റാണ് കൈവശിക്കാൻ ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണല്ലോ? അപ്പൊ സെറ്റ് ആയില്ലേ? ഓക്കെ, ഇത് എക്സ്പ്ലെയിൻ ചോദിക്കുമ്പോ ഡയഗ്രാം വരയ്ക്കുക, വൃത്തിയായിട്ട് 2 സൈഡും എഴുതിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ ആണല്ലോ? ലാസ്റ്റ് ഈ വർക്കറെ വരക്കാൻ വിട്ടുപോയാൽ എല്ലാം കഴിഞ്ഞു കേട്ടോ, അത് വരച്ചോളണം. ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ നമുക്കിനി വീണ്ടും ആ പോർഷനിലേക്ക് തിരിച്ചു പോയാൽ സാർ നെക്സ്റ്റ് അതിന് മുന്നത്തെ ടോപ്പിക്കിലേക്ക് പോയിട്ടുള്ളൂ. ഇനി അടുത്തെന്താ പറയുക, സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക്. അടുത്ത ടെക്നിക്ക്, ഒരു ടെക്നിക്കേ കഴിഞ്ഞിട്ടുള്ളൂ. അടുത്ത ടെക്നിക്കാണെന്ന് പറയുന്നത് സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക്. ഇവിടെ എന്തായിരിക്കും പറയണേ? ഒരുപാട് പ്രൊഡക്ട്സ് ഒക്കെ വെച്ചിട്ട് വാരി വലിച്ചിട്ട് നല്ലത് കസ്റ്റമേഴ്സിന് ആവശ്യമുള്ളത് മതി. ഒരുപാട് ഡൈവേഴ്സിറ്റി കൊണ്ടുവരാണ്ട് പേന തന്നെ എന്തൊക്കെയാ ചെയ്യാ? പേന ഇപ്പൊ നമ്മൾ എന്തൊക്കെ കളർ ഉണ്ടാവാ? ബ്ലാക്ക് ഉണ്ടാവും, ബ്ലാക്കും ബ്ലൂ ആണ് മെയിൻ ആയിട്ട്. ഗ്രീനും ഉണ്ടാവാം, ഗ്രീനും റെഡും കൂടെ ഉണ്ടാക്കാം. അല്ലാണ്ട് വയലറ്റ് പിങ്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊണ്ടുവരണോ? ഒരുപാട് കൊണ്ടുവരണ്ട. അതേപോലെ വർക്ക് കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആക്കാം, സിംപ്ലിഫൈ ചെയ്യാനായിട്ട് പറയാം. സ്റ്റാൻഡർഡൈസേഷൻ സിംപ്ലിഫിക്കേഷൻ വർക്ക് എന്ന് പറയുന്നത് മെത്തേഡ് സ്റ്റഡി. മെത്തേഡ് തന്നെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ഓർഗനൈസേഷണൽ ഗോൾ മിനിമം വേഗത്തിൽ അച്ചീവ് ചെയ്യാനും മാക്സിമം ബെനിഫിറ്റും മിനിമം കോസ്റ്റ് വരുന്ന മെത്തേഡുകൾ അഡോപ്റ്റ് ചെയ്യുക. ഇനി ശ്രദ്ധിക്കുക മക്കളെ, ഈ മെത്തേഡ് സ്റ്റഡിയിൽ നിന്ന് ഒരുപാട് 1 വേഡ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതിൽ തന്നെ മോഷൻ സ്റ്റഡിയും ഫാക്ട് സ്റ്റഡിയാണ് ഒരുപാട് 1 വേഡ് കണ്ടേക്കുന്നത്. ക്ലിയർ ആണ്? കൈവശിക്കാൻ ഓക്കെ ആണെങ്കിൽ അപ്പൊ നിങ്ങൾ അതുപോലെ മോഷൻ സ്റ്റഡി എന്താണെന്ന് ഫാക്ടിക്ക് തന്നെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. നിങ്ങൾ ചെയ്യുന്ന ഒരു വഴിയാണ് മോഷൻ സ്റ്റഡി. ഇപ്പൊ നമ്മൾ പഠിക്കാൻ പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യും? കുറച്ച് റേറ്റ് പോകും അല്ലെ, കുറച്ച് വെള്ളം കുടിക്കാൻ പോകും, വേഗം വെറുതെ മുഖം കഴുകാൻ പോകും. ഇതേപോലെ അനാവശ്യമായിട്ട് നിങ്ങൾ എന്തൊക്കെ മൂവ്മെന്റ്സ് ഉണ്ടാക്കുന്നുണ്ടോ അതിനെയാണ് എന്ത് പറയാ?
മോഷൻ സ്റ്റഡി എന്ന് പറയാം. മെറ്റീരിയൽ മെഷർ തുടങ്ങിയിട്ടുള്ള ഈ 3 മൂവ്മെന്റിനെ മെയിൻ ആയിട്ട് നോക്കുന്നതാണ് എന്ത് മോഷൻ സ്റ്റഡി. ഒരു വർക്ക് കൊടുക്കുന്ന സമയത്ത് വെറുതെ മെഷീൻസ് നിൽക്കുക, അല്ലെങ്കിൽ കുറെ മെറ്റീരിയൽ നിൽക്കുക. ഇതേപോലെ ആവശ്യമില്ലാണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിക്കുകയാണെങ്കിൽ, അങ്ങനെ സമയത്തിന് കളയുന്നുണ്ടെങ്കിൽ ആ സ്റ്റഡിയാണ് എന്ത് മോഷൻ സ്റ്റഡി. നെക്സ്റ്റ് അടുത്തത് ടൈം സ്റ്റഡി. ടൈം സ്റ്റഡിയിൽ എന്താ പറയുന്നത്, കറക്റ്റ് ടൈമിനുള്ളിൽ എത്ര വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്രത്തോളം സ്റ്റാൻഡേർഡ് ടൈം വേണമെന്ന് പറയുന്നത് ടൈം സ്റ്റഡിയിലാണ്. അടുത്തത് ഫാറ്റിക് സ്റ്റഡി. ഇത് മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻ കാണാറുണ്ട്, ഇന്ന് രാവിലത്തെ പേപ്പറിലും കണ്ടിരുന്നു അല്ലെ. എന്താണ് ഫാറ്റിക് സ്റ്റഡിയിൽ പറയുന്നത്, എത്ര വർക്കിംഗ് ഇന്റർവെൽസ് എടുക്കുന്നുണ്ട് ഒരു വർക്ക് ചെയ്യുമ്പോൾ ക്ഷീണിക്കാൻ ചാൻസ് ഉണ്ടല്ലോ, ക്ഷീണം വരും. അപ്പൊ ഞാൻ കുറച്ചും കൂടി എന്താണ് ക്ഷീണം കുറയ്ക്കാൻ വേണ്ടി എത്രത്തോളം നിങ്ങൾ ഈ ക്ലാസ്സിൽ എത്ര ഉണ്ട്, 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുന്നുണ്ട്. അതല്ലാണ്ട് വല്ലയിടത്തും നോക്കിയിരിക്കുന്ന എത്ര സമയം കളയുന്നുണ്ട്, അതും കൂടെ കൂട്ടിയിട്ട് നമുക്ക് ഫാറ്റിക് സ്റ്റഡി. അപ്പൊ ഇതേപോലെ നമ്മൾ എത്രത്തോളം നമ്മുടെ എംപ്ലോയിക്ക് വർക്കിംഗ് ടൈം എന്ന റെസ്റ്റ് ടൈം ആവശ്യമാണ്, അതിനാണ് എന്ത് പറയാ ഫാറ്റിക് സ്റ്റഡി എന്ന് പറയാം. അടുത്തത് ഡിഫറൻഷ്യൽ പീസ് വേസ് സിസ്റ്റം ആണ്. ഇത് ചോദിക്കാറുണ്ട്, 2 മാർക്കിനും ചോദിക്കാറുണ്ട്. എന്താണ് ഡിഫറൻഷ്യൽ പീസ് വേസ് സിസ്റ്റം അഥവാ ഡിഫറൻഷ്യൽ പ്രൈസ് റേറ്റ് സിസ്റ്റം? 2 രീതിയിലും പേര് കാണാറുണ്ട്. എന്താണ് ഡിഫറൻഷ്യൽ പീസ് വേസ് സിസ്റ്റം? എഫിഷ്യന്റിനും ഇൻഎഫിഷ്യന്റിനും 2 രീതിയിലുള്ള സാലറി കൊടുക്കുന്നത്. രണ്ടുപേർക്കും ഒരുപോലെ കൊടുക്കാൻ പാടില്ല. എഫിഷ്യന്റ് കുറച്ചുകൂടി കൂടുതൽ കൊടുക്കുക, ഇൻഎഫിഷ്യന്റ് കുറച്ച് കുറവ് കൊടുക്കുക. ക്ലിയർ ആണല്ലോ? അങ്ങനെ വേണം സാലറി കൊടുക്കാനായിട്ട്. ഇതാണ് അതിന്റെ ടെക്നിക്ക്. ഡാഷ് ഈസ് എ ടെക്നിക് which gives efficient and inefficient അല്ലെ സാലറി ഡിഫറently സാലറി ടു എഫിഷ്യന്റ് ആൻഡ് ഇൻഎഫിഷ്യന്റ്. അങ്ങനെ ഏതാണ് ഡിഫറൻഷ്യൽ പീസ് വേസ് സിസ്റ്റം ആണ് കൃത്യമായിട്ട് എഴുതി വെക്കാം. മക്കളെ ടെക്നിക്സ് വളരെ വൃത്തിയായിട്ട് പഠിക്കുക. മെത്തേഡ് സ്റ്റഡി, മോഷൻ സ്റ്റഡി, ടൈം സ്റ്റഡി, ഫാറ്റിക് സ്റ്റഡി ഒന്നും വിട്ട് കളയരുത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫംഗ്ഷൻ ഫോർമാൻഷിപ്പ് വരയ്ക്കാനും എഴുതാനും വൃത്തിയായിട്ട് പഠിച്ചോളണം. സെറ്റ് ആണെങ്കിൽ വിശിക്കാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഈ ചാപ്റ്ററിലെ ഏറ്റവും മെയിൻ പോർഷനിലേക്ക് സാറേ പോകാലോ. നെക്സ്റ്റ് പോർഷൻ ആണ്. നെക്സ്റ്റ് സെക്ഷൻ 14 പ്രിൻസിപ്പിൾസ്. 14 പ്രിൻസിപ്പിൾസ് അത് ഒറ്റയടിക്ക് അങ്ങോട്ട് പഠിച്ചു തീർത്ത് കഴിഞ്ഞാൽ സ്വാഹ സ്വസ്ഥം അല്ലെ. നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് ഇനി അധികം നോക്കേണ്ട ആവശ്യം വരില്ല. ഉദാഹരണം ഇപ്പൊ 14 പ്രിൻസിപ്പിൾ, ഒന്നാമത്തെ പ്രിൻസിപ്പിൾ ആണ് ഡിവിഷൻ ഓഫ് വർക്ക് അല്ലെ. നമ്മൾ ഫുൾ നെയിം പറയാലോ. മിക്കവർക്ക് അറിയാൻ പറ്റിയിരിക്കും, അറിയാത്ത കുറച്ച് പേരുണ്ടാവില്ല സാറേ. ഹെൻറി ഫയോൾട്ട് ആണ് ഫുൾ നെയിം കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഹെൻറി ഫയോൾട്ട് എന്ന് പറയുന്നത് മോഡേൺ മാനേജ്മെന്റിന്റെയും ജനറൽ മാനേജ്മെന്റിന്റെയും ഫാദർ ആണ്. മക്കളെ ക്വസ്റ്റ്യൻ ചോദിക്കുക 14 പ്രിൻസിപ്പിൾസ് ആയിട്ട് ചോദിക്കുക. ചിലപ്പോൾ ചോദിക്കുന്നത് മോഡേൺ മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്നായിരിക്കാം. ചിലപ്പോൾ ചോദിക്കുന്നത് ജനറൽ മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്നായിരിക്കും. അല്ല, പ്രിൻസിപ്പിൾസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുമ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കുന്നത്. വേറാണല്ലോ, ഫാദർ ഓൾറെഡി അറിയാം. പ്രിൻസിപ്പിൾ ചോദിക്കുമ്പോൾ ആ 14 പ്രിൻസിപ്പിൾസ് ചോദിക്കണമെന്നില്ല, ഈ ഏത് കൺസെപ്റ്റ് വെച്ച് ചോദിക്കത്തുള്ളൂ. അത് അങ്ങനെ പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ മോഡേൺ മാനേജ്മെന്റ് ജനറൽ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആണ്. എന്തൊക്കെയാണ്? 14 പ്രിൻസിപ്പിൾ ഉണ്ട്. ഫസ്റ്റ് ഡിവിഷൻ ഓഫ് വർക്ക്. നമ്മൾ 5th ചാപ്റ്റർ ഓർഗനൈസിംഗിൽ കണ്ടു അല്ലേ. എന്താണ് ഡിവിഷൻ ഓഫ് വർക്ക്? വർക്ക് നമ്മൾ കുഞ്ഞു പാർട്സ് ആക്കി ബ്രെഡ് മുറികളെ മുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓരോ എംപ്ലോയീസ് കൊടുക്കും. അതുകൊണ്ട് എന്ത് കിട്ടും സാറേ? സ്പെഷ്യലൈസേഷൻ. മക്കളെ ആ വേർഡ് പറഞ്ഞാൽ തീർന്നുട്ടാ, സ്പെഷ്യലൈസേഷൻ കൊണ്ടുവരും. നെക്സ്റ്റ് അടുത്ത് എന്താണ്? അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഓൾറെഡി പറഞ്ഞതാണ്, ഓർഡർ കൊടുക്കാൻ അധികാരമുണ്ടെങ്കിൽ അതോറിറ്റി, അത് ഓർഡർ അനുസരിച്ച് വർക്ക് ചെയ്യാനുള്ള ഒബ്ലിഗേഷൻ ഉണ്ടെങ്കിൽ അത് റെസ്പോൺസിബിലിറ്റി ആണ്. കറക്റ്റ് ആയിട്ട് ആരാണ് സുപ്പീരിയർ ആരാണ് സബോർഡിനേറ്റ് എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ഡിസിപ്ലിൻ, എല്ലാത്തിലും ഒരു കൃത്യതയും വ്യക്തതയും എല്ലാം കൊണ്ടുവരാൻ റൂൾസും റെഗുലേഷൻസ് ഒക്കെ നമ്മൾ അടിപൊളിയായിട്ട് ഇങ്ങനെ എന്താണ് ഡീൽ ചെയ്ത് പോകുക. അതൊക്കെ കറക്റ്റ് അനുസരിക്കാൻ എന്നുള്ളത് ഒരിക്കലും എന്താണ് ഒബേ ചെയ്യാതിരിക്കരുത്. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് യൂണിറ്റി ഓഫ് കമാൻഡ്. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 1 man 1 boss എന്നൊക്കെ പറയും അല്ലെ. അതായത് ഒരാൾക്ക് ഒരു ബോസേ ഉണ്ടാകാൻ പാടുള്ളൂ. വേറെ അതായത് ഒരു സുപ്പീരിയർ ഒരു സബോർഡിനേറ്റിന് മാത്രമേ ഓർഡർ കൊടുക്കാൻ പാടുള്ളൂ. മക്കളെ 1 man 1 boss അറ്റ് എ ടൈം ഒരു സുപ്പീരിയറുടെ ഒരു സബോർഡിനേറ്റ് കമാൻഡ് സ്വീകരിക്കാൻ പാടുള്ളൂ. അങ്ങനെ ചെയ്യണം. അടുത്തെന്താ? യൂണിറ്റി ഓഫ് ഡയറക്ഷൻ അഥവാ യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. അവിടെ എന്തായിരിക്കും? ഒരു സെയിം വർക്ക് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്, എൻ്റയർ ഡിപ്പാർട്ട്മെന്റിന് സെയിം ആണെങ്കിൽ ഒരു ഹെഡും ഒരു പ്ലാൻ ഉണ്ടാവുള്ളൂ. അപ്പൊ അവിടെ എന്താ? 1 head 1 plan ആണ്. ശ്രദ്ധിക്കാൻ മക്കളെ, യൂണിറ്റ് ഓഫ് കമാൻഡ് എന്ന് പറയുന്നത് 1 man 1 boss ആണെങ്കിൽ ഇവിടെ 1 head 1 plan ആണ്. അത് ചോദിക്കട്ടെ മക്കളെ. ഇത് ഇൻഡിവിജ്വലും ഇത് ഗ്രൂപ്പിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മാറിപ്പോകരുത്. ഇനി അടുത്തത് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. അതായത് ഓർഗനൈസേഷൻ എപ്പോഴും എന്താ ചെയ്യേണ്ടത്? വ്യക്തികളുടെ താല്പര്യങ്ങളെക്കാട്ടും മൊത്തമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് റെമ്യൂണറേഷൻ ടു എംപ്ലോയീസ്. ഒരു എംപ്ലോയി എടുക്കുന്ന ജോലിക്ക് ഇക്വിറ്റബിൾ ആയിട്ട് എപ്പോഴും എന്ത് കൊടുക്കുക? റെമ്യൂണറേഷൻ കൊടുക്കുക. അടുത്തത് സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷൻ. നമ്മൾ ഓൾറെഡി പഠിച്ച സാധനമാണ്. എന്താണ് സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ? കോൺസെൻട്രേഷൻ ഓഫ് അതോറിറ്റി ടോപ്പ് ലെവൽ ആണെങ്കിൽ സെൻട്രലൈസേഷൻ ആണ്. മറ്റേതാണെങ്കിൽ ഡിസ്പേഴ്സൽ ഓഫ് അതോറിറ്റി ടു ലോവർ ലെവൽ. അടുത്ത് ശ്രദ്ധിക്കുക, സ്കാലാർ ചെയിനും ഗാങ് പ്ലാനും ചോദിക്കൂട്ടോ. രാവിലെ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനിൽ 3 മാർക്കിനാണ് വെച്ചത്. സ്കാലാർ ചെയിൻ, ഗാങ് പ്ലാൻ എക്സ്പ്ലെയിൻ ചെയ്യാം വിത്ത് ഡയഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, ഒരു 5 പ്രിൻസിപ്പിൾ ഒക്കെ എഴുതാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഗാങ് പ്ലാനിനെ പ്രിൻസിപ്പിൾ ആക്കി കൊണ്ട് എഴുതി വെക്കുക. അത് പ്രിൻസിപ്പിൾ അല്ല കേട്ടോ, അതിന്റെ സൈഡിൽ കൂടി പോകുന്ന സാധനമാണ്. ക്ലിയർ ആയില്ലേ? അപ്പൊ നോക്കാം, സ്കാലാർ ചെയിൻ എന്ന് പറയുമ്പോൾ എന്താ സാറേ?
ഹയസ്റ്റ് ആണെങ്കിൽ ലോവസ്റ്റിലേക്ക് വരുന്ന അതോറിറ്റിനെയാണ് സ്കാലാർ ചെയിൻ എന്ന് പറയാ. അതിൽ കൂടിയാണ് ഇൻഫർമേഷൻ ഫ്ലോ ചെയ്യുന്നത്. അതിൽ വരുന്ന അല്ലെ അങ്ങനെ കുറച്ചും കൂടി കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടി സ്പീഡി ആക്കാൻ പറ്റുന്ന ടെക്നിക് ആണ് എന്ത് ഷോർട്ട് വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ഗാങ് പ്ലാൻ. വൃത്തിയായിട്ട് വരയ്ക്കാൻ പഠിക്കാം. നെക്സ്റ്റ് ഓർഡർ. ഓർഡർ എന്ന് പറയുമ്പോൾ മെറ്റീരിയൽ ആയിക്കോട്ടെ മെഷീനറി ആയിക്കോട്ടെ എവറിത്തിങ് മസ്റ്റ് ഹാവ് എ സ്യൂട്ടബിൾ പ്ലേസ്. എല്ലാത്തിനും എന്ത് വേണം? ഒരു സ്യൂട്ടബിൾ പ്ലേസ് വേണം. അതാണ് എന്ത് പറയുന്നത്? ഓർഡർ പറയുന്നത്. അടുത്തത് ഇക്വിറ്റി. ചെറിയൊരു വാക്കും കൂടെ പഠിച്ചായിരുന്നു. എന്തായിരുന്നു? A place for everything and everything must be in its place. Places. Okay, next അടുത്തതാണ് ഇക്വിറ്റി. ഇക്വിറ്റി എന്ന് വെച്ചാൽ ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുക അല്ലെ? എല്ലാത്തിനെയും എല്ലാ എംപ്ലോയീസിനും ഒരുപോലെ അങ്ങനെ ട്രീറ്റ് ചെയ്ത് കൊണ്ടുപോകും. അടുത്താണ് സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സൺ. അതായത് ഒരു എംപ്ലോയി ഒരു ഓർഗനൈസേഷനിൽ മസ്റ്റ് ആയിട്ടും വർക്ക് ചെയ്യാൻ കുറെ കാലം അയാൾക്ക് തന്നെ തോന്നുന്നു ഒരു മോട്ടിവേഷൻ ഉണ്ടാവണം. അല്ലാണ്ട് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഈ കമ്പനി വേണ്ടെന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോകാൻ എപ്പോഴും സീക്രട്ട് പൊസിഷൻ മാറ്റാൻ പാടില്ല അല്ലെ? ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ സാറിന് ഇവിടെ കൊണ്ട് ബിസിനസ്സിൽ ഇട്ടു, എക്കോണമിക്സിൽ ഇട്ടു, എക്കണോമിക്സ് സാർ ഇഷ്ടപ്പെടോ ഇല്ല. അപ്പൊ അതേപോലെ അങ്ങനെ ചെയ്യാണ്ട് ഒരു എംപ്ലോയിക്ക് സ്ഥിരമായിട്ട് പൊസിഷൻ കൊടുത്ത് സംഭവിക്കും. എംപ്ലോയി ഇങ്ങനെ പിരിഞ്ഞു പോകുന്ന അവസ്ഥ അല്ലെങ്കിൽ എംപ്ലോയി ടേൺ ഓവർ ആക്ടിവിറ്റീസിനെ കുറയ്ക്കാൻ. ഓക്കെ, നെക്സ്റ്റ് ഇനീഷ്യേറ്റീവ് ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ടാണ് അല്ലെ? നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു എഫേർട്ട് ഇട്ടിട്ട് നമുക്ക് തന്നെ അതായത് എംപ്ലോയിനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? ഓർഗനൈസേഷൻ എപ്പോഴും മാനേജ്മെന്റ് എപ്പോഴും എന്ത് ചെയ്യാം? എംപ്ലോയിയുടെ ഇനീഷ്യേറ്റീവ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. എംപ്ലോയിയുടെ കഴിവ് കുറച്ചും കൂടി അവരെ കഴിവുകളാക്കി എടുക്കാൻ, അതായത് വളർത്തിയെടുക്കുക. ഓക്കെ, കഴിവുള്ളവരാക്കി എടുക്കുക. നെക്സ്റ്റ് അടുത്തത് എക്സ്പെക്ടഡ് ഇൻകംസ്. അതായത് ഒറ്റയ്ക്ക് പറയുന്ന പകരം വീന്ന് ചിന്തിക്കുക. നമ്മൾ ഒരുമിച്ച് നിൽക്കണം. അല്ലെങ്കിൽ എന്താണ് എക്സ്പെക്ടഡ് ഇൻകംസ് ആണ്. മറ്റൊരു പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ 14 പ്രിൻസിപ്പിളും എല്ലാം പഠിച്ചില്ലെങ്കിലും ഇനി പറയാൻ പോകുന്ന പ്രിൻസിപ്പിൾസ് വൃത്തിയായിട്ട് പഠിക്കുക. നോട്ട് ചെയ്യുക. ഡിവിഷൻ ഓഫ് വർക്ക്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഡിസിപ്ലിൻ, യൂണിറ്റി ഓഫ് കമാൻഡ്, യൂണിറ്റി ഓഫ് ഡിറക്ഷൻ, ദെൻ സ്കാലാർ ചെയിൻ, ഓർഡർ, ഇക്വിറ്റി, എക്സ്പെക്ടഡ് ഇൻകംസ്. ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ പഠിച്ചിട്ട് പോകണം. കാരണം ഇതിലാണ് റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്ന് കണ്ടേക്കുന്നത്. മാച്ച് ദ ഫോളോയിങ്. ക്ലിയർ ആണ്? കൈവിശേക്കാൻ എന്തൊക്കെ പറയുന്നത്? യെസ്, പഠിച്ചിട്ടുണ്ട്. അതാണ് പഠിച്ചിട്ടുള്ള ഓക്കെ. പഠിക്കാൻ പഠിച്ചു പോകാം. ഡിവിഷൻ ഓഫ് വർക്ക്, അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, ഡിസിപ്ലിൻ, യൂണിറ്റി ഓഫ് കമാൻഡ്, ഡയറക്ഷൻ, സ്കാലാർ ചെയിൻ, ഓർഡർ, ഇക്വിറ്റി, എക്സ്പെക്ടഡ് ഇൻകംസ്. ഇത്ര എന്തായാലും പഠിച്ചേ പറ്റത്തുള്ളൂ. ക്ലിയർ ആണ്? കൈവിശേക്കാൻ കിട്ടൂല മക്കളെ. ഓക്കെ, സാർ ഓൾറെഡി പഠിപ്പിച്ചിട്ടുണ്ട്. സാറിന് കോൺഫിഡന്റ്. അതെ, ഞാൻ വളരെ കോൺഫിഡന്റ് ആണ്. യെസ്, ഓക്കെ. അപ്പൊ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് യൂണിറ്റി ഓഫ് കമാൻഡും യൂണിറ്റി ഓഫ് ഡിറക്ഷൻ ഉള്ള ഡിഫറൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. യൂണിറ്റി ഓഫ് കമാൻഡ് ഡിറക്ഷൻ പറയുമ്പോൾ സാറേ ഫസ്റ്റ് യൂണിറ്റ് ഓഫ് കമാൻഡ് പറയുന്നത് എന്താണ്? ഒരു സുപ്പീരിയർ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? സബോർഡിനേറ്റർ ഓർഡർ സ്വീകരിക്കാൻ പാടുള്ളൂ. ഇവിടെ അങ്ങനെയല്ല. എന്താണ്? ആക്ടിവിറ്റീസ് ഹാവിംഗ് സെയിം ഒബ്ജക്റ്റീവ് ആണെങ്കിൽ വൺ ഹെഡും വൺ പ്ലാനും ആയിരിക്കും. ഇനി ഇവിടെ എന്താണ്? ഡ്യുവൽ സബോർഡിനേഷനെ ഒഴിവാക്കുന്നു. ഡ്യുവൽ സബോർഡിനേഷൻ എന്ന് വെച്ചാൽ ഒന്നിലധികം ആൾക്കാർ നമുക്ക് കമാൻഡ് തരുന്ന പരിപാടി ഇവിടെ ഇല്ല. ഇവിടെ അങ്ങനെയല്ല. ഓവർലാപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ് ഇങ്ങനെ വെറുതെ ചെയ്തുകൊണ്ടിരിക്കുക. പരിപാടി ഇവിടെ ഇല്ല. ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക് ഒന്നും ഇവിടെ ഇല്ല. നെക്സ്റ്റ് ഇവിടെ ഇൻഡിവിജ്വൽ എംപ്ലോയി ആയിരിക്കും യൂണിറ്റ് ഓഫ് കമാൻഡ്. ഇവിടെ ഒരു എംപ്ലോയിനെ മാത്രമേ കാര്യം എഫക്ട് ചെയ്യുന്നുള്ളൂ. ഇവിടെ അങ്ങനെയല്ല. എല്ലാം കൂടി ഒരു ഹെഡ് ഒരു പ്ലാൻ എന്ന് പറയുമ്പോൾ ഒരു എൻറ്റയർ ഓർഗനൈസേഷനെ മൊത്തമായിട്ട് ഈ ഒരു ആക്ടിവിറ്റി ബാധിക്കുന്നതാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ മക്കളെ? ഇതിന്റെ ഡിഫറൻസിൽ എന്താ എഴുതാം? ഇവിടെ വൺ മാൻ വൺ ബോസ്. ഇവിടെ വൺ ഹെഡ് വൺ പ്ലാൻ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് നോക്കാം. ഹെൻറി ഫയോളും FW തമ്മിൽ ഡിഫറൻസ് ആണ്. ശ്രദ്ധിച്ച് പഠിക്കാം മക്കളെ. ഹെൻറി ഫയോളും ഓൾറെഡി പറഞ്ഞു ഫാദർ ഓഫ് ജനറൽ മാനേജ്മെന്റ് അഥവാ മോഡേൺ മാനേജ്മെന്റ്. ഇയാളാണെങ്കിലോ സയന്റിഫിക് മാനേജ്മെന്റ് അച്ഛനാണ്. നെക്സ്റ്റ് അടുത്തെന്താണ്? ഇവിടെ ടോപ്പ് ലെവൽ മാനേജ്മെന്റിനെയാണ് ഹെൻറി ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല. മക്കൾ ശ്രദ്ധിക്കുക. ഷോപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോവർ ലെവൽ ആണ്. ഷോപ്പ് ഫ്ലോർ മീൻസ് ലോവർ ലെവൽ ആണ്. ലോവർ ലെവലിലാണ് ഫോക്കസ് ചെയ്യുക. ഇവിടെ എന്താ? ഇവിടെ ഏറ്റവും സ്പെസിഫിക്കലി പറയുന്നത് യൂണിറ്റി ഓഫ് കമാൻഡ് അല്ലേ? ഒരു വർക്കർ അറ്റ് എ ടൈം ഒരാളുടെ കയ്യിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ സ്വീകരിക്കുന്നത്. ഇയാൾ അങ്ങനെയല്ല. ഒന്നല്ല, ഇയാൾ 8 ടാന്താക്കണം എംപ്ലോയി. മനസ്സിലായില്ലേ? അപ്പൊ ഒരു വർക്കർ 8 സ്പെഷ്യലിസ്റ്റിന്റെ കയ്യിൽ ഓർഡർ സ്വീകരിക്കണം. ഇതാണ് ആര് പറയുന്നത്? അവിടെ ടൈലർ പറയുന്നത്. അടുത്തത് ഇവിടെ എന്താ പറയുക? യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ആണ് അല്ലെ? എല്ലായിടത്തും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഈ മോഡേൺ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇവിടെ അങ്ങനെയല്ല. നമുക്ക് ആകെ 4 പ്രിൻസിപ്പിൾ ഉള്ളൂ. അത് സ്പെസിഫിക് സിറ്റുവേഷനിൽ മാത്രം നമ്മൾ അപ്ലൈ ചെയ്യാം. കൂടുതലും ഫാക്ടറി ഓറിയന്റഡ് ആയിട്ടാണ് ഈ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യാൻ നമുക്ക് എളുപ്പമായിട്ട് വരിക. ഇപ്പൊ എന്താ പറയുക? ഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾസ് ഫ്രം പേഴ്സണൽ എക്സ്പീരിയൻസസ്. ഇതങ്ങനെയല്ല. അയാളുടെ ഒബ്സർവേഷനും എക്സ്പെരിമെന്റേഷൻ വഴിയാണ് 4 പ്രിൻസിപ്പിൾസ് കണ്ടുപിടിച്ചത്. ഒരു കമ്പനി മൊത്തത്തിൽ അങ്ങ് റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ് ഹെൻറി പറയുന്നത്. ഇയാൾ അങ്ങനെയല്ല. പ്രൊഡക്ടിവിറ്റി എങ്ങനെ കൂട്ടുന്നാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പൊ ഡിഫറൻസ് കറക്റ്റ് ആയിട്ട് പഠിക്കുക. ഇനി സെക്കൻഡ് ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് പോർഷൻസ് ഒന്നും കൂടി പറഞ്ഞു തരാണ്. ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് സെക്കൻഡ് ചാപ്റ്ററിലെ നമ്മുടെ ഹെൻറി ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾ തന്നെയാണ്. അതിൽ 7 എന്തായാലും പഠിക്കണം കേട്ടോ. ദെൻ നിങ്ങൾ പഠിക്കേണ്ടത് നമ്മളുടെ ടൈലറുടെ സയന്റിഫിക് മാനേജ്മെന്റിൽ വരുന്ന പ്രിൻസിപ്പിൾസ് 4 വ്യക്തമായിട്ട് പഠിക്കുക. മാറിപ്പോകരുത്. ടെക്നിക് മസ്റ്റ് ആയിട്ട് പഠിക്കുക. അതിൽ ഫങ്ഷണൽ ഫോർമാൻഷിപ്പും ഞങ്ങൾ 2 സാറേ
ഉറപ്പായിട്ട് ചോദിച്ചിട്ടുണ്ടായിരിക്കും. നന്നായിട്ട് പഠിക്കണം മക്കളെ. അതേപോലെ തന്നെ മറ്റെന്താ ഡിഫറൻഷ്യൽ പീസ് വേജ്, മെത്തേഡ് സ്റ്റഡി അതുപോലെ പ്രിൻസിപ്പിൾസിന്റെ ആ നേച്ചറൊക്കെ ജസ്റ്റ് ഹെഡിങ്സ് വായിച്ചു വിടാം. ചിലപ്പോൾ ഓൾഡ് വൺ ഔട്ട് ഒക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് നോക്കി വെച്ചേക്കാം, കിട്ടും നിങ്ങൾക്ക് ഓൾറെഡി. പിന്നെ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആദ്യം പഠിച്ചു കൊടുത്തു അത് നിൽക്കാൻ പോവാണ്. നമ്മുടെ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ്. മക്കൾ ശ്രദ്ധിക്കുക, നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റിൽ ആദ്യം പഠിക്കുന്നത് എന്താണ് മാനേജ്മെന്റ് പഠിക്കാൻ എക്സാമിന് പോകല്ലേ. മാനേജ്മെന്റ് എന്താണ്? ആർട്ട് ഓഫ് ഗെറ്റിംഗ് ഡൺ ടു അതർ പീപ്പിൾ. മറ്റുള്ളവരൊക്കെ പണിയെടുപ്പിച്ച് അല്ലെ എന്താണ് നമ്മൾ ഒബ്ജക്റ്റീവ് നേടിയെടുക്കുകയാണെങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് മാനേജ്മെന്റ്. പേരാണ് കൈവശിക്കാൻ എഴുതാം. മാനേജ്മെന്റ് ഈസ് വാട്ട് എ മാനേജർ ഡസ്. ഒരു മാനേജർ ചെയ്യുന്ന പരിപാടിയെ നമുക്ക് മാനേജ്മെന്റ് എന്ന് വിളിക്കാം. ക്ലിയർ ആണല്ലോ? അപ്പൊ ഡെഫിനിഷൻ എന്തായാലും പഠിച്ചു വെക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, മാനേജ്മെന്റ് ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആണ്. ഇതൊരു ഇൻടാഞ്ചിബിൾ ഫോഴ്സ് ആണ്, മൾട്ടി ഡയമെൻഷൻ ആണ്. പറഞ്ഞൂടെ? ഇതൊക്കെ പറയാം. ഇനി മാനേജ്മെന്റിൽ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ് എഫിഷ്യൻസി, എഫക്റ്റീവ്നെസ്. മോഡൽ എക്സാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. എഫിഷ്യൻസി, എഫക്റ്റീവ്നെസ് ഡിഫറൻസ് ചോദിച്ചില്ല മക്കളെ? കാണിച്ചേ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. എഫിഷ്യൻസിയും എഫക്റ്റീവ്നെസ്സും വൃത്തിയായിട്ട് പഠിച്ചു. എല്ലാ സാധനവും നമുക്കിപ്പോ യൂഷ്വലി നമുക്ക് എഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസി ഒക്കെ നമുക്ക് ഒന്നോ രണ്ടോ ഏതെങ്കിലും ഒന്നൊക്കെ ആയിട്ടാണ് എല്ലാത്തിന്റെയും ഫീച്ചറിൽ ഇതിലൊക്കെ കാണുന്നത്. നിങ്ങൾക്ക് രണ്ടും എല്ലാത്തിന്റെയും ഫീച്ചറിൽ ഇട്ടോ ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് ടീച്ചർ വെറുതെ നോക്കുന്നു. അപ്പൊ നോക്കാം, എഫിഷ്യൻസി എഫക്റ്റീവ്നെസ്സിലേക്ക് നമുക്ക് വരെയാണ്. എഫിഷ്യൻസി എഫക്റ്റീവ്നെസ് സിമ്പിൾ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ മക്കളെ ശ്രദ്ധിക്കുക, എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നത് മിനിമം റിസോഴ്സസ് ഉപയോഗിച്ചിട്ടാണ്. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങളെ കൊണ്ട് കുറച്ച് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് കോസ്റ്റ് കുറവിലും കുറച്ച് ലേബേഴ്സ് വെച്ചിട്ടാണെങ്കിൽ എന്താണ് അത്? എഫിഷ്യൻസിയാണ്. ഈ പ്രൊഡക്റ്റ് തന്നെ നമ്മൾ പറഞ്ഞ ദിവസത്തിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിലോ അത് എഫക്റ്റീവ്നെസ് ആണ്. അപ്പൊ നോക്കിയേ, കോസ്റ്റ് കുറവില് റിസോഴ്സ് കുറവില് പ്രൊഡക്റ്റ് ആണെങ്കിൽ എന്താണ് എഫിഷ്യൻസി. എഫക്റ്റീവ്നെസ് അങ്ങനെയല്ല, പറഞ്ഞ വർക്ക് കൃത്യമായിട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അവിടെ കോസ്റ്റ് പരിഗണിക്കുക. അതാണ് എന്ത്? എഫക്റ്റീവ്നെസ്. കൃത്യമായിട്ട് പഠിക്കുക. ഇത് ഷോർട്ട് റൺ ആണെങ്കിൽ ഇത് ലോങ് റൺ ആണ്. ഇത് ചെറിയ കൺസെപ്റ്റ് ആണെങ്കിൽ വലിയ കൺസെപ്റ്റ് ആണ്. ഇത് സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യാനാണ്. ഇത് എഫക്റ്റീവ്നെസ് വേണ്ടി എന്തുണ്ടാക്കുമ്പോൾ സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾ വൺ വേർഡ് നോക്കി വെക്കുക. എഫിഷ്യൻസി വൺ വേർഡ് എപ്പോഴും കണ്ടിട്ടുണ്ട്. ആക്ടിവിറ്റീസ് എന്താണ് അച്ചീവ് ചെയ്യുന്നത് മിനിമം റിസോഴ്സസ് ആണെങ്കിൽ അത് എഫിഷ്യൻസി ആയിരിക്കും. ക്ലിയറാണല്ലോ മക്കളെ? കൈവശം കാണിച്ചു നോക്കിയാണെങ്കിൽ എഫക്റ്റീവ്നെസ്. ഓക്കെ, അടുത്തത് എന്താണ്? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെന്റ്. അടുത്ത് നോക്കാം, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെന്റിൽ അത് ഫീച്ചർ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, നോക്കി എന്തൊക്കെയാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഫസ്റ്റ് ഗോൾ ഓറിയന്റഡ് അല്ലേ? നമുക്ക് മെയിൻ ആയിട്ട് പറയണത് മാനേജ്മെന്റിന് ലക്ഷ്യം ഉണ്ടാവും, ഗോൾ ഓറിയന്റഡ് ആണ്. പിന്നെ എന്താ പറഞ്ഞാൽ യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി, നമുക്ക് എല്ലായിടത്തും കൊണ്ട് അലക്കാനായിട്ട് സാധിക്കും. മാനേജ്മെന്റ് എല്ലായിടത്തും മാനേജ്മെന്റ് ഉണ്ട്. മൾട്ടി ഡയമെൻഷൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മൾട്ടി ഡയമെൻഷൻ ആണെന്ന് പറയാനുള്ള കാരണം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താണ് മൾട്ടി ഡയമെൻഷൻ ആകാൻ കാരണം? മാനേജ്മെന്റിൽ എന്തുണ്ട്? മാനേജിങ് 3 ടാസ്കുകൾ മാനേജ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? മാനേജിങ് പീപ്പിൾ, വർക്ക്, പിന്നെ എന്താണ്? ഓപ്പറേഷൻസ്. ക്ലിയർ ആണ്? കൈവശിക്കാൻ മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ, വർക്ക് ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഓപ്പറേഷൻസ്. എല്ലാ സെക്ടേഴ്സിലും മാനേജ്മെന്റ് ഉണ്ട്. അതുകൊണ്ടാണ് മൾട്ടി ഡയമെൻഷൻ. ഇപ്പോൾ വീട്ടിലും മാനേജ്മെന്റ് നടക്കുന്നുണ്ട്, സ്കൂളിൽ മാനേജ്മെന്റ് നടക്കുന്നുണ്ട്, ഓഫീസിൽ പോയി അവിടെ മാനേജ്മെന്റ് ഉണ്ട്, നമ്മുടെ കൺട്രിയുടെ മാനേജ്മെന്റ് നടക്കുന്നത്. അപ്പൊ മാനേജ്മെന്റ് എല്ലാ തലങ്ങളിലും നോക്കുമ്പോഴും വേണം. അതുകൊണ്ടാണ് മൾട്ടി ഡയമെൻഷൻ, മൾട്ടി ഫേസ്ഡ് ആണത്. അതുകൊണ്ടാണ് മൾട്ടി ഡയമെൻഷൻ എന്നുള്ള പേര്. അടുത്തത് കണ്ടിന്യൂസ് ആണ്. As long as the business continues, അല്ലെങ്കിൽ as long as the human race are existing on this planet, എന്ത് വേണം? മാനേജ്മെന്റ് ആയിരിക്കണം. ഗ്രൂപ്പ് ആക്ടിവിറ്റി ആണ്. ഇൻഡിവിജ്വൽ ആക്ടിവിറ്റി അല്ല, ഒറ്റയ്ക്ക് ചെയ്ത് മാനേജ്മെന്റ് ആകോ ഇല്ല, ഒരു ടീം വർക്ക് ആണ്. ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഡൈനാമിക് ആണ് അല്ലെ? അഡാപ്റ്റേഷൻ ടു ചേഞ്ച് എന്ന് പറയുന്ന സംഗതി അവിടെ ഉണ്ട്. എപ്പോഴും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. അതല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബീങ്സ് അനുസരിച്ച് മാനേജ്മെന്റ് സ്റ്റൈലും ഡിഫറെന്റ് ആയിരിക്കും. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ഡിഫറെന്റ് ലീഡേഴ്സ് ഒക്കെ പഠിച്ചു അല്ലെ? ആ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബീങ്സിനനുസരിച്ചും നമ്മുടെ എൻവയോൺമെന്റ് അനുസരിച്ചും ചേഞ്ചിങ് ആയിരിക്കും. നെക്സ്റ്റ് അടുത്തത് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, ഏത് ലെവൽ ആയിക്കോട്ടെ, ഒരു സ്കൂൾ ആയിക്കോട്ടെ, ഒരു ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, എല്ലാവർക്കും മാനേജ്മെന്റ് ഉണ്ടായിരിക്കും. ഈ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഇൻടാഞ്ചിബിൾ ഫോഴ്സ്. നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല, പക്ഷെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അല്ലെ? അപ്പൊ അതായത് ഇൻടാഞ്ചിബിൾ ഫോഴ്സ് ആണ് ഓർത്ത് വെക്കുക. പെർവാസീവ് ആണ്, ഡൈനാമിക് ആണ്, ഗ്രൂപ്പ് ആക്ടിവിറ്റി ആണ്, മൾട്ടി ഡയമെൻഷന്റെ 3 കാര്യം മറന്നു പോകരുത്. വർക്ക്, പീപ്പിൾ, പിന്നെ എന്താണ്? ഓപ്പറേഷൻസിനെയാണ് മൾട്ടി ഡയമെൻഷൻസ് എന്ന് പറയാ. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി ആണ്, ഗോൾ ഓറിയന്റഡ് ആണ്, കണ്ടിന്യൂസ് ആണ്. മക്കളത് കിട്ടൂലേ? കിട്ടുന്ന കൈവശിക്കാൻ എന്തായാലും കിട്ടും. കാരണം ഇത് തന്നെയാണ് ബാക്കിയുള്ള എല്ലാ ചാപ്റ്റേഴ്സിലും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലായിടത്തും ഇത് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ചാപ്റ്ററിൽ നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിലും നിങ്ങൾക്ക് അത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ പോകാൻ പോകുന്നത് എന്താണ്? ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ് ആണ്. മെയിൻ ആയിട്ട് 3 ഒബ്ജക്റ്റീവ്സ് ആണ് വരുന്നത്. ഏതൊക്കെയാണ്? ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് വരുന്നുണ്ട്, സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് വരുന്നുണ്ട്, പേഴ്സണൽ വരുന്നുണ്ട്.
ഒരു ഓർഗനൈസേഷൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന എവിടെയായിരിക്കും? മെയിൻ ആയിട്ട് ഒരു ഓർഗനൈസേഷൻ സാർ എന്താ വേണ്ടത്? മെയിൻ ആയിട്ട് സർവൈവൽ, ആദ്യം നമ്മൾ നിലനിൽക്കണം അല്ലെ, പിന്നെ നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കണം, പിന്നെ നമ്മൾ വളരണം അല്ലെ. സർവൈവ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, നമ്മുടെ ബിസിനസ് നാലുപേരെ അറിയുന്നുണ്ട്, നമുക്ക് ഇവിടെ സ്റ്റെബിലിറ്റി വേണം, പിന്നെ നമ്മൾ എന്താക്കാം പതുക്കെ പ്രോഫിറ്റ് ഇച്ചിരി ലാഭം ഉണ്ടാക്കിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഗ്രോത്തിലേക്ക് ബ്രാഞ്ചും കാര്യങ്ങളൊക്കെ ഇട്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനായിട്ട്. അതന്നെ, പിന്നെ ഗ്രോത്തിലേക്ക് നമ്മൾ വന്നു. അപ്പൊ നോക്കാം മക്കളെ, ഒബ്ജക്റ്റീവ്സ് മാറിപ്പോകരുത്. ആ മൂന്നെണ്ണല്ലാതെ വേറെ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് ഇല്ല. വൺ വേ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി സോഷ്യൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സോഷ്യൽ ഒബ്ജക്റ്റീവ് ഉണ്ട്, സൊസൈറ്റിയോട് കുറെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നല്ല പ്രൊഡക്റ്റ് കൊടുക്കുക, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുക, എക്കോ ഫ്രണ്ട്ലി ആയിട്ട് പ്രൊഡക്ഷൻ ചെയ്യുക അല്ലെ. അതുപോലെ തന്നെ നമ്മളുടെ എന്തെങ്കിലും സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പബ്ലിക്കിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ബേസിക് കമ്മ്യൂണിറ്റീസ് ഒക്കെ ചെയ്ത് കൊടുക്കുക, അപ്പൊ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി കൊടുക്കുക, ഇതൊക്കെ സോഷ്യൽ ഒബ്ജക്റ്റീവ് ആണ്. ഇനി പേഴ്സണൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഓർഗനൈസേഷനിൽ ഏതൊക്കെ വ്യക്തികളുണ്ടോ, ഫോർ എക്സാമ്പിൾ ലേബേഴ്സ് ഉണ്ടല്ലേ, ലേബേഴ്സിനൊക്കെ ആണെങ്കിൽ കറക്റ്റ് സാറ്റിസ്ഫാക്ഷൻ കൂട്ടുക, അവരുടെ ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റ്, അവരുടെ കരിയറിന്റെ ഗ്രോത്ത്, ഇതൊക്കെയാണ് ഇവിടെ പറയുന്നത് പേഴ്സണൽ ഒബ്ജക്റ്റീവ്. സാലറി കൊടുക്കുക, നല്ല അറ്റ്മോസ്ഫിയർ കൊടുക്കുക, വർക്കിംഗ് കണ്ടീഷൻ കൊടുക്കുക, ഇതൊക്കെ എന്താണ് പേഴ്സണൽ ഒബ്ജക്റ്റീവ് ആണ്. മക്കൾ ശ്രദ്ധിക്കുക, ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് ഉണ്ട്, സോഷ്യൽ ഉണ്ട്, പേഴ്സണൽ ഒബ്ജക്റ്റീവ് ഉണ്ട്. ചോദ്യം വരാൻ ചാൻസ് കേട്ടല്ലോ. ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ് 3 ഇനി അടുത്തതാണ് നെക്സ്റ്റ്, നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റ് വേണോ എന്ന് ചോദിക്കും. വേണോ മക്കളെ? മാനേജ്മെന്റ് വേണം. എന്തിനാ വേണ്ടത്? ഒന്ന്, ഗോൾ അച്ചീവ്. 2, ഓർഗനൈസേഷന്റെ എഫിഷ്യൻസി കൂട്ടാൻ. 3 എല്ലാ ചേഞ്ചസിനെ കൊണ്ടുവരാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് എന്താണ്, നല്ലൊരു മാനേജർ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പുതിയൊരു മാറ്റം വരികയാണെങ്കിലും എല്ലാ എംപ്ലോയീസിനും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഇതെന്താണ്, നമ്മുടെ പേഴ്സണൽ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് മൊത്തം സൊസൈറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണം നല്ല മാനേജ്മെന്റ് വേണം. അപ്പൊ നിങ്ങളെ മാനേജ്മെന്റ് വേണം എന്ന് ചോദിച്ചാൽ വേണം എന്ന് തന്നെ പറയാ, എന്നിട്ട് ഈ പോയിന്റ് ചെയ്തിരിക്കാം. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് അടുത്ത പോയിന്റ്സ് പോർഷൻ ആണ് നേച്ചർ ഓഫ് മാനേജ്മെന്റ്. മക്കളെ മാറി പറയരുതിട്ടാ. നേച്ചർ ഓഫ് മാനേജ്മെന്റ് ചോദിച്ചാൽ നിങ്ങൾ ഫീച്ചറിലേക്ക് ഒന്നും പോകരുത്, തന്നെ എഴുതി വെച്ചോളണം. ക്ലിയർ ആണല്ലോ? നേച്ചർ എന്ന് പറയുമ്പോൾ 3 നേച്ചർ ഉണ്ട്, ആർട്ട്, സയൻസ്, പ്രൊഫഷൻ. ഇത് കുറച്ച് നന്നായിട്ട് പഠിച്ചോ, ശ്രദ്ധിക്കുക. എപ്പോഴും മോസ്റ്റ്ലി കണ്ടേക്കുന്നത് ആർട്ടാണ് സാർ അല്ലെ. ഇതിൽ നമ്മൾ 3 കാര്യങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിലും ഈ 3 ഈ ആർട്ട് മാത്രമേ മാനേജ്മെന്റ് ഫുള്ളി സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ. ബാക്കി 2 മാനേജ്മെന്റിൽ ഫുള്ളി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ആർട്ട് എന്ന് പറയുമ്പോൾ ആർട്ടിന് 3 ഫീച്ചർ എന്തൊക്കെയാണ് സാറേ? 3 ഫീച്ചർ. അത്യാവശ്യം ഒരു തിയറിറ്റിക്കൽ നോളജ് ഉണ്ട് അല്ലെ. ഒരു ടീച്ചർ നിങ്ങൾക്ക് എങ്ങനെ പടം വരയ്ക്കണമെന്ന് പഠിപ്പിച്ചു തരുന്ന പോലെ അവിടെ ഒരു തിയറിറ്റിക്കൽ നോളജിന്റെ എക്സിസ്റ്റൻസ് ഉണ്ട്. പിന്നെ എന്താ, പേഴ്സണൽ ആപ്ലിക്കേഷൻ. ഓരോരുത്തർ വരയ്ക്കാൻ പഠിപ്പിച്ചു കൊടുത്താലും അവരുടെ ഐഡിയയിലെ പടം വരയ്ക്കുക അല്ലെ, ഒരു പേഴ്സണൽ ആപ്ലിക്കേഷൻ ആണ്. അതേപോലെ തന്നെ എന്താണ്, പ്രാക്ടീസും ക്രിയേറ്റിവിറ്റിയാണ്. ആദ്യം പടം വരയ്ക്കുന്ന കൊച്ചിനെ പോലെയാണോ, പിന്നെ ഒരു 2 കൊല്ലം കഴിയുമ്പോൾ കൊച്ചു പടം വരയ്ക്കുന്ന ലെജൻഡറി ആയിട്ട് ചിലപ്പോൾ ഡ്രോയിങ് ഉണ്ടാവും. അപ്പൊ ഇതേപോലെ ആർട്ടിനുള്ള എല്ലാ ഫീച്ചേഴ്സും എവിടെയുണ്ട്, മാനേജ്മെന്റിലുണ്ട്. തിയറി ഉണ്ട്. അത് പേഴ്സണലി ഇപ്പൊ ഞാൻ ഒരു മാനേജർ ആണെങ്കിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന രീതിക്ക് ആയിരിക്കില്ല നമ്മുടെ ടീച്ചർ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അതിന് ഡിഫറെന്റ് ആയിരിക്കും. അത് മാത്രമല്ല കുറെ കാലം കഴിയുമ്പോൾ തഴക്കം പെട്ടുണ്ടാവും. പിന്നെ നമുക്ക് ഈ ടെക്സ്റ്റ് ഒന്നും നോക്കാണ്ട് തന്നെ ഞങ്ങൾ ക്ലാസ് എടുക്കണല്ലേ എന്ന് പറഞ്ഞ പോലെ ആവും അല്ല. അപ്പൊ ഇതേപോലെ ആർട്ടിന്റെ എല്ലാ ഫീച്ചറും മാനേജ്മെന്റിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, മാനേജ്മെന്റ് ആർട്ട് ആണെന്ന് പറയാൻ പറ്റും. ക്ലിയർ ആണ്? കൈവിശി കാണിച്ച് ഓക്കെ ആണെങ്കിൽ. ഇനി സയൻസ് എന്ന് പറയുമ്പോൾ സയൻസിന് ഒരുപാട് ഫീച്ചർ എന്തൊക്കെയാണ് സാറേ? സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ് ഉണ്ട്, പ്രിൻസിപ്പിൾ ബേസ്ഡ് ഓൺ എക്സ്പെരിമെന്റേഷൻ ആണ്, യൂണിവേഴ്സൽ വാലിഡിറ്റി ഉണ്ട്. ഇവിടെ നമുക്ക് പറയുകയാണെങ്കിൽ മാനേജ്മെന്റിൽ നമ്മുടെ സയൻസിന്റെ 2 ഫീച്ചർ മാത്രം സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ. ക്ലിയർ ആയില്ലേ? അതായത് മാനേജ്മെന്റിൽ എന്താണ്, സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ് ഉണ്ട്. അതുപോലെ തന്നെ മാനേജ്മെന്റിലെ പ്രിൻസിപ്പിൾ എല്ലാം എക്സ്പെരിമെന്റേഷൻ വഴിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ യൂണിവേഴ്സൽ വാലിഡിറ്റി എന്ന് പറയാൻ പറ്റില്ല. കാരണം എല്ലാ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസും അതേപോലെ തന്നെ എല്ലായിടത്തും യൂസ് ചെയ്യുന്നില്ല. വ്യത്യാസങ്ങൾ വരുത്തുന്നുണ്ട്, ഡൈനാമിക് ആണ്, മാറ്റങ്ങൾ വരുത്തും അല്ലെ. പക്ഷെ സയൻസ് പ്രിൻസിപ്പിൾ അങ്ങനെയല്ല, ഓൾവേസ് സ്ഥിരമായിട്ട് നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 3rd ഫീച്ചർ മാനേജ്മെന്റിൽ ഇല്ല. ക്ലിയർ ആണ്? കൈവിശി കാണിച്ചേ. 3rd ഫീച്ചർ എവിടെ ഇല്ലടാ മാനേജ്മെന്റിൽ? സാർ വരും ഇസ്മായിലേ, 3rd ഫീച്ചർ അവിടെ ഇല്ല, മാനേജ്മെന്റിൽ ഇല്ല. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, മാനേജ്മെന്റ് ഒരു പ്യുവർ സയൻസ് ആണെന്ന് പറയാൻ പറ്റില്ല. എല്ലാവരും പറ്റില്ല, എന്തെങ്കിലുമൊക്കെ മാറ്റം വരും. അപ്പൊ എന്താണ് അത് പറയാ, പ്യുവർ സയൻസ് ആണ് പറയാൻ പറ്റില്ല. അത്രേ പറഞ്ഞാൽ മതി നിങ്ങൾ. ഇനി പ്രൊഫഷൻ എന്താ പറയാ? പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ പ്രൊഫഷണലി വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് ഉണ്ട്, റെസ്ട്രിക്റ്റഡ് എൻട്രി ആണ്, പ്രൊഫഷണൽ അസോസിയേഷൻ, പിന്നെ സർവീസ് ഒക്കെ നമുക്ക് പറയാം. സർവീസ് ഇസ് ദ മോട്ടീവ് ആണ് പ്രൊഫഷണലി. പക്ഷെ മാനേജ്മെന്റിൽ പ്രൊഫഷന്റെ ഫസ്റ്റ് ഫീച്ചർ മാത്രം സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ. കാരണം എന്താണ്, മാനേജ്മെന്റിൽ എന്തുണ്ട്, പ്രൊഫഷണൽ പോലെ തന്നെ ബോഡി ഓഫ് നോളജ് പ്രിൻസിപ്പിൾസ് ഉണ്ട്.
ഇനി പ്രൊഫഷനിലേക്ക് വരുമ്പോൾ റെസ്ട്രിക്റ്റഡ്. ഫോർ എക്സാമ്പിൾ ഡോക്ടർ ആണെങ്കിൽ എന്ത് വേണം, ആ പ്രൊഫഷനിലേക്ക് നമ്മൾ ആ ഒരു ഡിഗ്രി എടുത്ത് പഠിക്കണം. ഇപ്പൊ ടെസ്റ്റ് ഒക്കെ ഉണ്ട്, അതൊക്കെ പാസ് ആവണം. പക്ഷെ മാനേജർ അത്രയും കാര്യങ്ങളുണ്ടോ? ആർക്ക് വേണമെങ്കിലും മാനേജർ ആകാം. അപ്പൊ റെസ്ട്രിക്റ്റഡ് എൻട്രി ഇല്ല അവിടെ. ഇനി ഇനി അടുത്തതാണ് ഡോക്ടർ ആണെങ്കിൽ എന്ത് വേണം, നമ്മൾ അസോസിയേഷനിൽ മെമ്പർഷിപ്പ് വേണം. പക്ഷെ മാനേജർക്ക് അങ്ങനെയല്ല, വേണമെങ്കിൽ മെമ്പർഷിപ്പ് എടുത്താൽ മതി, ആവശ്യമില്ല. അപ്പൊ അവിടെ നമുക്ക് എന്തില്ല, പ്രൊഫഷണൽ അസോസിയേഷന് നിർബന്ധമില്ല. ഇനി മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരിക്കലും സർവീസ് മോട്ടീവ് അല്ല, പ്രോഫിറ്റ് മോട്ടീവ് ആണ്. ക്ലിയർ ആണോ മക്കളെ? അപ്പൊ അതുകൊണ്ട് തന്നെ പ്രൊഫഷന്റെ ഫസ്റ്റ് ഫീച്ചർ മാത്രം മാനേജ്മെന്റിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൂ. ക്ലിയർ ആണ്? കൈവിശിക്കാൻ ബാക്കി ഒരു ഫീച്ചറും സാറ്റിസ്ഫൈഡ് അല്ല. നമുക്ക് എന്ത് പറയാം, മാനേജ്മെന്റ് ഈസ് നോട്ട് ഫുള്ളി പ്ലെഡ്ജഡ് പ്രൊഫഷൻ ആണെന്ന് പറയാൻ പറ്റത്തില്ല. ക്ലിയർ ആണല്ലോ? അത് ഫുള്ളി പ്ലെഡ്ജഡ് പ്രൊഫഷൻ അല്ല. സെറ്റ് അല്ലേ മക്കളെ? അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ക്വസ്റ്റ്യൻ എങ്ങനെ ആയിരിക്കുള്ളൂ, ജസ്റ്റ് നിങ്ങളോട് മാനേജ്മെന്റ് ആൻഡ് ആർട്ടിന്റെ ഫീച്ചർ പറയുമ്പോൾ അത് മാത്രം എഴുതിയാൽ മതി. ജസ്റ്റിഫൈ പറയാൻ പറയുമ്പോൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് സാറ്റിസ്ഫൈഡ് ആണോ നോക്കിയിട്ട് ലാസ്റ്റ് ആൻസറിലേക്ക് എത്താം. സെറ്റാണ് കൈവിശിക്കാൻ ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് ഫീച്ചർ ചോദിക്കുമ്പോൾ ഇത് മാത്രം എഴുതി വെച്ചാൽ മതി. ജസ്റ്റിഫൈ ചെയ്യാൻ പറയുമ്പോൾ മാത്രം മാനേജ്മെന്റ് ഈസ് പ്യൂർലി എ സയൻസ് അല്ലെങ്കിൽ പ്യൂർലി എ പ്രൊഫഷൻ ബിക്കോസ് neither these features are not satisfied completely എന്ന് പറയാം. പക്ഷെ ആർട്ടിന്റെ എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ത് പറയാം, മാനേജ്മെന്റ് നേച്ചർ ശരിക്കും ഒരു ആർട്ടാണെന്ന് തന്നെ പറയാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അങ്ങനെ പഠിച്ചു വെക്കാം കേട്ടാ. നെക്സ്റ്റ് ഈ ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന പോർഷൻ ആണ് ലെവൽസ് ഓഫ് മാനേജ്മെന്റ്. ഇത് പഠിക്കാണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. ടോപ്പ് ലെവൽ ഉണ്ട്, മിഡിൽ ലെവൽ ഉണ്ട്, ലോവർ ലെവൽ ഉണ്ട്. ഇവിടെ ആരൊക്കെ വരുന്നത് എന്നുള്ളത് ആദ്യമേ നോക്കിക്കേ. ടോപ്പ് ലെവലിൽ ആരൊക്കെ ആയിരിക്കും വരിക? സിഇഒ, മാനേജിംഗ് ഡയറക്ടേഴ്സ് വരും, ഡയറക്ടേഴ്സ് വരും, ചെയർമാൻ വരും, അല്ലെ ജനറൽ മാനേജർ വരും, അല്ലെ പ്രസിഡന്റ് വരും. ഈ വക ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ വരുന്നത്. മുന്തിയ ആൾക്കാരൊക്കെ എവിടെ വരാം? നമ്മുടെ ടോപ്പ് ലെവലിൽ വരാം. ഈ നടുക്കഷ്ടങ്ങൾ എവിടെ വരാം? ഡിപ്പാർട്ട്മെന്റൽ ഹെഡുകളായിരിക്കും നടുക്ക് വരിക. അത് ആലോചിച്ചാൽ മതി. മാർക്കറ്റിംഗ് മാനേജർ, പ്രൊഡക്ഷൻ ഹെഡ് അല്ലെങ്കിൽ സെയിൽസ് മാനേജർ, ഫിനാൻസ് മാനേജർ. നടുക്കത്തെ കഷ്ടങ്ങളൊക്കെ എവിടെ വരാം മക്കളെ? മിഡിൽ ലെവൽ മാനേജ്മെന്റ്. ഓക്കെ, അടുത്തതാണ് ലാസ്റ്റത്തെ കാര്യങ്ങൾ ഇവിടെ വരാം. ലോവർ ലെവൽ അല്ലെങ്കിൽ സൂപ്പർവൈസറി അല്ലെങ്കിൽ വേറെന്താ പറയാ, ഓപ്പറേഷണൽ ലെവൽ പറയും. ഇതൊക്കെ പറയാ ലോവർ ലെവല്, സൂപ്പർവൈസറി അല്ലെങ്കിൽ ഓപ്പറേഷണൽ ലെവൽ പറയും. ഷോപ്പ് ഫ്ലോർ എന്ന് പറയാം. ഓക്കെ, നോക്കാം മക്കളെ ഇതൊക്കെ വരാം. സൂപ്പർവൈസർ വരും, ഫോർമാൻ വരും, ജൂനിയർ മാനേജർ വരും, ഇൻസ്പെക്ടേഴ്സ് ഒക്കെ ഇവരൊക്കെയാണ് ഇവിടെ വരുന്നത്. ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ആലോചിക്കുക, ഇത് മാനേജ്മെന്റ് ലെവലിന്റെ കേസായിട്ട് പറയുന്നത്. അപ്പൊ ഈ ഓരോ മാനേജ്മെന്റ് അടിയിലും മറ്റ് എംപ്ലോയീസ് വേറെ ഉണ്ടാവും. അപ്പൊ അവിടെ ആരും വേറെ ആരും ഇല്ല, എല്ലാവരുടെയും ഏറ്റവും അടിയിലെ എംപ്ലോയി മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കേണ്ട. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും മറ്റ് എംപ്ലോയീസ് ഉണ്ട്. പക്ഷെ മാനേജർ ഹെഡിൽ വരുന്നത് ഇത്ര ആൾക്കാരാണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇവരുടെ ഓരോരുത്തരുടെയും ഫങ്ഷൻസ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ടോപ്പ് ലെവൽ മാനേജ്മെന്റ് മക്കളെ സ്ട്രാറ്റജി ഉണ്ടാക്കി, പോളിസി ഉണ്ടാക്കി, ഓർഗനൈസേഷന്റെ വിഷൻ ഇതൊക്കെ ആരാ ഉണ്ടാക്കുക? ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണ്. അപ്പൊ ഓർഗനൈസേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ ലക്ഷ്യങ്ങളും ഉണ്ടാക്കുന്നത് ആരാണ്? ടോപ്പ് ലെവലാണ്. അതിന് സംശയമില്ല കേട്ടോ. ക്ലിയറാണ്? കൈവശിക്കാൻ ഓക്കെ ആണെങ്കിൽ ഇപ്പൊ പോളിസി ഫോർമുലേറ്റ് ചെയ്യുക, സ്ട്രാറ്റജിക് പ്ലാൻസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ്, വിഷനൊക്കെ ആരാണ്? ടോപ്പ് ലെവലാണ്. ഇനി മിഡിൽ ലെവൽ മാനേജ്മെന്റ് ആരാ പോലെ സാറേ? അതും ടോപ്പ് ലെവലാണ്. ഇനി മിഡിൽ ലെവലിൽ എന്തിനു കൊടുക്കും? ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. ഡിപ്പാർട്ട്മെന്റ് ഹെഡിന് ഇൻസ്ട്രക്ഷൻ എന്തൊക്കെയാണ്? ഓർഗനൈസേഷന്റെ പുറത്ത് കുറെ അധികം റിലേഷൻഷിപ്പ് ഗവൺമെന്റ് ആയിട്ട് യൂണിയൻസ് ഒക്കെ റിലേഷൻഷിപ്പ് ഉണ്ടാക്കി വെക്കും. അതുപോലെ ഓർഗനൈസേഷന്റെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യും, കോർഡിനേറ്റ് ചെയ്യുന്നവരാണ് ടോപ്പ് ലെവലാണ്. ഇനി മിഡിൽ ലെവൽ എന്ന് പറയുമ്പോൾ ഇവരുണ്ടാക്കുന്ന എല്ലാ പോളിസിയും ആരെ ഇംപ്ലിമെന്റ് ചെയ്യാ? മിഡിൽ ലെവൽ മാനേജേഴ്സ് ആണല്ലോ. ഇനി ടോപ്പിന്റെയും ലോവറിന്റെയും ലിങ്ക് ആണ് ആര്? മിഡിൽ ലെവൽ. ഇനി മിഡിൽ ലെവൽ എന്താ ചെയ്യാ? നമ്മുടെ ലോവർ ലെവലിലുള്ള ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും ഇങ്ങോട്ട് അസൈൻ ചെയ്ത് കൊടുക്കും, ഡിപ്പാർട്ട്മെന്റ് ഡിസിഷൻസ് എടുക്കും, എല്ലാ ഡിപ്പാർട്ട്മെന്റ് കോർഡിനേറ്റ് ചെയ്യും, അതുപോലെ തന്നെ ടോപ്പ് ലെവൽ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യും. ഇതൊക്കെ ആരാ കൊടുക്കുക? മിഡിൽ ലെവൽ മാനേജേഴ്സ് ആണ്. ലോവർ ലെവൽ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി സിമ്പിൾ ആണ്. ഇവരെപ്പോഴും വർക്കേഴ്സിനായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് കൊടുക്കും, വർക്കേഴ്സിന് കറക്റ്റ് ജോബ് പറഞ്ഞു കൊടുക്കും, അവർക്ക് ട്രെയിനിങ് കൊടുക്കും, വർക്കേഴ്സിന്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യും, പിന്നെന്താണ് അവരുടെ സേഫ്റ്റി ഒക്കെ കറക്റ്റ് ആയിട്ട് എൻഷുർ ചെയ്യും, അവരുടെ റിപ്പോർട്ട് കറക്റ്റ് ആയിട്ട് മിഡിൽ ലെവലിൽ കൊടുക്കും. അപ്പൊ ഇതേപോലെ വർക്കേഴ്സിനോടുള്ള എല്ലാ കാര്യം ഡീൽ ചെയ്യുക ലോവർ ലെവലായിരിക്കും. ക്ലിയർ ആണ്? കൈവിശിക്കാൻ ഫംഗ്ഷൻസ് മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കണം. നിങ്ങൾ ഫംഗ്ഷൻസ് പഠിക്കാതിരിക്കരുത്. ടോപ്പ് ലെവൽ എന്ന് പറയുമ്പോൾ എപ്പോഴും ആലോചിക്കുക, ടോപ്പിലുള്ള മാനേജ്മെന്റ് ആയിരിക്കും അവരായിരിക്കും പ്ലാൻ ഉണ്ടാക്കുന്നത്, ബാക്കിയുള്ള മിഡിൽ ലെവലിലേക്കുള്ള ആൾക്കാരെ അപ്പോയിന്റ് ചെയ്യുന്നത്, ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത്, റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, കൺട്രോളും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി വെക്കുന്നത്. മിഡിൽ ലെവലിലുള്ള ആളായിരിക്കും എന്ത് ചെയ്യണേ? ഇവര് പറയുന്ന പ്ലാനൊക്കെ അപ്ലൈ ചെയ്യുന്ന ആൾക്കാർ, ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആൾക്കാർ, ലോവറിന്റെയും ടോപ്പിന്റെയും നടുക്ക് ഒരു ലിങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ, അതേപോലെ തന്നെ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ പക്കയായിട്ട് ബാക്കിയുള്ളവർക്ക് അസൈൻ ചെയ്തും ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഡിസിഷൻസ് എടുക്കുന്നത് ആര് തന്നെയായിരിക്കും? മിഡിൽ ലെവൽ മാനേജേഴ്സ് തന്നെയായിരിക്കും. അതേപോലെ തന്നെ എല്ലാവരുടെ ഇടയിൽ ഒരു കോപ്പറേഷൻ കോർഡിനേഷൻ ഉണ്ടാക്കുകയും ചെയ്യും.
റിപ്പോർട്ടുകൾ പ്രിപ്പയർ ചെയ്തിട്ട് ആർക്ക് കൊടുക്കും? ടോപ്പ് ലെവലിന് കൊടുക്കും. ലോവർ ലെവലാണെന്നല്ലോ അവർ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ ആയിരിക്കും സെറ്റ് ചെയ്ത് വെക്കുന്നത്. അതേപോലെ തന്നെ വർക്കേഴ്സിന് ജോബും കാര്യങ്ങളൊക്കെ അസിസ്റ്റ് ചെയ്തും ഗൈഡ് ചെയ്തും കൊടുക്കും. അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് ഇവരായിരിക്കും മുൻകൈയിട്ട് വരുന്നത്. അതേപോലെ തന്നെ എന്തായിരിക്കും ജോബ് ട്രെയിനിങ്, സൂപ്പർവിഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആരായിരിക്കും കൊടുക്കുന്നത്? ലോവർ ലെവൽ മാനേജർ ആയിരിക്കും കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഇതായിരിക്കും എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ ഉറപ്പുവരുത്തുന്ന ആരാണ്? ലോവർ ലെവൽ മാനേജേഴ്സ് ആയിരിക്കും. അതേപോലെ തന്നെ പീരിയോഡിക്കൽ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് മിഡിൽ ലെവൽ മാനേജ്മെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ആരാണ്? ലോവർ ലെവൽ മാനേജർ ആണ്. ക്ലിയർ ആണല്ലോ? മറന്നുപോയില്ലല്ലോ? നിങ്ങളുടെ ഓൺ വേർഡ്സ് ആണെങ്കിലും ഉള്ളിൽ നിന്ന് എടുത്ത് എഴുതാൻ നിങ്ങളെ കൊണ്ട് പറ്റണം. അതെ, ഇതിന്റെ അടുത്ത പോർഷൻ ആണ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. 5 ഫങ്ഷൻസ് ആണ്. നിങ്ങൾ ഓൾറെഡി 5 ചാപ്റ്ററും പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇതിനകത്ത് ഇനി പ്രത്യേകിച്ച് നിങ്ങൾ എടുത്ത് പഠിച്ചില്ലെങ്കിലും ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് എഴുതാൻ കിട്ടിയിരിക്കും. അതന്നെ, ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് പറയുമ്പോൾ കോർഡിനേഷൻ എഴുതി വെക്കരുത്. മാനേജ്മെന്റിന്റെ ശ്രദ്ധിക്കേണ്ട കാര്യം, മാനേജ്മെന്റിന്റെ 5 ഫങ്ഷൻസും ഇന്റർ കണക്റ്റഡ് ആണ്, അല്ലെങ്കിൽ ഒരു സീരീസ് ഓഫ് പ്രോസസ് ആണെന്നും കൂടി ഓർത്ത് വെച്ചേക്കാം. കാരണം അങ്ങനെ ചോദിച്ച ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പൊ എന്തൊക്കെയാ ഫങ്ഷൻസ്? പ്ലാനിംഗ് ആണ് ഒന്നാമത്തെ. പ്ലാനിംഗ് എന്താണ്? വാട്ട് ടു ഡു, ഹൗ ടു ഡു, വെൻ ടു ഡു, ഡിസൈഡിംഗ് ഇൻ അഡ്വാൻസ്, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അല്ലെ. അടുത്തത് ഓർഗനൈസിംഗ്. ഓർഗനൈസിംഗ് എന്തായിരിക്കും? ഓൾറെഡി പ്ലാൻ കൊടുക്കുക, ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യിപ്പിക്കുക. അടുത്ത സ്റ്റാഫിംഗ് കറക്റ്റ് ആയിട്ടുള്ള ആളെ റൈറ്റ് പേഴ്സൺ റൈറ്റ് ജോബ് ആണ്. എന്താ? ഡയറക്ടിങ്, ഇൻസ്ട്രക്ഷൻ കൊടുക്കുക, ഗൈഡ് ചെയ്യുക, ലീഡർഷിപ്പ് കൊടുക്കുക. അതൊക്കെയാണ് കഴിഞ്ഞത്. ഫോർ അച്ചീവിംഗ് ഓർഗനൈസേഷണൽ ഗോൾ. എല്ലാത്തിനും അച്ചീവിംഗ് ഓർഗനൈസേഷണൽ ഗോൾ ആണ്. അത് കൺട്രോളിംഗ് എന്താണ്? പ്ലാൻഡ് ആക്ടിവിറ്റീസ്. ആക്ച്വൽ ആക്ടിവിറ്റീസ് ആർ കൺഫേം ദ പ്ലാൻഡ് ആക്ടിവിറ്റീസ് ആണോ എന്ന് കൺഫേം. അതാണ് എന്ത് 5 ഫങ്ഷൻസ് വൃത്തിയായിട്ട് പഠിക്കണം. 5 എണ്ണം വൃത്തിക്ക് എഴുതാൻ പഠിക്കണം. ഒരു 5 or 6 വരിയിലെങ്കിലും വൃത്തി എന്ന് പറയുമ്പോ കണ്ടന്റ് ഒരു വരിയിൽ എഴുതി വെക്കരുത്. അറ്റ്ലീസ്റ്റ് ഒരു വരിയിൽ എഴുതാനുള്ള നിങ്ങൾ പഠിക്കുക. ബാക്കിയൊക്കെ നിങ്ങളുടെ അങ്ങോട്ട് തള്ളൊക്കെ അടിച്ചങ്ങോട്ട് കയറ്റി വെച്ച് ഭംഗിയാക്കിക്കോണം. കേട്ടല്ലോ? മണ്ടന്മാരാന്ന് അവര് വിചാരിക്കാൻ ചാൻസ് ആകരുത്. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് കോർഡിനേഷൻ. ഓക്കെ, കോർഡിനേഷൻ എന്ന് പറയുമ്പോൾ മക്കൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഓർഗനൈസേഷന്റെ എസെൻസ് ഇത് വെച്ച് ക്വസ്റ്റ്യൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. എസെൻസ് ഓഫ് മാനേജ്മെന്റ്. യെസ്, എന്താണ് അത്? കോർഡിനേഷൻ ആണ്. യെസ്, നോക്കാം. കോർഡിനേഷൻ എന്ന് പറയുമ്പോൾ എന്താ സാറേ ശ്രദ്ധിക്കുക? സിങ്ക്രണൈസേഷൻ ആൻഡ് അസിങ്ക്രണൈസേഷൻ അല്ലെങ്കിൽ ഹാർമണൈസേഷൻ അല്ലെങ്കിൽ എന്താണ്? ബൈൻഡിങ് ഓഫ് ഫങ്ഷൻസ് ഈസ് നോൺ ആസ് കോർഡിനേഷൻ. നോക്കാം, മാനേജ്മെന്റ് ഫങ്ഷൻസിനെ, മാനേജ്മെന്റിന്റെ എല്ലാ ആക്ടിവിറ്റീസ് ഡിപ്പാർട്ട്മെന്റിനെ സിങ്ക്രണൈസ് ചെയ്യുക, ഹാർമണൈസ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ്? ഇന്റഗ്രേറ്റ് ചെയ്യുക, ബൈൻഡ് ചെയ്യുക. ഇതൊക്കെ പറയുന്നത് എന്തിനാണ്? കോർഡിനേഷനെ കുറിച്ചാണ്. ക്ലിയർ അല്ലേ മക്കളെ? ഇനി കോർഡിനേഷൻ വേണോന്ന് ചോദിക്കുമ്പോൾ എന്ത് ചെയ്ത് വെക്കണം? കോർഡിനേഷന്റെ ഇമ്പോർട്ടൻസ് എഴുതി വെക്കുക. ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? കോർഡിനേഷൻ വേണോന്ന് ചോദിക്കുമ്പോൾ ഇമ്പോർട്ടൻസ് എഴുതി വെക്കുക. ഇനി കോർഡിനേഷന്റെ ഫീച്ചർ ചോദിക്കുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് വരാം, ആൻസറിലേക്ക് വരാം. ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ? കോർഡിനേഷൻ എന്താണെന്നുള്ള അറിയാലോ അല്ലേ? എല്ലാ ആക്ടിവിറ്റീസിനും എല്ലാ ഡിപ്പാർട്ട്മെന്റിനും തമ്മിൽ ഒരുമിപ്പിക്കുന്ന പരിപാടിയാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് മെയിൻ ആയിട്ട് പറയുന്നത് എന്താ? ഇന്റഗ്രേഷൻ ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് അല്ലെ? ഗ്രൂപ്പ് എഫേർട്ട് ഉണ്ടാക്കുക. അതേ പിക്ചറിൽ കാണുന്ന പോലെ 4 ഇന്റഗ്രേഷൻ ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. എൻഷുർ യൂണിറ്റി ഓഫ് ആക്ഷൻ. സ്പിരിറ്റ് കോപ്സിനെ എൻഷുർ ചെയ്യുന്ന പരിപാടിയാണ് എന്ത്? കോർഡിനേഷൻ. എല്ലാ ആക്ടിവിറ്റിക്കും ഒരു യൂണിറ്റ് കൊണ്ടുവരും, എല്ലാ ആക്ഷൻസിനും. അടുത്തത് ഓർഗനൈസേഷൻ ഉണ്ടോ അത്രയും നാള് കോർഡിനേഷൻ ഉണ്ടായിരിക്കും. എല്ലാവർക്കും സെയിം ആണ്. ഇനി ഡെലിബറേറ്റ് ഫംഗ്ഷൻ ആണ് അല്ലെ? ഈ പറയുന്ന കോർഡിനേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മാനേജ്മെന്റ് ഫംഗ്ഷൻസ് ഒന്നും നടക്കില്ല. അത് കാരണം കോർഡിനേഷൻ മസ്റ്റ് ആയിട്ടും ഒരു ഓർഗനൈസേഷനിൽ ഫോളോ ചെയ്യുന്ന ഒരു മാനേജർ റെൻഡർ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി ആണ് റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജർ. യെസ്, നെക്സ്റ്റ് അതിന്റെ ഇമ്പോർട്ടൻസ് നോക്കാം. കോർഡിനേഷൻ വേണോ ചോദിക്കണം? കോർഡിനേഷൻ വേണം എന്ന് ഞങ്ങൾ പറയാം. കേട്ട ക്ലിയർലി? എന്തൊക്കെ റീസൺസ്? ഒന്നാമതായിട്ട് ഓർഗനൈസേഷനിൽ എഫിഷ്യൻസി കൂട്ടാൻ കോർഡിനേഷൻ വേണം. ഇനി കോർഡിനേഷൻ ഉണ്ടെങ്കിൽ എന്തുണ്ടാകും? മറ്റ് ഫംഗ്ഷൻസ് പ്രോപ്പർ ആയിട്ട് പോയിക്കോളും, ഓർഗനൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് എന്തിനൊക്കെ പറ്റുള്ളൂ? സ്റ്റാഫിന് പറ്റുള്ളൂ. അങ്ങനെ കറക്റ്റ് ആയിട്ട് ഓരോ എന്തിനാ കോർഡിനേറ്റ് ചെയ്യുക? വ്യത്യസ്തങ്ങളായ ആക്ടിവിറ്റീസ് ഒരുമിപ്പിക്കാനാണ് കോർഡിനേറ്റ് ചെയ്യുക അല്ലെ? അപ്പൊ ഡൈവേഴ്സിറ്റി യൂണിറ്റിലേക്ക് കൊണ്ടുവരുന്നത് വേണം, കോർഡിനേഷൻ വേണം. ഇനി കോർഡിനേഷൻ എന്ത് വരും? സ്പെഷ്യലൈസേഷൻ വരും. ഇനി എന്താണ് കോർഡിനേഷൻ? നമുക്ക് എന്താ കിട്ടുക? ഓർഗനൈസേഷന്റെ ഗോളുകള് റീകൺസിഡർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാൻ പറ്റും. ഇതല്ലേ? അപ്പൊ ഇമ്പോർട്ടൻസ് കൂടി ചേർത്ത് പഠിക്കാം. മക്കളെ ക്ലിയർ ആണ്? കൈവശിക്കാൻ ഓക്കെ. അപ്പൊ നോക്കാം. ഇനി ശ്രദ്ധിക്കേണ്ട പോർഷൻ ഫസ്റ്റ് ചാപ്റ്ററിൽ മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ട പോർഷൻസ് ആണ് കോർഡിനേഷനും ഇമ്പോർട്ടൻസ്. അതുപോലെ തന്നെ നമ്മുടെ മാനേജ്മെന്റിൽ വരുന്ന നേച്ചർ, അതുപോലെ മാനേജ്മെന്റിന്റെ ഫീച്ചർ നന്നായിട്ട് പഠിക്കാം. മാനേജ്മെന്റ് ഒബ്ജക്റ്റീവ്സ് പഠിക്കുക, മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻസ്, ലെവലിന്റെ ഫംഗ്ഷൻസ് പഠിച്ചേക്കാം. യെസ്, അത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. ഇനി എസ്എ പ്രൊഡിഷനിലേക്ക് നമുക്ക് പോയാലോ സാറേ? ഏതൊക്കെ പോർഷൻസ് ആണ് എസ് എ വരാൻ ചാൻസ് ഉള്ളത് നോക്കി വെക്കാം മക്കളെ. പ്രത്യേകം ശ്രദ്ധിക്കുക, എസ് എ വരാൻ ചാൻസ് ഉള്ള 3 ചാപ്റ്റർ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, അതുപോലെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അല്ലെ? നെക്സ്റ്റ് ഡയറക്ടിങ് ചോദിച്ച് കണ്ടിട്ടുണ്ട് എസ് എക്ക്.
അതുപോലെ സ്റ്റാഫിങ്, ഇത്രയും ചാപ്റ്റേഴ്സ് നിന്ന് എസ് എക്ക് ചാൻസ് ഉണ്ട്. മക്കളെ 4 ചാപ്റ്റർ കിട്ടിയിലേക്ക് 10ാമത്തത് 9ാമത്തത് 6ാമത്തത് മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് മാനേജ്മെന്റിൽ നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കേണ്ടത് സെയിൽസ് പ്രൊമോഷന്റെ ടെക്നിക്ക് എസ് ചോദിച്ച് ഒരുപാട് കണ്ടിട്ടുണ്ട്. പിന്നെ സാറേ മാർക്കറ്റിംഗ് മിക്സ് കണ്ടിട്ടുണ്ട്, അതും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റിംഗിന്റെ ഫംഗ്ഷൻസ്, അതും എസ് എ ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ വരെയാണ് കണ്ടേക്കുന്നത്. മാർക്കറ്റിംഗിന്റെ ഫംഗ്ഷൻ ആണ് കേട്ടോ, ക്ലിയർ ആണല്ലോ, അത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി 9ാമത്തെ ചാപ്റ്റർ പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് 9ാമത്തെ ചാപ്റ്ററിലെ വർക്കിംഗ് ക്യാപിറ്റലും അതുപോലെ തന്നെ നമ്മുടെ എന്താണ് ഫിക്സഡ് ക്യാപിറ്റലും ക്യാപിറ്റൽ, ഇത് 3 അവർ എസ് ഐക്ക് വേണ്ടി മാറ്റി മാറ്റി ചെയ്തോണ്ടിരിക്കുകയാണ്. ഇതിന് മുൻപ് വരെ 5 മാർക്ക് ചോദിച്ചിട്ടുണ്ടായിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ നിങ്ങൾ ഇനി പഠിക്കേണ്ടത് ക്യാപിറ്റൽ ഫിക്സർ, വർക്കിംഗ് ക്യാപിറ്റല്, അതുപോലെ ഫിക്സഡ് ക്യാപിറ്റൽ, ഇത്രയും നിങ്ങൾ എസ് ഐക്കും കൂടി കണക്കാക്കി പഠിച്ചോളണം. ക്ലിയർ ആണല്ലോ, ഓക്കെ ആണല്ലോ. അതുപോലെ ഫാക്ട് ചോദിക്കുമ്പോ എന്താണ് ഈ വർക്കിംഗ് ക്യാപിറ്റൽ കൂടി നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അത് എഴുതിയിട്ട് നിങ്ങൾ ക്യാപിറ്റൽസിന്റെ ഫാക്ടർ നോക്കുമ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്താ, എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ കൂടി എഴുതി വെച്ചിട്ട് നിങ്ങൾ ഫാക്ടറിലേക്ക് വരാം. അങ്ങനെ വേണം നിങ്ങൾ എസ് എഴുതാൻ വേണ്ടിയിട്ട്. ക്ലിയർ കൈവിശി കാണിച്ചേ, ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, ദെൻ ടോപ്പിക്കിലേക്ക് വരാം, ലാസ്റ്റ് നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓർമ്മയുണ്ടെങ്കിൽ ഒരു ഹെഡിങ് കൂടെ കൊടുത്തേക്കാം. ആദ്യം ഒരു ഹെഡിങ് കൊടുത്തു, അണ്ടർലൈൻ ചെയ്തു, ചെറിയൊരു ഇൻട്രൊഡക്ഷൻ അതെ, നീറ്റ് ആക്കാൻ നോക്കാം. നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് അത്ര അടിപൊളി അല്ലെങ്കിലും ഇത്തിരി സ്പേസ് ഒക്കെ ഇട്ടൊന്ന് നീറ്റ് ആക്കി എഴുതും. ഓക്കെ, ഉള്ളത് നിങ്ങൾക്ക് കുറച്ചുകൂടി ടഫ് ചാപ്റ്റർ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റിലെ എന്ത് പഠിച്ചില്ലെങ്കിലും ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഡിസിഷൻസും ഇപ്പൊ പറഞ്ഞ 3 കാര്യങ്ങൾ, വർക്കിംഗ് ക്യാപിറ്റല്, ഫിക്സ്ഡ് ക്യാപിറ്റല്, ക്യാപിറ്റൽസിന്റെ ഫാക്ടേഴ്സ്, ഇത്രയും പഠിച്ചോളണം. ക്ലിയർ ആണ് കൈവിശി കാണിച്ചത്, കാരണം അത്രയും ചോദിച്ച് കണ്ടിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തും പറഞ്ഞ ചാപ്റ്റർ ആയിരുന്നു നമ്മുടെ ഡയറക്ടിംഗിൽ നമ്മുടെ മാസ്ലോന്റെ മോട്ടിവേഷന്റെ തിയറി, നമ്മുടെ കമ്മ്യൂണിക്കേഷന്റെ ഡയഗ്രാം, അതുപോലെ തന്നെ അത് എസ് കണ്ടിട്ടുണ്ട്, എസ് വന്നിട്ടുണ്ട്. അതുപോലെ ഫിനാൻഷ്യലും നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സിന്റെ വരുന്ന ആ ഒരു പോർഷനും എസ് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡയറക്ടിംഗിൽ വരുന്ന ഇത്ര കാര്യങ്ങളാണ് കേട്ടോ. മക്കളെ കുറിച്ച് ചോദിക്കാം. ബാരിയേഴ്സ് ഇതുവരെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ കണ്ടേക്കാൻ 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. 3 വർഷം മുൻപ് വരെ ബാരിയേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ കണ്ടേക്കുന്നത് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ സെമാന്റിക് ബാരിയേഴ്സ് ഒക്കെ വൃത്തിയായിട്ട് പഠിച്ചോളണേ. സെമാന്റിക് ബാരിയേഴ്സ് പഠിക്കുക, അതുപോലെ ഹൈറാർക്കിക്കൽ തിയറി പഠിക്കുക, മോട്ടിവേഷൻ തിയറി പഠിക്കുക, അതുപോലെ തന്നെ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഡിഫറൻസ് ഒക്കെ വൃത്തിയായിട്ട് പഠിക്കുക. അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗ്രേപ്പ് വൈൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചാടിക്കേറി ഇൻഫോർമൽ ഓർഗനൈസേഷനിലേക്ക് പോകരുത്, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിലേക്ക് പോയിക്കോളണം. ക്ലിയറാണ് കൈവിശി കാണിച്ചത്. അതൊക്കെ നിങ്ങൾക്ക് തെറ്റുള്ള പോർഷനാണ് വീണ്ടും എടുത്ത് പറയുന്നത്. തെറ്റാണല്ലോ. ഗ്രേപ്പ് വൈൻ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിലേക്ക് പോകാം, ഓർഗനൈസേഷനിലേക്ക് വരരുത് കേട്ടോ. അപ്പൊ ഫിനാൻഷ്യലി നോൺ ഫിനാൻഷ്യലി നമ്മൾ ഓൾറെഡി കാര്യങ്ങൾ ഇൻസെന്റീവ് പറഞ്ഞു, മോട്ടിവേഷന്റെ പറഞ്ഞു. അപ്പൊ ഇത്രയും നന്നായിട്ട് പഠിക്കാം. ഇനി സ്റ്റാഫിംഗും എസ്തേക്ക് ചാൻസ് ഉള്ള പോർഷനാണ്. സ്റ്റാഫിംഗിൽ സാറേ നമ്മുടെ റിക്രൂട്ട്മെന്റിന്റെ ഇന്റേണൽ സോഴ്സ് ഇന്റേണലും എക്സ്റ്റേണൽ സോഴ്സ്, കൂടുതലും എക്സ്റ്റേണൽ കണ്ടേക്കുന്നത് കൃത്യമായിട്ട് പഠിക്കാം. അതുപോലെ തന്നെ ട്രാൻസ്ഫർ പ്രൊമോഷൻ ഡിഫറൻസ് കണ്ടിട്ടുണ്ട് കേട്ടോ. ഓൺ ജോബ് ഓഫ് ദ ഡിഫറൻസ് സെപ്പറേറ്റ് കണ്ടിട്ടുണ്ട്, പഠിക്കാതും. അതുപോലെ തന്നെ പഠിക്കാനുള്ളതാണ് സെലക്ഷന്റെ സ്റ്റെപ്പുകളും സ്റ്റാഫിംഗിന്റെ സ്റ്റെപ്പ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇത്രയും എസ് എക്ക് പ്രഡിക്ഷൻ ഉള്ള ചാപ്റ്ററുകളാണ്. അപ്പൊ അതൊക്കെ നിങ്ങൾ വൃത്തിയായിട്ട് തന്നെ പഠിച്ചു പോകാം. ക്ലിയർ ആണ് കൈവിശി കാണിച്ച് ഓക്കെ ആണെങ്കിൽ ഓക്കെ അല്ലേ. അപ്പൊ ഓൾറെഡി നമ്മൾ ഒരുപാട് എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ച് സെറ്റായിട്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾ പുതിയത് പഠിക്കാണ്ട് നിങ്ങൾ പഠിച്ചു തന്നെ പഠിച്ചുകൊണ്ടിരിക്കുക അല്ലേ സാറേ. പഠിച്ചതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് റിവൈൻഡ് ചെയ്തിട്ട് ഹാപ്പി ആയിട്ട് മാത്രം കിടന്നുറങ്ങാം. ഓക്കെ, നിങ്ങൾ ഒരുപാട് നേരം ഉറക്കൊഴിക്കരുത്. നന്നായിട്ട് കിടന്നുറങ്ങണം. അതിനുവേണ്ടി നിങ്ങൾ മാക്സിമം കഴിച്ചോണം കേട്ടല്ലോ. വലിച്ചു കഴിച്ച് കിടന്നുറങ്ങില്ല. രാവിലെ ക്ലാസ് സാറേ അതിലേക്ക് കയറിപ്പോണം. 6 മണിക്ക് എല്ലാരും കയറുക. ലാസ്റ്റത്തെ ക്ലാസ് ആയിരിക്കും. എന്നെ നിങ്ങൾക്ക് ഇനി കാണാൻ കിട്ടുന്ന അവസാനത്തെ അവസരമാണ്. അതുകൊണ്ട് തന്നെ രാവിലെ എന്റെ തിരുമോന്ത കാണണം. നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് എക്സാം എഴുതാൻ പോകണമെങ്കിൽ എന്റെ കണികളിട്ട് അങ്ങോട്ട് പോവാം. എന്റെ കണികളിട്ട് അങ്ങോട്ട് പോകണമെങ്കിൽ എന്റെ ഒരു ഫോട്ടോ ആണെങ്കിൽ എടുത്തോ. എന്നെ കണ്ടിട്ട് അതെ, ടീച്ചറും കൂടെ കണ്ടോ അതിലെടുക്കാൻ പോണു. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കണം. സ്ക്രീൻഷോട്ടാ അടിപൊളി. ഓക്കെ മക്കളെ, അപ്പോ നന്നായിട്ട് എക്സാം ചെയ്താ ഒരു കാര്യം ശ്രദ്ധിക്കാം, ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കാം. എന്തായാലും എക്സാം നിങ്ങളെ കുറച്ച് അതായത് ക്വസ്റ്റ്യൻസ് എളുപ്പമായിരിക്കും, പക്ഷെ നിങ്ങൾ കൺഫ്യൂസ് ചെയ്ത് ഇതിക്ക് ക്വസ്റ്റ്യൻസ് ഇടാനുള്ള ചാൻസ് കൂടുതലാണ്. കിട്ടും. പിന്നെ മലയാളത്തിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ അപ്പുറത്തെ സൈഡിൽ കിടപ്പുണ്ട്. അപ്പൊ ഇംഗ്ലീഷിൽ വായിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നാണക്കേടൊന്നും വിചാരിക്കരുത്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ സാറേ വായിച്ചു കുഴപ്പമില്ല. അതെ, അല്ല ചിലപ്പോ ചിലർ വിചാരിക്കും വായിച്ചാൽ ബുദ്ധിമുട്ടാവും, മോശം. ഇനി മലയാളത്തിൽ എഴുതണവരെയും പ്രത്യേക ശ്രദ്ധയ്ക്ക് പറയാണ്, വ്യക്തമായിട്ട് എഴുതുക, വായിച്ചെഴുതുക, ഒരുപാട് സമയം കളയരുത്. ഞാൻ കഷ്ടപ്പെട്ട് വായിക്കുന്ന പോലെ
കേട്ടോ. സ്വന്തം മലയാളത്തിൽ കടിച്ചാപ്പോൾ കിട്ടാത്ത വാക്കി തന്നെ എഴുതുന്ന ഒരു നിർബന്ധവും ഇല്ല. വൃത്തിയായിട്ട് അവനവന്റെ സംസാര ഭാഷയിൽ തന്നെയാണെങ്കിലും ആൻസർ നല്ല രീതിയിൽ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, നന്നായിട്ട് വായിക്കാം. പിന്നെ 1 by 2 സമയം കളയുന്ന ഓൾറെഡി സാർ പറഞ്ഞതാണ്. വേഗം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ കൺസെപ്റ്റ് മാത്രം എഴുതി വെച്ചാൽ മതി. 3 മാർക്കും ഒരുവിധം ഒരു 4 സെന്റൻസ് എഴുതാം. പക്ഷെ 4 മാർക്ക് 5 മാർക്ക് മക്കൾ ശ്രദ്ധിക്കേണ്ട. 4 മാർക്കും 5 മാർക്കും ഒക്കെ ഫീച്ചർ ആണ് ചോദിക്കുന്നതെങ്കിൽ 4 മാർക്കിന്റെ ആണെങ്കിൽ 5 ഫീച്ചർ നിങ്ങൾ എഴുതിക്കോ, തെറ്റില്ല. 5 മാർക്കിന്റെ ആണെങ്കിൽ ഒരു 6 ഫീച്ചർ എഴുതിക്കോ. അതേപോലെ എസ് ഒക്കെ നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് വേണം ആൻസർ എഴുതാൻ. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ക്വസ്റ്റ്യൻ എഴുതിയാലും മാർക്ക് കിട്ടും. 2 കൂടെ മാർക്ക് ഇടുന്നത്. അത് കാരണം ഫുൾ മാർക്ക് കിട്ടാനുള്ള ചാൻസ് ഒരുപാടാണ്. എല്ലാ ക്വസ്റ്റ്യൻസും സമയം ഉണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്ത് വെക്കുക. അപ്പൊ ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നാളെ മോർണിംഗ് വരെ സമയമുണ്ട്. ചോദിച്ചിട്ട് പയ്യെ പോയാൽ മതി. ആരും വിരോധം വിചാരിക്കരുത്. രാത്രി വേണമെങ്കിൽ സാർ ഉറങ്ങാണ്ട് കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തിരിക്കും. ഡൗട്ട് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നമ്പർ ഷെയർ ചെയ്യാൻ നിവർത്തിയില്ല. അത് കാരണം വേണമെങ്കിൽ അയച്ചോ, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്താൽ മതി. എന്റെ പേര് ഇത്രയേ ഉള്ളൂ, ജസ്റ്റ് ഹരിദാസിന്റെ ഒരു 6 ഇട്ടാണ്. ഓക്കെ, അപ്പൊ ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ സാറിന് ഷെയർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ മിസ്സിനോട് ചോദിക്കുക. എന്തായാലും ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ നാളത്തെ മോർണിംഗ് ക്ലാസ് കറക്റ്റ് ആയിട്ട് കയറാം. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നാളെ എല്ലാരെയും കാണാട്ടോ രാവിലെ. നാളെ നിങ്ങൾക്ക് ഉണ്ടാവില്ലേ? ഓൾ ദ ബെസ്റ്റ്.